ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓരോന്നായി മനസ്സിൽ ഇപ്പോഴത്തെ സെൽഫാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കേൾക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചൈൽഡ് ലൈഫ് ഹാപ്പി വെച്ചു. പക്ഷെ ഐ ഡിഡ്ന്റ് വാണ്ട് ഇറ്റ് ടു ബി. ഒന്നാമത്തെ കാരണം ഞാൻ എൻ്റെ അടുത്ത് യെല്ലോ കളർ ഉണ്ടായിട്ടില്ല. കോൺടെസ്റ്റ് നമുക്കൊക്കെ ലൈഫിലുണ്ട് ജനറലി. മറിയായിട്ട് ഇമോഷണലി സ്നേഹത്തിന്റെ ബന്ധത്തിൽ ആ സ്നേഹം എങ്ങനെയാണ് പറയാനറിയില്ല. സ്പിരിച്വൽ അവേക്കനിങ് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ശേഷമാണ് ആക്ച്വലി അവയർനെസ് കസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുവരാൻ. സാധാരണ നമ്മൾ കാണുന്ന ട്രെയിനിങ്സ് സെഷൻ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളുടെ ഗൈഡ് ടോക്കിൻ്റെ 270th വീക്കാണ്. അപ്പം 270 ഞാൻ സ്പെഷ്യലി മെൻഷൻ ചെയ്യാനുള്ള കാരണം ഗൈഡ് ടോക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. ഗൈഡ് ടോക്ക് ഓരോ 50 കഴിയുമ്പോഴും നമ്മളൊരു ഗ്രാൻഡ് പരിപാടി നടത്തും. അപ്പം ഗൈഡ് ടോക്ക് 50, ഗൈഡ് ടോക്ക് 100, ഗൈഡ് ടോക്ക് 150, ഗൈഡ് ടോക്ക് 200, ലാസ്റ്റ് നമ്മൾ 250 വളരെ ഗ്രാൻഡായിട്ട് നടത്തി. അപ്പം ഗൈഡ് ടോക്കിൻ്റെ 300ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഗ്രാൻഡ് ഇവൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇനിയൊരു 29 വീക്സ് കൂടി കഴിഞ്ഞാൽ എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ അവസാനത്തിലായിരിക്കും ഗൈഡ് ടോക്കിൻ്റെ ഗ്രാൻഡ് ഇവൻ്റ് വരുന്നത്. അപ്പം ഇപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും മനസ്സിൽ അവിടെ സാന്നിധ്യം സെറ്റ് ചെയ്ത് വെച്ചേക്കാന്നുള്ളതാണ്. മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് വിൽ ബി ഓൺ ഡിസംബർ. അപ്പം നമുക്ക് അടുത്ത വർഷത്തിലേക്കുള്ള നല്ലൊരു മുന്നൊരുക്കം കൂടിയായിരിക്കും GTയുടെ ഗ്രാൻഡ് ഇവൻറ്റ് വരുമ്പം എന്നുള്ളതാണ്. ഈ 2025 ഒരു 2026 ഒരു പ്രത്യേകത, ഈ പ്രാവശ്യം നമുക്ക് ഗൈഡ് ടോക്കിൻ്റെ 2 ഗ്രാൻഡ് ഇവൻറ്റ് വരുന്നു എന്നുള്ളതാണ്. ഒന്ന് ജനുവരിയിലായിരുന്നു ലാസ്റ്റ് 250, അത് നമ്മൾ മെഗാ ഇവൻ്റ് ആയിട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഡിസംബറിൽ വീണ്ടും. സാധാരണ മെഗാ ഇവൻറ്റ് ഒന്നൊക്കെ നമ്മളൊരു വർഷത്തിൽ ചെയ്യാം. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഈ വർഷത്തിൽ 2 എണ്ണം ഉണ്ട്. അപ്പോൾ അടുത്തത് ഇതിനേക്കാളും കളറായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ എല്ലാവരും മൈൻഡിൽ അത് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ക്രിയേറ്റീവ് ആക്ടിവിറ്റി ഐ തിങ്ക് ഇമോജീസാണ്. ഓക്കെ, നല്ല രസമായിട്ടുണ്ട്. ഞാൻ കൂടുതൽ ആൾക്കാർക്ക് കാണാൻ പറ്റിയില്ല. വളരെ കളർഫുള്ളായിട്ട് ചെയ്തത് കണ്ടു ഇവിടെ ചെല്ലേണ്ടത്. സോ ഹാപ്പി ഫോർ ദാറ്റ്. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷനിലേക്ക് വരാം. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പം ഒരു കണക്ഷനും കിട്ടുന്നുണ്ടായിരിക്കില്ല. ആരെങ്കിലുമൊക്കെ പറഞ്ഞ് തള്ളി ഇങ്ങ് വിട്ടതായിരിക്കും. കുഴപ്പമൊന്നുമില്ല, അതിങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ യൂണിവേഴ്സിൽ വരുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. ഗൈഡ് ടോക്ക് ഒരു സൺഡേ അപ്ഡേഷനാണ്. സിംപ്ലി നമ്മൾ എല്ലാ ഞായറാഴ്ചകളും കുറേ വർഷങ്ങളായിട്ട് 269 ആഴ്ചകളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓൺലൈനിലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഓഫ്ലൈനിൽ കൂടി ഓപ്പൺ അപ്പ് ചെയ്തത്. ഇത് ജസ്റ്റ് ഒരു സെഷനായിട്ട് കാണരുത്. ഗൈഡ് ടോക്ക് ഒരു ഇൻ്റഗ്രേറ്റഡ് പാക്കേജാണ്. ഇൻ്റഗ്രേറ്റഡ് പാക്കേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ മെഡിറ്റേഷൻസ് ഉണ്ട്. മെഡിറ്റേഷൻസ് ഒരിക്കലും നമ്മളുടെ മോട്ടിവേഷൻ കൗൺസിലിംഗ് അതൊന്നുമല്ല. മെഡിറ്റേഷൻ നമ്മളെ മൈൻഡിനെ എക്സാക്ട്ലി ഒരു സർജറി നടത്തിയിട്ട് റീസെറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ഹിപ്നോട്ടിക് ഇൻഡക്ഷൻ പോലെ ചെയ്യുന്ന പ്രൊസീജിയർ. അതുകൊണ്ട് തന്നെ പലർക്കും ഗൈഡ് ടോക്ക് ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് പോകുമ്പോഴേക്കാൻ ഒരുപാട് മാറ്റങ്ങൾ കാണലുണ്ട്. കഴിഞ്ഞ വീക്കിലൊക്കെ നമ്മൾ ഒരുപാട് ലൈവ് സ്റ്റോറീസ് കേട്ടു, പല ആൾക്കാർ ട്രാൻസ്മിഷണൽ സ്റ്റോറീസ് എന്നുള്ള. പിന്നെ ക്രിയേറ്റീവ് ആക്ടിവിറ്റി ഒന്നുകൂടി നിങ്ങളെ കസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുവരാൻ. സാധാരണ നമ്മൾ കാണുന്ന ട്രെയിനിങ്സ് സെഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ ട്രെയിനർ വരുന്നു, സംസാരിക്കുന്നു, കേൾക്കുന്നു, ഇന്നത് ചെയ്യുന്നു പറഞ്ഞ് പോകുന്നു. അതിനപ്പുറത്തേക്ക് നമ്മളിലേക്ക് കസ്റ്റമൈസ് ചെയ്ത് ഇൻഡിവിജ്വലൈസ് ചെയ്ത് വരുമ്പോൾ മാത്രമേ അത് നമ്മളിലേക്ക് ഇറങ്ങുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതിനാ നിങ്ങളെ കൊണ്ട് തന്നെ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കണം. ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്യും, അത് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു സ്പേസ് വെക്കണത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എൻ്റെ ടോക്ക് അങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ടോക്ക് കൂടി വരുമ്പോഴേക്ക് അത് ജസ്റ്റ് ടോക്കല്ല, നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ടോക്കായിട്ട് തോന്നും. അതിനപ്പുറത്തേക്ക് ഇതൊരു എനർജി ഇൻ്റഗ്രേഷനാണ്. നമ്മളിങ്ങനെ ഒരുമിച്ച് ഇരിക്കുമ്പോൾ കളക്റ്റീവായിട്ട് കുറേ പേര് ഒന്നിച്ചിട്ട് നല്ല മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് ക്രിയേറ്റീവ് ആക്ടിവിറ്റിയൊക്കെ ഓണാക്കിയിരിക്കുമ്പോൾ ഒരാളുടെ ഉള്ളിൽ അനാവശ്യ ചിന്തകൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ തന്നെ നോക്കിയാൽ ഇവിടെ നിങ്ങൾ വന്നിരുന്ന് ഇത്രയും സമയമാകുമ്പോഴേക്ക് തോട്ട്സ് റഷ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ ഭയങ്കര കാമായിരിക്കും. അതായത് തോട്ട്സിൻ്റെ എണ്ണം കുറയുന്നു, ഉള്ളിലുള്ള കടലിരമ്പൽ കുറഞ്ഞു വരിക. ആ സ്റ്റേറ്റിന് നമുക്ക് മാറാൻ വേണ്ടി പറ്റുള്ളൂ. ചില ആൾക്കാർക്ക് ലൈഫിൽ ഭയങ്കര സ്ട്രഗിളിങ് ഫേസിലൂടെ പോകണ്ടായിരിക്കും, ഇമോഷണൽ ഫേസിലൂടെ പോകണ്ടായിരിക്കും, സ്റ്റക്നെസ്സിലൂടെ പോകണ്ടായിരിക്കും. ചിലർക്ക് അവർ ഇമോഷണൽ ഫേസിലാണെന്ന് അറിയില്ല, അതേ ഫീൽ നം. അപ്പോൾ എനിക്കൊരു ഇമോഷനും ഇല്ലയെന്ന് അറിയും. ഒരു ഇമോഷനും ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥ വളരെ അപകടകരമാണ്. കാരണം അതിൻ്റെ എക്സ്ട്രീമിലെത്തിയത് കൊണ്ടാണ് ഈവൻ വേദന എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥ. വേദനിച്ച് അത് കടിച്ചമർത്തി ഇപ്പോൾ വേദന എന്താണെന്ന് അറിയാത്ത ഒരു വികാരം ഇല്ലാത്ത അവസ്ഥ എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലേക്ക് ഒക്കെ ചിലർ എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ, ഇത്തരം സ്റ്റേറ്റുകളിൽ നമുക്കൊരിക്കലും നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടോ ഒരു ഡെസിഷൻ എടുത്തിട്ടോ ഒന്നും കാര്യമില്ല, ഒക്കെ തെറ്റിപ്പോകും. നമ്മൾ എടുക്കുന്നതൊക്കെ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിക്കണ പോലെ തോന്നും. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടത് ഹയർ സ്റ്റേറ്റിൽ ഇരുന്നിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഗൈഡ് ടോക്ക് എക്സാക്ട്ലി ഓരോ ആഴ്ചയും ആൾക്കാരെ ഹയർ സ്റ്റേറ്റിൽ ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ദാറ്റ് മീൻസ് അങ്ങനത്തെ ഇമോഷണൽ സ്റ്റേറ്റിനൊക്കെ ഫ്രീ ആയിട്ട് നമുക്കുള്ളിൽ നമ്മളറിയാത്തൊരു വേർഷൻ, നമുക്കുള്ളിൽ നമ്മളറിയാത്തൊരു സ്റ്റേറ്റ് ഉണ്ട്, അവിടെ എത്തണം.
പ്രാർത്ഥനകൾ, ആരാധനകളുടെ ഒക്കെ ഉദ്ദേശം ആ സ്റ്റേറ്റിലെത്താന്നുള്ള, അതിനുശേഷമാണ് ലൈഫ് മാറുന്നത്. ഇപ്പോൾ ഒരാൾ പഠിച്ചവനോട് പ്രാർത്ഥിച്ച ഉടനെ തന്നെ അവൻ്റെ ലൈഫ് മാറുന്നില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം അല്ലെങ്കിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പം ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അത് ആദ്യം എത്തുന്നത് അവരെ മൈൻഡ്ഫുൾനെസ്സിലേക്കാണ് എത്തിക്കുക, ആ സമാധാനത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിക്കും. ആ അവസ്ഥയിൽ പഠിച്ചോ വന്നിട്ട് ആരും രക്ഷിക്കില്ല. ആ അവസ്ഥയിലെത്തിയാൽ അവനവന് രക്ഷപ്പെടാനുള്ള വഴി അവനവന് കണ്ടെത്താൻ പറ്റും. അതിലേക്ക് പഠിച്ചോൻ കഴിയുള്ളൂ. ചിലർ ചോദിക്കാറുണ്ട്, പഠിച്ചോൻ എന്താ എന്നെ രക്ഷിക്കാത്തത്, എന്നെ ആരും എന്താ രക്ഷിക്കാത്തത്? പഠിച്ചോൻ്റെ ഉദ്ദേശം അവന് വന്ന് രക്ഷിക്കുക എന്നുള്ളതല്ല. അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ നിങ്ങളുടെ വഴി കണ്ടെത്തി രക്ഷപ്പെടുന്നത് കാണുന്നതാണ്. ഇപ്പം എനിക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടിയെ ഞാൻ എപ്പോഴും കൈ പിടിച്ച് രക്ഷിക്കുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടാം അവൻ അവൻ്റെ വഴി കണ്ടെത്തി രക്ഷപ്പെടണം കാണുമ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്. ഞാൻ മരിച്ചാലോ ജീവിക്കും. അല്ലെങ്കിൽ എനിക്ക് എന്താ തോന്നുന്നത്, എനിക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ ഞാൻ അവന് ഹാദിയാണെങ്കിൽ, ഞാൻ അവന് ഗൈഡാണെങ്കിൽ, ഞാൻ അവന് നർച്ചറാണെങ്കിൽ, ഞാൻ അവന് പ്രൊവൈഡറാണെങ്കിൽ, ഞാൻ അവനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ് ഞാൻ അവനെങ്കിൽ ഞാൻ എങ്ങനെ ശ്രദ്ധിക്കുക, ഞാനില്ലെങ്കിലും അവൻ എന്തെങ്കിലും ജീവിച്ചു പോകണം. ഈ അവസ്ഥയിലേക്കാണ് പഠിച്ചവൻ്റെ ഗൈഡൻസ്. അപ്പോൾ അത് കണ്ടെത്താൻ ആദ്യം വേണ്ടത് ശാന്തമായ മനസ്സാണ്. അപ്പോൾ ശാന്തി അടിഞ്ഞ ആത്മാക്കളുണ്ട്, അവരോടാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി പറഞ്ഞത്. ദാറ്റ് മീൻസ് അവർക്ക് ജീവിതം സ്വർഗ്ഗ സമാനമായ അവസ്ഥയിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഈ ഒരു സ്റ്റേറ്റ് ആക്സസ് ചെയ്യാൻ ഗൈഡ് ടോക്ക് എന്തുകൊണ്ട് ഇഫക്റ്റീവാണ്? കാരണം ഈ സ്റ്റേറ്റ് ആക്സസിങ് നമ്മൾ ഒരിക്കലും ഓൾറെഡി നമ്മളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇമോഷനുകളെ, അവസ്ഥകളെ അടിച്ചമർത്തിയിട്ട് അതിൻ്റെ മുകളിൽ പോസിറ്റിവിറ്റി കുത്തി നിറച്ചിട്ട് മോട്ടിവേഷൻ പറഞ്ഞിട്ട് ബാക്കിയുള്ളത് മറപ്പിക്കുന്ന പരിപാടിയല്ല. അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു അലൈനിങ് സ്റ്റേറ്റാണ്. അലൈനിങ് എന്ന് പറയുമ്പോൾ മെഡിറ്റേഷൻ, ക്രിയേറ്റിവിറ്റി ഒക്കെ ചെയ്ത് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴേക്ക് ഇവിടെ ഇരിക്കുമ്പോൾ നാച്ചുറലി നമ്മൾ അലൈൻഡ് ആയിരിക്കും. ഈ അലൈൻഡ് സ്റ്റേറ്റിൽ നാച്ചുറൽ ഹീലിംഗ് നടക്കും, നാച്ചുറൽ റിലീസിങ് നടക്കും, നാച്ചുറൽ ക്ലെൻസിങ് നടക്കും. ഇപ്പോൾ കഴിഞ്ഞ കുറേ വീക്കുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാരും GTയിൽ വരുമ്പോൾ പല ഇഷ്യൂസായിട്ട് വരുന്നവരുണ്ട്. നമ്മളവർ ഇഷ്യൂ ഒന്നും ഡീൽ ചെയ്യുന്നില്ല. കാരണം ഇഷ്യൂസ് പലതായിരിക്കും, പല വിഷയങ്ങളായിരിക്കും. ആ ഇഷ്യൂസിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നോക്കുന്നതിനപ്പുറത്തേക്ക് ആ ഇഷ്യൂവിൽ അവർ ഫേസ് ചെയ്യുമ്പോൾ അവരുടെ സ്റ്റേറ്റ് എന്താണെന്ന് നോക്കേണ്ടത്. ഇപ്പോൾ ചില ആൾക്കാരുടെ പ്രശ്നങ്ങൾ നമുക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രശ്നത്തിന് ഇന്ന സൊല്യൂഷൻ, ഈ പ്രശ്നത്തിന് വേറെ സൊല്യൂഷൻ എന്ന് ചിന്തിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രശ്നങ്ങൾ പലതായിരിക്കാം, പക്ഷെ ആരെ പുറത്തേക്ക് വരണേ ചോദിച്ചു കഴിഞ്ഞാൽ, എക്സാമ്പിൾ നോക്കിയാൽ ചില കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ വർഷങ്ങളായിട്ട് ഒരു സബ്ജക്റ്റ് അവരുടെ ലൈഫിൽ ഏറ്റവും വലിയ വില്ലനാണ്, ഒരു ടീച്ചർ അവരുടെ ലൈഫിൽ ഏറ്റവും വലിയ വില്ലനാണ്. ഇത്ര വർഷം കഴിഞ്ഞിട്ട് അത് മാറുന്നില്ല. എന്നാൽ ആ കുട്ടിക്ക് ആ സബ്ജക്റ്റ് കൊണ്ട് കഴിഞ്ഞൊരു 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ തലവേദനിച്ച് തല പുകഞ്ഞ് സ്കൂളിൽ പോയ കാലം മുഴുവൻ ഇത് ട്രോമയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് 5 വർഷമായിട്ട്, 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ. എന്ന് കിട്ടും മോക്ഷം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി. എന്നാൽ വേറൊരു വ്യക്തിയെ കാണുന്നു, ആ വ്യക്തിക്ക് ഈ ജീവിതത്തിൽ 1-2 കോടിക്ക് മുകളിൽ കടമുണ്ട്. നമ്മൾ ലോജിക്കലി നോക്കുകയാണെങ്കിൽ ഒരു സബ്ജക്റ്റ് കാരണം തലവേദനിക്കുന്ന കുട്ടിയും 5 വർഷമായിട്ട് തലവേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയും, ഹെഡേക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയും, ഇപ്പുറത്ത് 2 കോടി കടമുള്ള ഒരു മനുഷ്യനും, ആരുതാണ് വലിയ പ്രശ്നം നിങ്ങൾ പറയാം എന്ന് നമ്മൾ പറയും അല്ലേ? നമ്മൾ യുക്തിപരമായിട്ട് പറഞ്ഞു കൊടുത്താൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 2 കോടിനേക്കാളും മുകളിലാണ് ആ കുട്ടിയുടെ ആ പ്രശ്നം. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ ചിലപ്പോൾ നമ്മൾ അത്ഭുതകരമെന്നോണം ഈ 5 കൊല്ലമായിട്ട് ഈ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയും ഇപ്പുറത്ത് 2 കോടി കടമുള്ള മനുഷ്യന് ഇങ്ങനെ ചിലപ്പോൾ 2.5 കൊല്ലം കൊണ്ട് ഈ കടം തീർത്തിട്ടുണ്ടായിരിക്കും. 5 കൊല്ലമായിട്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ഈ കുട്ടിക്ക് പറ്റായിട്ട് സ്കൂൾ ലൈഫ് മൊത്തം ട്രോമ ആയിരിക്കും. അത് കാരണം ചിലപ്പം വീട്ടുകാരോട് ദേഷ്യം, ഫ്രണ്ട്സിനോട് ദേഷ്യം, ഈ സബ്ജക്റ്റ് മാത്രമേ വിഷയം. ആ സബ്ജക്റ്റിൻ്റെ പീരീഡ് വരുമ്പോഴേക്ക് അല്ലെങ്കിൽ ആ ക്ലാസ് വരുമ്പോഴേക്ക് ഈ കുട്ടിയാകെ ഡൗൺ ആയി പോകുന്നത്, അതിന് മാർക്ക് ആലോചിച്ചിട്ട് ഫ്യൂച്ചർ ആലോചിച്ചിട്ട് എന്താവുന്നൊക്കെ ആലോചിച്ച് അങ്ങനെ ആ സബ്ജക്റ്റ് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. ലോജിക്കലി നോക്കിയാൽ നമുക്കറിയാം ഇതൊന്നല്ല ജീവിതം മോളെ, നീ കുറേ കാണാനുണ്ട്, ഇതിൻ്റെ അപ്പുറത്ത് എന്തൊക്കെ കാണാനുണ്ട് എന്ന് പറഞ്ഞാലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, രാജ്യം നഷ്ടപ്പെട്ട രാജാവിൻ്റെ പ്രശ്നവും കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയുടെ വേദനയും സെയിമെൻ്റാണ്. ആ കുട്ടിക്ക് 2 കോടിയിലെ പറ്റി ചിന്തിക്കാൻ സമയമില്ല, എനിക്ക് എൻ്റെതാണ് ഏറ്റവും വലിയ പ്രശ്നം, ഇതാണ് എല്ലാവരുടെയും പ്രശ്നം. ഇതൊന്നും പുറത്തിറങ്ങി നോക്കുമ്പോൾ നമുക്കിത് കാണാൻ പറ്റുള്ളൂ. ഇനി നമ്മളിപ്പം പറഞ്ഞു ആ 2.5 കോടി കടമുള്ള ആളുടേതല്ലേ, ഇങ്ങനെ 2 കോടി കടമുള്ള ആളുടേതല്ലേ ഏറ്റവും വലിയ പ്രശ്നം എന്ന്. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ബാധിച്ചു നോക്കട്ടെ, ഇതേപോലത്തെ കുട്ടി പറഞ്ഞ പോലെ നമുക്ക് 2.5 കോടിയേക്കാളും മീതിയായിരിക്കും നമ്മളെ ബാധിച്ച ചില പ്രശ്നങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ കുട്ടിയേക്കാളും വേഗത്തിൽ അതിനേക്കാളും വലിയ പ്രശ്നം ലോജിക്കലായിരുന്ന കോടികളുടെ കടം ഒരാൾ തീർത്തപ്പോൾ എന്ത് സംഭവിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ നിന്നും പുറത്തു വരുന്ന ആൾക്കാർ ആ പ്രശ്നത്തിൽ നിന്നും പുറത്തേക്ക് വരാനുള്ള വഴി കണ്ടെത്തുന്നതിന് മുന്നേ അവരുടെ മനസ്സ് ശാന്തി അടഞ്ഞ അവസ്ഥയിലെത്തിയിട്ടുണ്ടായിരിക്കും. ദാറ്റ് മീൻസ് സമാധാനത്തിലായിട്ടുണ്ടായിരിക്കും, കാംനെസ്സിലായിട്ടുണ്ടായിരിക്കും, അലൈനിങ്ങിലായിട്ടുണ്ടായിരിക്കും. ഗൈഡഡ് കോഡ് വർക്ക്ഷോപ്പ് ചെയ്യുന്നവരോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗൈഡഡ് ടോക്ക് നിങ്ങളുടെ ലൈഫിൽ 2 ലെവലിലാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക. ഒന്നാമത്തെ കാര്യം, നിങ്ങളിത് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ലൈഫ് അങ്ങ് മാറുന്നുണ്ട്, പക്ഷേ
ഗൈഡഡ് കോഡിൽ നിങ്ങൾ വരുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണ്? ഒന്ന്, നിങ്ങൾ ആ വർക്ക്ഷോപ്പിലൂടെ കടന്ന് അങ്ങനെ പോകുമ്പോഴേക്ക് നിങ്ങൾ കടലിൽ മുങ്ങിച്ചാവാൻ പോകുന്ന അവസ്ഥയിലാണെങ്കിൽ മുങ്ങുന്ന അവസ്ഥയിൽ നിന്നും പൊങ്ങിക്കെടുക്കും. ചില വെട്ടിയിട്ട വായത്തണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പൊങ്ങിക്കെടുക്കൂലേ, അതേപോലെ മുങ്ങുന്നിടത്തുനിന്ന് ഇങ്ങനെ പൊങ്ങിക്കെടുക്കും. അപ്പോൾ ഒരു കാര്യം ഉറപ്പാ, ചാവൂല. കരക്കെത്തിയിട്ടില്ല, പക്ഷെ എന്താവില്ല, ചാവൂല. അതല്ല ആദ്യം ഒരാൾക്ക് വേണ്ടത്. അപ്പോൾ അത്രയും നേരം മുങ്ങിക്കൊണ്ടിരുന്ന ആൾക്ക് പെട്ടെന്നൊരു മുങ്ങുന്ന അവസ്ഥ ഒന്നും പൊങ്ങിക്കെടുക്കാനുള്ള ഒരു അവസ്ഥ കിട്ടിക്കഴിഞ്ഞാൽ കടലിൽ പായ വിരിച്ച് കിടക്കണ പോലെ ആയിരിക്കും. അപ്പോൾ അവർക്ക് സമാധാനമാണ്. സമാധാനം എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ലായിട്ടല്ല. കുറേ ആൾക്കാർ നമുക്ക് കാണും കുറേ പ്രശ്നമുണ്ട്, പക്ഷെ അവരെന്താണ്, വളരെ കൂളാണ്. അതാണ് ക്യാപ്റ്റൻ കൂൾ, MS ധോണിനൊക്കെ പറയുമ്പോൾ വളരെ കൂളായിട്ടിരിക്കുന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ എത്തിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ലൈഫ് മാറുള്ളൂ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങളുടെ ലൈഫ് മാറുന്നു എന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം എന്താണ്? പ്രശ്നങ്ങൾ മാറലല്ല, പ്രശ്നങ്ങളോടുള്ള മനോഭാവം മാറിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് തമ്പുരാൻ്റെ സമാധാനത്തെ. നമ്മളെന്തോ നോക്കിയിരിക്കുക, എന്താ അത് മാറാത്ത. അത് മാറുന്നോ മാറുന്നില്ലേ എന്നുള്ളതല്ല. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഈ സബ്ജക്റ്റാണ് പ്രശ്നം എന്ന് കരുതിയ കുട്ടിക്ക് ഈ സബ്ജക്റ്റ് പ്രശ്നമായിരിക്കെ തന്നെ എനിക്ക് സ്കൂളിൽ വൈബാക്കാൻ പറ്റും, ബാക്കിയുള്ളതൊക്കെ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, എന്നാലും എനിക്ക് ഐ ക്യാൻ സ്റ്റിൽ എൻജോയ് മൈ ലൈഫ് എന്ന രീതിയിലേക്കും, അതിനോടൊപ്പം തന്നെ എന്നെക്കാളും പ്രശ്നമുള്ള കുറേ ആൾക്കാരുണ്ട്, അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല എന്ന രീതിയിലേക്കൊരു സ്റ്റേറ്റ് എത്താന്നുള്ളതാണ് ആ കുട്ടിക്ക് ആ സബ്ജക്റ്റ് റിസോൾവ് ചെയ്യാൻ പറ്റാൻ സമയമായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് പറ്റുമെന്നതിൻ്റെ ലക്ഷണം. ഒരു കാര്യത്തെ എതിർത്തുകൊണ്ട്, ഒരു കാര്യത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും നമുക്കത് രക്ഷ നേടാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചിലരുണ്ടായിരിക്കും, എന്താണ് എൻ്റെ കുട്ടിയോളിങ്ങനെ, എന്താണ് എൻ്റെ കെട്ടിയോനിങ്ങനെ എന്നിങ്ങനെ ഇതെപ്പം മാറുന്നതനുസരിച്ച് കെട്ടിയോനോ കുട്ടിയോളോ ആരും എങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ അങ്ങനെ ആയിരിക്കെ തന്നെ നമുക്ക് കാമാവാൻ പറ്റണം. അല്ലാണ്ട് ഇതന്നെ ആലോചിച്ചിട്ട് എന്ത് ചെയ്യാനാ, സന്തോഷിക്കാൻ ഒരുപാട് വകുപ്പുണ്ട് സാറേ, പക്ഷേ ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് എൻ്റെ എല്ലാ സന്തോഷം പോയി കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് നന്ദികേടാണ്. നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ, നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആണെങ്കിൽ, നിങ്ങൾ നന്ദി കാണിക്കുക. എന്നാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിലേറെ സന്തോഷിക്കാനുള്ള ഒരുപാട് വകുപ്പുകൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏതാ നമ്മൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പ്രത്യേകിച്ച് സന്തോഷമല്ലെങ്കിൽ പിന്നെ അവിടെ ബാക്കിയുള്ളത് പ്രശ്നം നമ്മളെ തിരഞ്ഞെടുക്കും. പ്രശ്നങ്ങൾ നമ്മളെ തിരഞ്ഞെടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഏതായാലും ഇത് പറഞ്ഞത് ഈ ഒരു പോയിന്റ് അറിയിക്കാനാണ്. GTയിൽ വരുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. ഗൈഡഡ് ടോക്ക് ആക്ച്വലി നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കടലിലാണെങ്കിലും പായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് കാംനെസ്സിലെത്തും. അതുകൊണ്ടാണ് ആഴ്ചക്ക് എല്ലാവരും ഇവിടെ അലൈൻമെൻറ്റിന് വന്ന് പോകുന്നത്. ഒരാഴ്ച ഓടാനുള്ള ഇന്ധനം കിട്ടും എന്നുള്ളതാണ്. ഗൈഡഡ് ടോക്ക് കൊണ്ട് കംപ്ലീറ്റ്ലി നമ്മുടെ ലൈഫ് മാറുന്ന എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റില്ല, കാരണം അങ്ങനത്തെ ഇതൊന്നുമില്ല. പക്ഷെ മാറി കുറേ ആൾക്കാരുണ്ട്, പക്ഷെ അവർ അതിനോട് കാണിച്ച കമ്മിറ്റ്മെൻറ്റാണ്. അതായത് വീഡിയോയിൽ വന്നിരുന്നിട്ടും മെഡിറ്റേഷൻ ലൈവ് അറ്റൻഡ് ചെയ്തിട്ടും അവരത് കാണിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. അത്ര കമ്മിറ്റ്മെൻറ്റ് കാണിക്കാൻ മടിയുള്ളവരാണ് ഈ കുറച്ച് കമ്മിറ്റ്മെൻറ്റ് നമ്മൾ അവർക്ക് വേണ്ടി എടുത്തു കൊടുക്കേണ്ടത്, അഡീഷണലി ആരെങ്കിലും ഹെൽപ്പ് ചെയ്യേണ്ടി. അപ്പോൾ നമ്മൾ അവരോട് വർക്ക്ഷോപ്പിൽ വരാൻ പറഞ്ഞു. അപ്പോൾ നമുക്കൊരു 100 days പ്രോഗ്രാമിലൂടെ കടന്നു പോകുമ്പോൾ വി ക്യാൻ ഹെൽപ്പ് ദം, ഗൈഡ് ദം ത്രൂ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റെപ്പിലൂടെ കടത്തിവിടാം. അതാണ് ഗൈഡഡ് കോഡ്. അപ്പം GT ആക്ച്വലി നമ്മൾ ഇതിൽ ഇൻവോൾവ് ആവേണ്ടത് ഇതിലെ സ്റ്റേറ്റ് കിട്ടാനാണ്. ദാറ്റ് മീൻസ് ആ അലൈൻമെൻറ്റ് സ്റ്റേറ്റ് എങ്ങനെ നമുക്ക് പ്രശ്നത്തിൻ്റെ മീതെ കയറിയിരിക്കാൻ വേണ്ടി പറ്റും. അവിടെ ഇരുന്നാലേ നമുക്ക് സൊല്യൂഷൻ കിട്ടുള്ളൂ. കാരണം കരയിലേക്ക് എത്തലാൻ നമ്മൾ ആഗ്രഹമെങ്കിൽ മുങ്ങുന്ന അവസ്ഥയിൽ നിന്നും ഒന്ന് പൊങ്ങി കുറച്ച് നേരം കിടന്നാലല്ലേ ഇത് ഏത് വഴിക്കാണ് പോകേണ്ടതെന്നൊക്കെ ഒന്ന് നോക്കാൻ പറ്റുക. ചിലർ പറയും എനിക്കൊന്നും കാണുന്നില്ല, ഒരു വഴിയും കാണുന്നില്ല, കാരണം എന്താ, അവർ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്ത് പ്രശ്നങ്ങളും ഏത് അവസ്ഥയിലാണെങ്കിലും ആ അവസ്ഥയിൽ ശാന്തതയോട് കൂടി നിലനിൽക്കാൻ പറ്റുന്ന അവസ്ഥ. അങ്ങനെ ഒരാൾക്ക് നിലനിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ പിശാചിന് പോലും അവനെ കീഴടക്കാൻ പറ്റില്ല. നമ്മൾ പറയും പിശാച് മനുഷ്യനെ വഴി പിഴപ്പിക്കും. ഏത് മനുഷ്യനെ? സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്ത മനുഷ്യനെ. പിശാചിന് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? പിശാച് വന്നിട്ട് വാ ഞാൻ കൊണ്ടുപോയിട്ട് വൈഗേഡിലാക്കാൻ പോകുന്ന വലിച്ചു കൊണ്ടുപോകുന്നില്ല. മൂപ്പർക്ക് അതിന് നേരില്ല, കുറേ അസൈൻമെൻ്റ് ഉള്ള ഇത്ര ആൾക്കാരെ വൈഗേഡിലാക്കണോ. മൂപ്പര് ഫുൾ ടൈം വന്നിട്ട് എന്തെങ്കിലും ഞാൻ എൻ്റെ കൂടെ നടക്കാൻ തന്നെ വൈത്തിരിക്കരുത്, അങ്ങനൊന്നുമില്ല. മനസ്സിലായില്ലേ? പിശാച് നിങ്ങളെ കൂടെ നടക്കണേനേക്കാളും കൂടുതൽ പഠിച്ചോ ഞങ്ങളെ കൂടെ നടക്കണേ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. നിങ്ങൾ എവിടെ കണ്ടോ അവിടെ ഞാൻ എൻ്റെ കൂടെ ഉള്ളത് പഠിച്ചോ പറയുന്നുണ്ട്. പിശാചിന് അങ്ങനെയല്ല, എവിടെയൊക്കെ എത്തണം, എത്ര ആൾക്കാരെ കൂടെ പോകണം, മനസ്സിലായാലും എത്ര ആൾക്കാരെ അസൈൻ ചെയ്യണം, ടാസ്കുകൾ കൊടുക്കും. ഇവർക്ക് ടാസ്ക് ഫോഴ്സ് ഉണ്ട്, ഓർക്ക് ഗൈഡൻസ് കൊടുക്കണം, ഓരോരോ വഴിക്ക് വിടണം. ഇങ്ങനെ കുറേ ടീംസ് ഉണ്ട്. പിന്നെ മനുഷ്യന്മാരുടെ നിന്ന് സെലക്ട് ചെയ്ത കുറച്ച് പിശാചുകൾ ഉണ്ടായിരിക്കും, ഓരോ ഏജൻറ്റ്, ഓരോ ഗൈഡ് ചെയ്യാൻ എന്തോരോ പണിയായിരിക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്യണ്ടേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഈവൻ പിശാചിന് പോലും എന്തേ ചെയ്യാൻ പറ്റുള്ളൂ. പിശാചിന് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾക്കുള്ളിലെ വൈകാരികതയെ ഒന്ന് ട്രിഗർ ചെയ്യാം. 100 നന്മകൾ ഉണ്ടാകുമ്പം ഏതെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് വലിയ സംഭവമായിട്ട് കഴിഞ്ഞടാ തീർന്നടാ നിൻ്റെതെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വലുതാക്കി കാണിച്ചു തരാം.
അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫോക്കസ് പോയി കഴിഞ്ഞാൽ ഫോക്കസ് അതിലേക്ക് എത്തിയോ, കണക്റ്റഡ് ആയോ, എന്താ കാണുന്നത്, കണക്റ്റഡ് ആയി എന്നുള്ളതിൻ്റെ ഉദ്ദേശം നമ്മളെ ഞെരുമ്പുകളിലൂടെ, സിരകളിലൂടെ, ബ്ലഡിലൂടെ ഒക്കെ പിശാച് വയ്ക്കുന്ന പോലെ ഇങ്ങനെ ഞെരുമ്പൊക്കെ വലിഞ്ഞ് മുറുകണ പോലെ എനിക്ക് ആകെ ആലോചിച്ചിട്ട് പ്രാന്താവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം താളം തെറ്റൂലേ. അപ്പോൾ ഉറപ്പിക്കുക ആര് കയറുന്നുണ്ട്, പിശാച് ഇങ്ങനെ കയറുന്നുണ്ട്. ഓൻ്റെ മേത്ത് പിശാച് കയറിക്കണമെന്നൊക്കെ പറയില്ലേ, എന്തോ നിൻ്റെ മേത്ത് കയറി, ഒന്നും കയറിയില്ല. പിശാച് ഒരു സ്വിച്ച് ഓണാക്കി നമ്മളത് അങ്ങ് തുറന്നു കൊടുത്തു, വാതിൽ തുറന്നു കൊടുത്തു. പിന്നെ മൂപ്പര് നമ്മളെ ബ്ലഡിലൂടെയും അതുപോലെ തന്നെ ഞെരുമ്പുകളിലൊക്കെ ഓടാന്ന് പറഞ്ഞ പോലെ കെമിക്കൽ റിയാക്ഷൻസ് ഓണാക്കി തരും. അപ്പോൾ നമ്മൾ വൈകാരികമായിട്ട് പലതും ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ഓവർ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിശാച് ഹാപ്പിയാണ്. കാരണം എന്താ, ഇനി ഓനായിക്കോളൂ, ഇനി എൻ്റെ ആവശ്യമില്ല, സെറ്റല്ലേ മോളെ, സെറ്റാ, എന്തൊക്കെ അലയ്ക്കും മറ്റൊക്കെ ഞാൻ ആലോചിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ആ ഇമോഷൻ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ബ്രെയിനിലേക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കും, ഇതേപോലത്തെ ഏതൊക്കെ ഫോൾഡർ ഉണ്ടോ ഒപ്പം എൻ്റെ ടേബിളിൽ എത്തണം. അപ്പോൾ തുടങ്ങും കഴിഞ്ഞ വർഷം, അതിൻ്റെ മുന്നത്തെ വർഷം, അത് മാത്രമല്ല കല്യാണത്തിന് മുന്നേ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിക്കാനായിട്ടാണ്, പിന്നെ വേറെയും കുറേ ആൾക്കാരെ എനിക്കറിയാം. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ കുട്ടിയുടെ ഫ്രണ്ട്സിൻ്റെ കുടുംബക്കാർ, അവരെ പാരൻസ് എങ്ങനെ, അവരെ തറവാട് എങ്ങനെയാണ്, അവരെ ഏത് നാട്ടുകാരാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ ഡാറ്റകളും നമ്മൾ പ്രോസസ്സ് ചെയ്ത് എങ്ങനെയൊക്കെ നമുക്ക് ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാക്കി മാറ്റാൻ പറ്റുമോ അങ്ങനെ നമ്മൾ ആക്കി തുടങ്ങും. ഇതെന്നാണ് നമുക്ക് ആദ്യം മോക്ഷം വേണ്ടത്. പ്രശ്നങ്ങളെ അതിൻ്റെതായിട്ടുള്ള ഡിഗ്രിയിൽ തന്നെ കാണാൻ പഠിക്കണം. പക്ഷെ നമ്മളെ മൈൻഡിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഇതാണ് ഇമോഷണലി ട്രിഗർ ആയി കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം, വേറെ ഒന്നും കാണില്ല. ചിലപ്പോൾ നമുക്ക് തന്ന പ്രശ്നങ്ങളുടെ ഒരു പ്രത്യേകത, ആ പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്യാനുള്ള റിസോഴ്സ് നമ്മുടെ അനുഗ്രഹങ്ങളിൽ ഉണ്ടാവും. ഇപ്പുറത്തെ മുറി പോയാൽ ഇത് സോൾവ് ചെയ്യാനുള്ള സാധനം കിട്ടും, പക്ഷെ നമ്മൾ ഈ മുറിയിൽ തന്നെ ഇരിക്കുക. മനസ്സിലായില്ലേ? അവിടെ എന്താ പ്രശ്നം അറിയോ, ആ മുറിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലർക്ക് തോന്നും പഠിച്ചതൊക്കെ തിരിച്ചടിക്കാൻ തുടങ്ങും, ഉൾട്ടാവാന്ന് അറിയും. നല്ല അറിവുകൊണ്ട് തന്നെ വെടുക്കാണോ കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ആ മുറിയിൽ ഇങ്ങനെ ഇരിക്കും, ആ മുറിയിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കലും തോന്നില്ല ഈ മുറിയിൽ നിന്ന് എനിക്കൊരു മോക്ഷമില്ല, ഈ മുറിയിൽ ഞാൻ കുറേ കാലം ഇരിക്കണോ. അങ്ങനെയല്ലേ റൂമി പറഞ്ഞത്, മുറിവുകളിലൂടെയാണ് വെളിച്ചം വരുന്നത്. എവിടെ വരണമെന്ന് പറഞ്ഞിട്ട് അത് ഇങ്ങനെ എൻ്റർടൈൻ ചെയ്യുന്നോണ്ടിരിക്കും. വൂണ്ട് ഈസ് ദ പ്ലേസ് വെർ ദ ലൈറ്റ് എൻറ്റേഴ്സ്. അതുകൊണ്ട് ഇത് ഞാൻ വിടൂല, ഇത് ഞാൻ കടിച്ചു പിടിച്ചിരിക്കും. അടുത്ത മുറിയിലേക്ക് ഓൾറെഡി വന്ന വെളിച്ചമുണ്ട്, അത് ഇങ്ങോട്ട് അടിച്ചാൽ മതി. ഇവിടെ പുതിയ കണക്ഷൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഇപ്പം വരും, എന്നിട്ട് പുതിയ കണക്ഷൻ തരും, ഇവിടേക്ക് ലൈറ്റ് പഠിക്കും, ഇലക്ട്രീഷ്യൻ വരും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ചില സമയത്ത് എന്നല്ല, ഒട്ടുമിക്ക സമയത്തും നമുക്കുണ്ടാകേണ്ട മറ്റൊരു മനോഭാവം, നമ്മുടെ അനുഗ്രഹങ്ങളിൽ ഉണ്ടായിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം. നമ്മൾ അതിലേക്ക് നോക്കിയാൽ മതി. ചില ചലഞ്ചുകൾ, ചില പ്രയാസങ്ങൾ നമ്മളിലേക്ക് വരുന്നത് നമ്മളിൽ ചില കഴിവുകളുണ്ട്, നമ്മൾക്ക് ചിലത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ എന്ന് ഓർമ്മിപ്പിക്കാനാണ്. അത് നീ മറക്കരുത്. അപ്പോഴാണ് വീണ്ടും ഒന്നും തുടങ്ങാനുള്ള അവസരങ്ങൾ മനുഷ്യർക്ക് വരാം, വീണ്ടും സ്ക്രാച്ചിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ വരാം. എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ നിന്ന് തന്നെ തുടങ്ങുക എന്ന് പറഞ്ഞ ഓർമ്മിപ്പിക്കലുകൾ പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ മനുഷ്യൻ മറന്നുപോകും, അവൻ്റെ കേപ്പബിലിറ്റിയെ പറ്റിയിട്ട് അവൻ അവെയർ അല്ലെങ്കിൽ. സോ ഗോയിങ് ത്രൂ GT ഗൈഡ് ടോക്കിലൂടെ കടന്നു പോകുമ്പം ഈ അലൈൻമെൻറ്റ് ഫേസും ഈ ഇരുത്തവും ഈ ഒരു അവെയർനെസ്സും ഈ ഒരു ഇൻഡക്ഷനും ഇത് വരുന്ന സമയത്ത് നാച്ചുറലി നമ്മളെ ബ്രെയിനിൽ പലപ്പോഴും നമ്മൾ കണ്ടംപ്ലേറ്റീവായിട്ട് ഓപ്പൺ അപ്പ് ചെയ്യാത്ത മെറ്റാ കോഗ്നിറ്റീവ് ആയിട്ടുള്ള കുറേ പ്രോഗ്രാമുകൾ ഇങ്ങനെ തുറന്നു വരും. ഇതിങ്ങനെ ആഴ്ചയ്ക്ക് ഒരു ദിവസം ഇങ്ങനെ ഈ കിതാബ് ഇങ്ങനെ തുറന്ന് നമ്മൾ മറ്റേ ഖുർആൻ ഓതാന്ന് പറഞ്ഞ പോലെ ഒന്ന് നമ്മളെന്ന് ഖുർആൻ കൂടി വായിക്കണം. നമ്മളൊരു വേദമാണ്, മനസ്സിലായില്ലേ? നമ്മളൊരു വേദമാണ്. നമ്മളെ വേദം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ദൈവമാകുന്ന തമ്പുരാൻ പഠിച്ചവൻ നമ്മുടെ ലൈഫിൽ ഇത്രയും കാലം സുന്ദരമായ രീതിയിൽ ഇടപെട്ടിട്ട് നമ്മളെപ്പോലും അതിശയിപ്പിക്കുമാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചത്, അതിലേക്ക് കൂടി നമ്മൾ നോക്കുമ്പോഴേ നമ്മൾ പുറത്ത് പാരായണം ചെയ്ത വേദം എൻ്റെ ജീവിതത്തിൽ എങ്ങനെ സംഭവിച്ചു നമുക്കറിയാൻ പറ്റാം. അപ്പം നമ്മളെന്ന വേദം ഒന്ന് എടുത്ത് തുറന്നു നോക്കണം. ആ തുറക്കാനുള്ള വഴി കൂടിയാണ് GT എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനും നമ്മളെ അറിയുന്നതിലൂടെ, നമ്മളിലൂടെ ചിന്തിക്കുന്നതിലൂടെ, നമ്മളെ അനലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെയും ദൈവത്തെയും അറിയാൻ വേണ്ടി പറ്റും. അതിലൂടെ മാത്രമേ ദൈവം ഓഫർ ചെയ്തിരിക്കുന്ന, പഠിച്ചോൻ ഓഫർ ചെയ്തിരിക്കുന്ന സമാധാനം, സന്തോഷം, മാറ്റം, വിജയം എന്ന് പറഞ്ഞ സാധനമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതാണ് കത് അഫ്ലഹമൻ സക്കാഹ വക്കത് ഹാബുമൻ ദസ്സാഹ അല്ലെ. ആരാട്ടും അവനവനെ സംസ്കരിച്ചത്, ആരാണോ അവനവനെ സ്ഫുടം ചെയ്തെടുത്തത് അവർ വിജയിച്ചു എന്നാണ്. സോ സക്സസിൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ സംസ്കരണമാണ്. സംസ്കരിക്കാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഒരു വിഷയത്തെ സംസ്കരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അതിനെ എടുത്തിട്ട് എന്ത് ചെയ്യണം, ആ വിഷയത്തെ എടുത്തിട്ട് അതിനൊന്ന് അനലൈസ് ചെയ്യണം, അതിലേക്കൊന്ന് നോക്കണം. എങ്ങനെ അനലൈസ് ചെയ്യണം? അനലൈസ് ചെയ്യാൻ ഇൻ ദ സെൻസ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചില ഈ വേസ്റ്റൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന അടുത്തുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരത് വളരെ പ്രൊഫഷണലി അതിനെ മീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് അവരുടെ ശരീരത്തിൽ ഒരു തരത്തിലും വേസ്റ്റ് ആകാത്ത രീതിയിലും അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമ്മൾ ചിലപ്പോൾ വീട്ടിലെവിടെയും പെട്ടെന്നൊരു വേസ്റ്റ് ഒന്ന് അത് ക്ലീൻ ആക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സ്മെല്ലോണ്ട് തന്നെ അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. എന്നാലും ബുദ്ധിമുട്ടിക്കൊണ്ടായിരിക്കും അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക.
പല ആൾക്കാരും പ്രശ്നങ്ങൾ നേരിടൽ ഈ അവസ്ഥയിലാണ്. ഒരു പ്രിക്കോഷനൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്ന് കരുതിയിട്ട് അതിൽ പോയിട്ട് അങ്ങ് ഇടപെടുമ്പോൾ അതിൻ്റെ സ്മെല്ലും അതിൻ്റെ തിരിച്ചടിയൊക്കെ കിട്ടിയിട്ട് ഇനി ഞാൻ ഈ വഴിക്കില്ല, നല്ലതെന്ന് കരുതി ഞാൻ പോയതാണ്, ഈ ഒരു തവണ കൊണ്ട് ഒരു ചാൻസ് കൂടി കൊടുക്കാം, ഒന്നുകൂടി സംസാരിച്ച് നോക്കാം, നല്ലതാണ്, കുടുംബബന്ധമല്ലേ, മുറിക്കേണ്ടല്ലോ എന്ന് കരുതി ഞാൻ പോയതാണ്, പക്ഷെ ഓരോ നാവെന്ന് വന്ന വർത്താനം, ഓരോ വായത്തും വന്ന വർത്താനം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സംസ്കരിക്കാൻ പോയ ആൾക്കാർ ഏകദേശം അതും അവരെ മേലാക്കിയിട്ട് ഇങ്ങോട്ട് പോരും. എന്നിട്ട് വീട്ടിലുള്ളവർക്കൊക്കെ അതിൻ്റെ ഷെയർ കൂടി കൊടുക്കും. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്, നിങ്ങളും കൂടി എടുത്തോളി എന്ന് പറഞ്ഞിട്ട്, നീ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് മോളെ, പിന്നെ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയത്, ഞാൻ എപ്പോഴേ പറഞ്ഞില്ല അങ്ങോട്ട് പോകണില്ല എന്ന്. അന്നത്തെ ദിവസം വീട്ടിലെല്ലാവർക്കും അതിൻ്റെ ഷെയർ കിട്ടും. അവർക്ക് സംസ്കരണത്തിൻ്റെ സംസ്കാരമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമസ്കാരങ്ങളൊക്കെ തന്നെ നമ്മൾ സംസ്കരണത്തിൻ്റെ സംസ്കാരമാണ് പഠിപ്പിക്കേണ്ടത് അല്ലേ? നമസ്കാരങ്ങളൊക്കെ നിങ്ങൾ ദൈവവുമായിട്ട് എന്താ പറയുക, ഒരു കൂടിക്കാഴ്ച നടത്താണ്, മുനാജാത്താണ് പ്രെയർ എന്ന് പറയുമ്പം. അപ്പോൾ ആ പ്രെയറിൽ എത്തുന്ന സംഭവിക്കുന്നത് നിങ്ങളും ദ ഡിവിനിറ്റിയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആ കണക്ഷൻ കറക്റ്റായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളവിടെ നമസ്കരിക്കുകയാണ്. ദാറ്റ് മീൻസ് നിങ്ങളെ സമർപ്പിക്കുകയാണ്. ആ സമർപ്പണത്തിൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഏത് പ്രശ്നത്തെയും സംസ്കരിച്ചെടുക്കാനുള്ള ഒരു കവചമാണ് കിട്ടുന്നത്. ആ കവചം കൊണ്ടാണ് നിങ്ങൾ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പം കുറച്ചുകൂടി ബെറ്ററായിട്ട്, കുറച്ചുകൂടി ബെസ്റ്റായ രീതിയിൽ കഴിഞ്ഞ ജീറ്റിൽ ഞാൻ പറഞ്ഞു, റിയാക്ഷൻ അപ്പുറത്തേക്ക് റെസ്പോൺസ് എന്ന സിസ്റ്റത്തിലേക്ക് നിങ്ങൾ മാറിയിട്ട് ആ പ്രശ്നത്തെ കുറച്ചുകൂടി ഈസിയായ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള വഴികൾ കിട്ടും. കാരണം നമ്മുടെ ബ്രെയിനിന് ഒരു വിഷയത്തിന് തന്നെ മില്യൺസ് ഓഫ് വേയിലൂടെ സോൾവ് ചെയ്യാൻ അറിയാം. ആ മില്യൺസ് ഓഫ് വേയും നിങ്ങൾ പഠിപ്പിച്ചിരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് പഠിച്ച ജീവിതം കൊണ്ട് 3-4 പ്രശ്നങ്ങൾ നിങ്ങളുടെ കഴിവ് കൊണ്ട് സോൾവ് ചെയ്യാനുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എന്താ തമ്പുരാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു പാഠത്തിലൂടെ, അങ്ങനെ ഒരു പഠനത്തിലൂടെ, അങ്ങനെ ഒരു എക്സ്പീരിയൻസിലൂടെ നിങ്ങളെ കടത്തി വിട്ടിട്ട് അതിൻ്റെ ഒരു ഡാറ്റ, അതിൻ്റെ ഒരു ഇൻപുട്ട് നിങ്ങളുടെ ബ്രെയിനിൽ കൊടുത്തിട്ട് അതെന്താക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇതുപോലെ 1000കണക്കിന് 10000കണക്കിന് ഇഷ്യൂസ് വന്നാലും ഈ ഇൻഫർമേഷൻ വെച്ചിട്ട്, ഈ എക്സ്പീരിയൻസ് വെച്ചിട്ട് സോൾവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ബിൽഡിംഗ് ആണ് പഠിച്ചോന്ന് ഉദ്ദേശിക്കുന്നത്. എന്നാൽ കുറച്ച് ആൾക്കാരുണ്ട്, അവർ ആ കേപ്പബിലിറ്റി ബിൽഡിങ്ങിനെ കട്ട് ചെയ്യും. ഇവർക്കൊരു എക്സ്പീരിയൻസ് വന്നു, അതിനവർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് റിസോൾവ് ചെയ്തു, ഡൺ. പക്ഷേ ആ റിസോൾവ് ചെയ്തെന്ന് അവർക്കൊരു കേപ്പബിലിറ്റി, ഒരു സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവർ ചിലപ്പോൾ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് വല്ലാത്തൊരു പരീക്ഷണമായിരുന്നു, എങ്ങനെയൊക്കെയോ ഞാൻ കഴിച്ചിലായി. എങ്ങനെയൊക്കെയോ എന്ന് പറയുമ്പോൾ ഒരു ചോദ്യമുണ്ട്. എങ്ങനെയൊക്കെയോ എന്ന് പറയുമ്പോൾ എങ്ങനെ? യു ഫൈൻഡ് സം പാറ്റേൺസ്. നിങ്ങളതൊന്നും പാഠം ഉൾക്കൊണ്ടിട്ടില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ അടുത്തൊരു പ്രശ്നം വരും. അടുത്ത പ്രശ്നം തന്നത് കഴിഞ്ഞ പ്രശ്നത്തിലെ കേപ്പബിലിറ്റി ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ നിങ്ങളെ ട്രയൽ ചെയ്യാണ്. യു ആർ ഗെറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്. പക്ഷെ നമ്മളെങ്ങനെ അതിനെ പെർസീവ് ചെയ്യണം? ഒന്ന് കഴിഞ്ഞില്ല, അപ്പോഴത്തേക്ക് അടുത്തത്. സോ വി ആർ പെർസീവിങ് സച്ച് എ വേ. പഠിച്ചോന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ജനറേറ്റീവ് ഇൻ്റലിജൻസിൽ ഇത് ജനറലൈസ് ചെയ്യണം. ഇങ്ങനത്തെ ഒരു 5-10 കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ഒരു പ്രശ്നമേ ആവില്ല. നിങ്ങൾ ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യണ മുന്നേ തന്നെ നിങ്ങളുടെ അൺകോൺഷ്യസ് സ്റ്റേറ്റ് അതിനെ ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. Because our brain has the capability and tendency to predict things. Predictive intelligence എന്ന് പറയുന്ന ഇൻ്റലിജൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാര്യം നടക്കാൻ സാധ്യത ഉണ്ടെന്ന് മുൻകൂട്ടി കണ്ട് തന്നെ ചില പ്രിക്കോഷൻസ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണ പോലെ നമ്മുടെ ലൈഫിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ചില സമയത്ത് നമ്മുടെ ബ്രെയിന് നമ്മളോട് പറയാറുണ്ട്, സാധാരണ അതിലല്ലേ പോക്ക്, ഇന്നില്ലേ പോവാം, ഒന്ന് മാറ്റി പിടിക്കാം. വെറുതെ ഒരു തോന്നൽ, ഫേവറിറ്റ് പാത്താണത്, പക്ഷെ എന്നാലും ഇന്ന് ഈ വഴിക്ക് പോകാം, വെറുതെ പറഞ്ഞാൽ. പക്ഷെ പോയി നോക്കുമ്പോഴാണ് വൈകുന്നേരം വാർത്ത കാണുന്നത്, ആ വഴിക്ക് പോയൊരു മണ്ണിടിച്ചിലുണ്ടായി, കുറേ ആൾക്കാർ മരണപ്പെട്ടു. പഠിച്ചോൻ കാത്തിട്ടോ, പഠിച്ചോൻ തോന്നിപ്പിച്ചതാണ് അങ്ങനെ. അപ്പോൾ എങ്ങനെയാണ് അത് സംഭവിച്ചത്? ചില ആൾക്കാർക്ക് മാത്രം ഗൈഡൻസ് വരുമ്പോൾ, രക്ഷ വരുമ്പോൾ അവരുടെ ബ്രില്യൻസിൽ നിന്നും ഇൻ്റലിജൻസിൽ നിന്നും ഇൻറ്റ്യൂട്ടീവായിട്ട് ദേ ആർ ഗെറ്റിംഗ് ദ ഗൈഡൻസ് ടു ചേഞ്ച് ദ പാത്ത്. ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്യാണ്. ഇപ്പോൾ മുൻകൂട്ടി തന്നെ നമുക്ക് വരാനിരിക്കുന്ന പണികളൊക്കെ വഴിതിരിച്ച് വിടാനുള്ള സിസ്റ്റം നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മൾ ആ സിസ്റ്റത്തെ കറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് മാറ്റർ. ചില സമയത്ത് അത് വർക്കാവും, ചില സമയത്ത് അത് വർക്കാവില്ല. മറ്റുള്ളവരുടെ ചിലോളത് ശരിയാവും, ചിലോളത് ശരിയാവില്ല. കണ്ണും പൂട്ടി വീശിക്കുമെന്ന് പറയാം. നമ്മളെ നാട്ടിൽ കണ്ടത്തിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അടിക്കാറ്, ഈ കണ്ണും പൂട്ടി വീശിക്കും, ഏതെങ്കിലുമൊക്കെ തട്ടും. എന്ന കൊല്ലത്തിൽ ചിലതൊക്കെ 6 ആവും, അടിപൊളി നടക്കുന്നുണ്ട്. എന്ന കൊല്ലത്തിലാണ് ചിലരുടെ പ്രഡിക്റ്റീവ് ഇൻ്റലിജൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് വി ആർ ബ്ലെസ്ഡ് വിത്ത് പ്രഡിക്റ്റീവ് ഇൻ്റലിജൻസ്. പക്ഷെ അതിനെ കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നിരീക്ഷിക്കണം. ഒബ്സർവേഷൻ സ്കില്ല് അത്യാവശ്യമാണ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരാണ് നമ്മൾ നല്ല നിരീക്ഷണ പാഠമുള്ള ആൾക്കാരെ നമ്മൾ വിഷനറി എന്ന് പറയാം അല്ലേ? വിഷണറീസ്, അതായത് അവർക്ക് നിരീക്ഷണ പാഠമുണ്ട്, മുൻകൂട്ടി കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ വിഷണറീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മൊമെൻറ്റിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല, ലോങ് ടേമിലേക്ക്, അതായത് 10 വർഷം കഴിഞ്ഞാലും 100 വർഷം കഴിഞ്ഞാലും ഒരു പ്രശ്നം ഉണ്ടാവാത്ത രീതിയിലേക്ക് സെറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ നാട്ടിലെ ചില ബ്രിഡ്ജസൊക്കെ വർഷങ്ങളായിട്ട് പൊളിയാണ്ടിരിക്കുന്നത് കാണുമ്പം പഴമക്കാർ പറയാറുണ്ട്, അത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ബ്രിഡ്ജ്, അതുകൊണ്ടാണ്.
എന്താ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ പ്രഡിക്ഷൻ്റെ പ്രത്യേകത? അവർ മുൻകൂട്ടിയിട്ട് അവരുടെ ടെക്നോളജി ഇത്ര വർഷത്തേക്ക് മുൻകൂട്ടി കണ്ടിട്ടാണ് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് എത്ര കാലം കഴിഞ്ഞാലും. എന്നാൽ നമ്മുടെ അവസ്ഥ ആലോചിക്കുക, ചില പ്രശ്നങ്ങൾ വരുന്നു, നമ്മളൊരു പാലം പണയുന്നു. എങ്ങനത്തെ പാലം പണിയുന്നത്? താൽക്കാലിക പാലം. ദാറ്റ് മീൻസ് കുറച്ച് സമയത്തേക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു പാലം ഉണ്ടാക്കി, പിന്നെ അത് പൊളിഞ്ഞു. അടുത്ത പ്രശ്നം വീണ്ടും ഒരു പാലം പണിയണം. അത് പാലം പണിഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ നമ്മൾ ടയർഡായിക്കൊണ്ടിരിക്കും. അപ്പോൾ ചില ആൾക്കാർ മൊമെൻ്ററിലി ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ്ലി മാത്രമാണ് പ്രോബ്ലം ഫിക്സ് ചെയ്യാൻ വേണ്ടി ചില വഴികൾ കണ്ടുകൊണ്ടിരിക്കണേ. ഞാൻ എപ്പോഴും പലരോടും ചോദിക്കാറുള്ളത്, വൈ കാൺ യു തിങ്ക് ഓഫ് മേക്കിംഗ് എ ലോങ് ടേം സൊല്യൂഷൻ, ഫൈൻഡിങ് എ ലോങ് ടേം സൊല്യൂഷൻ? കാലാകാലത്തേക്ക് അത് നിങ്ങളുടെ സൊല്യൂഷൻ ആവാൻ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. കുറച്ചൊരു ബുദ്ധി, കുറച്ചൊരു സാബു അറിയില്ലേ? സാമാന്യ ബുദ്ധി, സാമാന്യ ബുദ്ധി. അപ്പോൾ കുറച്ചൊരു സാമാന്യ ബുദ്ധി നമ്മൾ ഉപയോഗിച്ചാൽ വർക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ മിക്കവാറും പല ആൾക്കാർ സാബുവിനെ അസ്ഥാനത്ത് ഉപയോഗിക്കാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പേക്ക് അടുത്തത്, ഒന്ന് കഴിഞ്ഞിട്ടുള്ളൂ അപ്പേക്ക് അടുത്തത് എന്ന് ചിന്തിക്കുന്ന ആൾ ബ്രെയിനിൽ കണക്ട് ചെയ്യേണ്ടത്, നമ്മുടെ ബ്രെയിനിൽ ഈ ന്യൂറൽ നെറ്റ്വർക്ക് ഇങ്ങനെ കണക്ട് ചെയ്യും. ഓരോരോ എക്സ്പീരിയൻസ് ആവർത്തിക്കുമ്പോൾ അത് കണക്ട് ചെയ്ത് ഇവർ ഒരേ ടീമാണെന്ന് ഉറപ്പിക്കണം. ദാറ്റ് മീൻസ് നിങ്ങൾ ഒരു തവണ ഡ്രൈവ് ചെയ്യാൻ പോയി, അപ്പോൾ ബ്രെയിനിൽ കുറച്ച് സ്പാർക്ക് ഉണ്ടായി, ആകെ സീനാണ്, ക്ലച്ച് ഗിയർ ആക്സിലറേറ്റർ ഒക്കെ മാറിപ്പോയി. മനസ്സിലായി? ശ്രീനിവാസനെ മറ്റേ മാമുക്കോയെ പഠിപ്പിച്ചാൽ ഗിയർ എവിടെ, ബ്രേക്ക് എവിടെ എന്ന് ചോദിച്ച അവസ്ഥയിൽ ഒന്നും കണക്റ്റിംഗ് ആവുന്നില്ല. ഇതന്നെയാണ് ഫസ്റ്റ് മാത്സ് ക്ലാസ്സിൽ ഇരുന്നാലും എഞ്ചിനീയറിംഗ് ക്ലാസ്സിൽ എവിടെ ഇരുന്നാലും ആദ്യത്തെ അവസ്ഥ. ആർക്കും കണക്റ്റിംഗ് ആവില്ല. എൻ്റെ ക്ലാസ്സിൽ വന്നാലും കണക്റ്റിംഗ് ആവില്ല എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല. മനസ്സിലായല്ലേ? ഇപ്പം ചിലർ ഇങ്ങനെ പറയും, ആള് ആത്മഹത്യയുടെ വക്കീലാണ് നിൽക്കണം, എന്താ ചെയ്യാൻ പറ്റുക? എനിക്കിപ്പോൾ വീട്ടിൽ പോകാനൊന്നും പറ്റില്ലല്ലോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കേടാ? അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ആൽക്കെമിസ്റ്റ് അല്ലെങ്കിൽ റൂമി റൂട്ട്സ് ഒക്കെ ഉണ്ട് യൂട്യൂബിൽ, അതൊന്ന് കാണാൻ പറയും. അപ്പോൾ ഇതിങ്ങനെ ഇവരിങ്ങനെ പറയില്ല, അത് കണക്റ്റിംഗ് ആവും തോന്നില്ല, ഗൈഡ് കുറച്ച് കട്ടിയിലല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണേ, അപ്പോൾ കണക്റ്റിംഗ് ആവും തോന്നുന്നില്ല. ഞാൻ ഒരു 2-3 തവണ എങ്ങനെയെങ്കിലും കാണിപ്പിക്കുക, ആ കാറ്റടിക്കുമ്പോൾ പിന്നെ കണക്റ്റിംഗ് ആവും, ലാംഗ്വേജ് കണക്റ്റിംഗ് ആവും. പിന്നെ കാണാൻ പറഞ്ഞിട്ട് പറഞ്ഞു, യെസ്. ഇപ്പോൾ ലാസ്റ്റ് വീക്കിൽ ഒരാൾ പറഞ്ഞു ഇതേപോലെ സൂയിസൈഡൽ ടെൻഡൻസി നിൽക്കുമ്പോൾ ഇതേപോലെ ആൽക്കെമിസ്റ്റ് സജസ്റ്റ് ചെയ്തു. ജസ്റ്റ് കണ്ടിരുന്നപ്പോഴേക്ക് സാന്റിയാഗോൻ്റെ കൂടെ അങ്ങ് കൂടിയപ്പോൾ മൂപ്പര് പിന്നെ മറന്നുപോയി. പിന്നെ അവിടെ എത്തി. ഇനിയിപ്പോൾ ഇന്ന് കയറ് തൂങ്ങണോ അല്ലെങ്കിൽ മറ്റേ ഫുഡിലടിക്കണോ എന്നുള്ള സാധനം മാറ്റിയിട്ട് ഫാത്തിമനെ കാണോ, ഫാത്തിമ കിട്ടോ, അതെന്തായിട്ടുണ്ടെന്ന് ആ ക്യൂരിയോസിറ്റി അങ്ങ് മാറും. ബിക്കോസ് എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മുടെ സൂയിസൈഡൽ തോട്ട് അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്യാന്നുള്ള തോട്ട്, ബ്രേക്ക് ചെയ്യാന്നുള്ളൊക്കെ തോട്ട് ഒരു സ്പെസിഫിക് വൈബ്രേഷനിലാണ്. അതേ വൈബ്രേഷൻ തന്നെ കവച്ച് വെക്കണം നമ്മുടെ ഉള്ളിൽ. അനദർ വൈബ്രേഷൻസ് നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട്, പുതിയത് കയറ്റൊന്നും വേണ്ട, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പക്ഷെ അത് ഓണാവാത്തതാ പ്രശ്നം. അത് മോട്ടിവേഷൻ കൊണ്ടല്ല ഓണാക്കേണ്ടതും. മോട്ടിവേഷൻ കൊണ്ട് ഓണാക്കിയ ഭയങ്കര പ്രശ്നമാണ്. ഈ ചില സമയത്ത് നമ്മൾ പെയിൻ കില്ലർ അടിക്കുന്ന പോലെയാണ്, പിന്നെ ഡോസ് കൂട്ടി കൊടുക്കേണ്ടി വരും. അത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ നല്ലതും ഫലിക്കാത്ത അവസ്ഥയിലെത്തും. ബിക്കോസ് ഇറ്റ്സ് എ കെമിക്കൽ റിയാക്ഷൻസിനാണ് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതല്ല, വി ഹാവ് ലൈറ്റ്, വി ആർ ലൈറ്റ് ബീങ്സ്. ബേസിക്കലി നമ്മൾ ആരാ ചോദിച്ചാൽ നമ്മൾ വെളിച്ചമാണ് അല്ലേ? നമ്മൾ വെളിച്ചമാണ്, വി ആർ ലൈറ്റ്. നമുക്കുള്ളിൽ ലൈറ്റാണല്ലേ. ആ ലൈറ്റിൽ നിന്നും ഗൈഡൻസ് വരണം. ദ നൂറാനിയ ഡൈമെൻഷൻസ്, നോട്ട് ദ നാർ ഡൈമെൻഷൻസ്. അപ്പം നമുക്കുള്ളിലെ പ്രകാശബോധത്തിൽ നിന്നും ഗൈഡൻസ് വരാണെങ്കിൽ ഇറ്റ് വിഡ് ബി അമേസിങ് എന്നുള്ളതാണ്. ആ പ്രകാശം അടിക്കുമ്പോഴേക്ക് തന്നെ നമുക്കുള്ളിലെ ഫയർ പാർട്ടിക്കിൾസ് മൊത്തം, അതായത് ആ തീയുടെ നാറിൻ്റെ ഫയർ പാർട്ടിക്കിൾസ്, നമുക്കിപ്പം മരിക്കണം തീർന്നു പോയി തോന്നുന്ന അതേ സാധനത്തിൽ നിന്ന് നമുക്ക് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തുള്ള ബ്ലെസ്സിങ്സ് മനസ്സിലാക്കാം. അത് നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കരിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളെ പൊരിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും ഫ്രൈ ചെയ്യുന്ന തീയിലേക്കാണ് നോക്കണേ. ഫ്രൈ ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന വിഭവത്തെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നില്ല. കാരണം അവർ ഒരു പടി മുകളിലേക്ക് നോക്കിയാൽ ഫ്രൈയിങ് പാന് കാണായിരുന്നു, അതിൻ്റെ മുകളിൽ എന്താ വെച്ചതെന്ന് കാണായിരുന്നു. ഇതൊന്നും കാണാതെ നേരെ വിറകുകൊള്ളിയും അടുപ്പും തന്നെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതാണ് പരിപാടി. അപ്പോൾ ഉമ്മ അടുക്കളയിൽ കയറണം എന്തിനാണ്? തീ കത്തിക്കാൻ. ഉമ്മ എന്തൊക്കെയോ ചുട്ട് കരിച്ചുകൊണ്ടിരിക്കുകയെന്ന് തോന്നിക്കൊണ്ടിരിക്കുക. വിറക് കത്തിക്കണേ കാണുമ്പോൾ ബാക്കിയുള്ളവർ തെറ്റിദ്ധരിക്കണം എന്താ, ഇത് മൊത്തത്തിൽ ഇട്ടിട്ട് വിറകിനെ എങ്ങനെ ഉമ്മ കരിച്ചുകൊണ്ടിരിക്കുകയെന്നാ, വിറകിനെ നിന്നും തീ ഉണ്ടാക്കുകയാണ്, അത് വേറെന്തോ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ആരും കാണുന്നില്ല. എന്താ പറഞ്ഞാൽ ഒരു പടി മുകളിൽ കാണാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞൊരു ഡിവൈൻ അവെയർനെസ്സിൽ ഉണ്ടാകുന്ന ലാക്കിങ്. അപ്പോൾ ആ സമയത്ത് പലരും പണിഷ് ചെയ്യുന്ന ഒരാൾ, ട്രയൽ ചെയ്യുന്ന ഒരാൾ മാത്രം തമ്പുരാൻ എന്ന് ചിന്തിക്കുന്നിടത്ത് അവർ കാണുന്നത് മൊത്തം എന്തായിരിക്കും? അവർക്ക് അങ്ങനെ കണ്ടാൽ മതി എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ അവർ അത് മാത്രം പെറുക്കിയെടുക്കും. കോണ്ടെക്സ്റ്റുകൾ ഫ്രൈ ചെയ്യുന്നു, കരിക്കുന്നു, അങ്ങനെ ആക്കുന്നു, ഇങ്ങനെ പരീക്ഷിക്കുന്നു, അങ്ങനെ തുടങ്ങി ഒരുപാട് സാധനങ്ങളെ കാണുള്ളൂ. പക്ഷെ അതിൻ്റെ മുകളിലേക്ക് ഒരു പടി മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു വിഭവം കുക്ക് ചെയ്യാനതൊക്കെ ആക്കിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല എന്നുള്ളത് ആൾക്കാർ ചിന്തിക്കുന്നില്ല. സോ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലൂടെ നമുക്ക് വേണ്ടത് സാമാന്യ ബുദ്ധിയിൽ നിന്നും നമ്മുടെ ബ്രെയിന് എപ്പോഴും 2 രീതിയിൽ പ്രോസസ് ചെയ്യും.
ഒന്നെങ്കിൽ ന്യൂറോൺസ് ഇങ്ങനെ കണക്ട് ചെയ്ത് സെയിം എക്സ്പീരിയൻസുകളെ കൂട്ടുണ്ടാക്കിയിട്ട് ന്യൂറൽ പാത്ത് അല്ലെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാന്ന് പറയും. പല ആൾക്കാർക്കും ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടായത് പ്രശ്നങ്ങളുണ്ടായി, അതൊന്നും അവർ ടേക്ക് വയ്ക്കി വെച്ചത് അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. എങ്ങനെയോ ഞാൻ രക്ഷപ്പെട്ടു, കഴിഞ്ഞു. അടുത്ത വരുമ്പോൾ അടുത്ത സെഗ്മെൻറ്റാണ്, അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു, അതും ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടാട്ടോ, എന്താ ലൈഫ് ഇങ്ങനെ എന്ന് പറയുമ്പം അവർ ന്യൂറൽ കണക്ടിവിറ്റിയിൽ ഓരോ എക്സ്പീരിയൻസിനും ഓരോ ന്യൂറൽ കണക്ടിവിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അവരതിനെ സേവ് ചെയ്തിരിക്കുന്നത് എന്തായിട്ടാണ്? പരീക്ഷണം, പ്രശ്നം, വല്ലാത്തത്, ഈ ഫീലിംഗാണ് കിട്ടുന്നത്. ഇതേ 10 പരീക്ഷണങ്ങൾ അനുഭവിച്ച ഒരാൾക്ക് 10 തരം അനുഭവങ്ങൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ അവർക്ക് മൈൻഡിൽ ഓഫ് എന്നുള്ളൊരു ഫീലിംഗ് ആണെങ്കിൽ ഓഫ് എന്നുള്ള ഫീലിംഗ് വരുമ്പോഴത്തേക്ക് ആ അനുഭവങ്ങളൊക്കെ ഉണരും. ഇനി അങ്ങനെ സേവ് ചെയ്ത് വെച്ച 10 അനുഭവങ്ങളുടെ ഫോൾഡർ പെട്ടെന്ന് പുതിയൊരു എൻ്റെ പഠിച്ചോനെ എന്നുള്ളൊരു അനുഭവം വരാം. ഇത് വരുമ്പോഴേക്കാൻ എന്ത് ചെയ്യും? ഈ ഇമോഷൻ ട്രിഗർ ചെയ്യുമ്പോഴേക്ക് അതിനൊരു സ്പെസിഫിക് കീ ഉണ്ടായിരിക്കും. കുറച്ച് മുന്നേ ഉള്ള ഒരു ഗൈഡ് ടോക്കിൽ ഞാൻ പറഞ്ഞു ബ്രെയിനിന് ചില കോഡുകളുണ്ട് അല്ലേ, ആ കോഡ് കണക്ട് ചെയ്ത് അപ്പം ബ്രെയിൻ അത് ഓണാക്കും. അപ്പോൾ അതേപോലെ തന്നെ ചില ആൾക്കാരുണ്ട് പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുമ്പോഴേക്ക് അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് വരുന്ന കുറച്ച് സാധനമുണ്ട്. നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ വന്നാൽ ആ ഫോൾഡർ ഓണാക്കുന്ന കീ എന്താണ്? ഒരു പ്രശ്നം എന്തെങ്കിലും വരുമ്പോഴേക്ക് നിങ്ങൾ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഒന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ടോൺ കിട്ടും. ആ ടോണ് നിങ്ങൾ ഓൺ ആക്കുമ്പോഴത്തേക്ക് ആ പ്രശ്നം മാത്രമല്ല, ആ പ്രശ്നത്തിന് ടാക്സും GSTയും അഡീഷണൽ ഇൻകം എന്തൊക്കെ ഉണ്ട് അതൊക്കെ ആഡ് ചെയ്തിട്ട് പഴയ സാധനത്തിൽ ഇങ്ങനെ വരിവരിയായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വരും. നമ്മൾ ബ്രെയിനിന് ഇങ്ങനെ കണക്ഷൻ കിട്ടും. കാരണം ആ നെറ്റ്വർക്ക് നമ്മളിങ്ങനെ വലിച്ചെടുക്കുകയാണ്. കാരണം ആ സ്വിച്ച് ഇട്ടാൽ ഇത് മൊത്തത്തിൽ വരും. പിന്നെ നമ്മൾ വേറെ ഒന്നും കാണൂല, നമുക്ക് അതേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാണുള്ളൂ എന്നുള്ള. നമുക്ക് ഓരോരുത്തർക്കും അതുണ്ടാക്കി. ഇപ്പോൾ ചില ആൾക്കാർക്ക് ചില പ്രശ്നം എൻ്റെ പടച്ചോനെ, ഈ ഒരു ആ ടോൺ ഉണ്ട്, എൻ്റെ പടച്ചോനെ, ആ സ്ട്രെസ് ഉണ്ടല്ലോ, ആ ടോൺ ഉണ്ടല്ലോ, ആ ടോൺ വരുമ്പോഴത്തേക്ക് ഇനി എന്ത് പ്രശ്നമാണ് വരാൻ പോകണമെന്നല്ല ബ്രെയിൻ നോക്കണത്. ഇത് ഏതായിട്ട് കണക്റ്റഡാ? കഴിഞ്ഞ 10 ഐറ്റല്ലേ അതിന് കണക്റ്റഡാ. അതോടുകൂടി ആ 10 ആൾക്കാരെ എനർജി കൂടി എന്ത് ചെയ്യാൻ തുടങ്ങും? 10 അനുഭവങ്ങളുടെ എനർജി കൂടി ഈ പ്രശ്നത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ട് ചിന്തിക്കാൻ തുടങ്ങും. നമ്മുടെ ചിന്ത കറക്റ്റ് ആയിരിക്കുമോ? ഒരിക്കലായിരിക്കില്ല. ഇതാണ് ഒരു പ്രോബ്ലം, ഒരു കണക്ടിവിറ്റി പ്രോബ്ലം. ഇങ്ങനെ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ആയി കഴിഞ്ഞാൽ ഇവർക്ക് എന്നും നമ്മൾ തീറ്റ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ പഠിച്ചോനെ ഇനി എന്താണാവോ, ഇത് ശീലിച്ചു പോയവർ വെറുതെ ആവശ്യമില്ലാത്തടത്ത് കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യും. ശീലിച്ചു പോയി, നാമത് ഇങ്ങനെ വീണുവാണ്. അപ്പോൾ വേണ്ടോടത്തും വേണ്ടാടത്തോടത്തും ഒക്കെ എന്ത് ചെയ്യും? ഇത് കൊണ്ടിടും. ഞാൻ പഠിക്കുന്നവർ എന്ന് പറയാൻ പറ്റില്ല, പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളിൽ പലപ്പോഴും പഠിക്കുന്ന കുട്ടികൾ അങ്ങനെ പറയില്ല, പിന്നെ അഭിനയിക്കുകയൊക്കെ ചെയ്യും ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്നൊക്കെ. അതൊരിക്കൽ വേറെ ട്രിഗറാണ്. അങ്ങനെ പറയുമ്പോഴാണ് ഒരിക്കൽ സാധനം വരാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആധ്യാത്മിക പാഠങ്ങൾ അത്രത്തോളം എളിമയോടുകൂടി എടുക്കുന്ന കുറച്ച് ആൾക്കാർ പഠിപ്പിച്ചിട്ടാണ്. അതായത് നമ്മളൊന്നും അല്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ, എത്ര അറിഞ്ഞാലും നമുക്കൊന്നും അറിയില്ല എന്ന് പറയണം. അതാണ് ഹംബിൾനെസ് എന്നൊക്കെ പഠിച്ചില്ലേ, അത് കറക്റ്റ് പഠിപ്പിച്ചാൽ കാണാം. സ്കൂളിലൊക്കെ പോയാൽ എക്സാം ഹാളിൽ കയറി ഞാനൊന്നും പഠിച്ചില്ല, എനിക്കിന്നലെ ഒന്നും പഠിക്കാൻ പറ്റിയില്ല. ഇതിങ്ങനെ പറയുമ്പോഴാണ് ഓർക്ക് ഉള്ളിലുള്ള സാധനമാണ് അവരങ്ങനെ ട്രെയിൻ ചെയ്ത് വെച്ചാൽ. അതുകൊണ്ടാണ് ഞാൻ പഠിച്ചിക്കണെന്ന് എങ്ങാനും പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കുറേ ഫയറിങ് വരും, കുറേ പ്രശ്നങ്ങൾ വരും. അപ്പം നമ്മുടെ ഒരു സേഫ്റ്റിക്ക് പറയലുണ്ട്. ഇതുപോലെ നമ്മുടെ ബ്രെയിന് ചില കാര്യങ്ങൾക്ക് കോഡ് ചെയ്യുന്ന ചില രീതിയുണ്ട്. അപ്പോൾ ശീലിച്ചു പോയതായിരിക്കും. ഞാൻ പറഞ്ഞത് അസ്ഥാനത്ത് വരെ കൊണ്ടുപോയിട്ട് അവരെന്ത് ചെയ്യും ഉപയോഗിക്കുന്നില്ല. ചിലപ്പോൾ ക്ലാസ്സിലൊരു സാധാ ടെസ്റ്റ് ആയിരിക്കും, അത് മലയാളത്തിലെ 2ാമത്തെ ചാപ്റ്റർ ആയിരിക്കും. ഒരു പണിയിലെ കത്തി വെക്കുന്ന പരിപാടിയേ ഉള്ളൂ. ഒന്നെങ്കിൽ വിമർശനക്കുറിപ്പ് എഴുതാ, അല്ലെങ്കിൽ ആസ്വാദനക്കുറിപ്പ് എഴുതാ. ഏത് കുറിപ്പാണെങ്കിൽ നമുക്ക് ഏതാണോ സാധനം ടിപ്പ് നമ്മളെ കയ്യിലുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല, അത് ശീലിച്ച സാധനം. എന്നാൽ കൂടി ഇന്നത്തെ എക്സാം എനിക്ക് ആലോചിച്ചിട്ട് തന്നെ എന്തോ ആവണ്, ഈസി ആവയ്ക്കൂലേ എന്നൊക്കെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു ശീലമാണ് എക്സാം എന്ന് പറയുമ്പോൾ. അങ്ങനെ അവർ കോഡ് ചെയ്തുകൊണ്ട് ഇവർ ആ ഈസി ആയ എക്സാമിന് പോലും ഈ ഇമോഷണൽ സ്റ്റേറ്റ്മെൻറ്റാണ് പറയുന്നതെങ്കിൽ ആ സമയത്ത് ആ ഈസി ആയ എക്സാമിലേക്ക് ഇവർ ആരെ ക്ഷണിക്കുന്നുണ്ട്? ഇതേപോലത്തെ കുറേ ഫോൾഡറുകളൊക്കെ ഇങ്ങനെ ബ്രെയിനിൽ നിന്ന് ക്ഷണിക്കുന്നുണ്ട്. ഇതേപോലത്തെ കുറേ ഇവരെല്ലാവരും കൂടി വരും. എന്താ നമുക്കിവിടെ വല്ല വിഭവം തിന്നാനുണ്ടോ? ഇവർ ഒരുമിച്ച് ഇത് തിന്നുകൊണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞ് ആ ഫീലിങ്സിനെ ആവർത്തിച്ച് അവരൊരു സ്ട്രോങ് ന്യൂറൽ നെറ്റ്വർക്ക് ആക്കി മാറ്റും. ഇതിപ്പോൾ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. കുറച്ച് കാലം കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടി ഒരു വരവുണ്ട്. അതൊരു 1.5 വരവായിരിക്കും. അപ്പോൾ ഞാൻ പറയാം, നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ് എൻ്റെ കുട്ടി. ഇപ്പം എന്താ പറ്റിയെന്നറിയില്ല. ഒന്നെങ്കിൽ ആ വരവ് വരുമ്പോൾ ഫോക്കസ് തെറ്റും. അപ്പോഴായിരിക്കും വെറുതെ അപ്പുറത്ത് കാണുന്നവനെ ഇപ്പുറത്ത് കാണുന്നവളോട് വെറുതെ ഒരു നല്ല മുൻചുണ്ടിലേക്കാണ് എന്നെ തന്നെ നോക്കണമെന്ന് എനിക്കൊരു തോന്നൽ. പക്ഷെ ഞാനതിലൊന്നും നോ എന്നായിരിക്കും. പക്ഷേ ഇവിടെ ഈ സാധനം ഇല്ലേ, പഠനം, എക്സാം എന്നുള്ള സാധനം ഞാൻ കയറ്റി വെച്ചുകൊണ്ട് ഇവർ ഒരുമിച്ച് വരുമ്പോൾ ഇവർക്ക് ഇനി ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇവന് പഠനത്തോടുള്ള ആഗ്രഹം എന്താക്കണം? കട്ട് ചെയ്യണം. അപ്പോൾ അവരെന്ത് ചെയ്യും? അത് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും? കുറച്ച് സാധനം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. ക്ലിയർ ആയല്ലേ? നിങ്ങൾക്ക് അതാവില്ല. കാരണം ഇപ്പോൾ ഇവിടെ പൊരിച്ചുപത്തിരി കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്നെ തന്നെ നോക്കണേ,
കണക്ഷൻ കട്ടാവണില്ലല്ലോ? ഓക്കെ അല്ലേ? എങ്ങനെ ഇപ്പം വരെ ആയിരിക്കും കാത്തിരിക്കായിരുന്നു അല്ലേ? കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതിയായിരുന്നു. രണ്ട് ടീംസ് ഉണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ഈ ഒരൊറ്റ വിഷയം കൊണ്ട് ഞാൻ ആൾക്കാരോട് ഓൺലൈനിൽ കയറാൻ പറഞ്ഞത്. അപ്പം ഈ ബുദ്ധിമുട്ടുണ്ടാവില്ല, ഈ കണക്ടിവിറ്റി പോവില്ല. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതുപോലെ രണ്ട് രീതിയിൽ, ഒന്നുകിൽ ഇത് സ്ട്രോങ് ആയിട്ട് വരുന്ന സമയത്ത് ഈസി ആയ സബ്ജക്റ്റുകൾ വരെ നമുക്ക് പതിയെ ടഫർ ഫീലിംഗ് വരാൻ തുടങ്ങും. നമുക്കുള്ളിൽ നിന്ന് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ തോന്നുന്നുണ്ട്. മുന്നേ തന്നെ നമ്മളെ മനസ്സ് തോന്നിപ്പിക്കും, ഇത് കുറച്ച് ടഫാ തോന്നുന്നുണ്ടോ, ഇത് കുറച്ച് ടഫാ തോന്നുന്നുണ്ടോ. അത് മാത്രമല്ല, അങ്ങനൊരു പ്ലാന് നമ്മുടെ മൈൻഡ് ന്യൂറൽ നെറ്റ്വർക്ക് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ചെയ്യിപ്പിക്കുക, ക്ലാസ്സിൽ ഈ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് ടഫായിട്ടുള്ളവരാരാണോ ഓരോ വോയിസുകളൊക്കെ പിക്ക് ചെയ്യാൻ തുടങ്ങും. ഇതുവരെ ശ്രദ്ധിക്കാത്തതാ. ഓരോതൊക്കെ വെറുതെ ഇങ്ങനെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ കേൾക്കൽ അപ്പുറത്തുള്ളൊരു വേറെന്ത് ഇക്വേഷൻ പറഞ്ഞാൽ അതിങ്ങനെ ചെയ്യാമെന്ന് നോക്കിയിരുന്ന കുട്ടിക്ക് ഇപ്പുറത്തുനിന്ന് പിന്നെ സൗണ്ട് കേൾക്കാം. രണ്ടാളും പറഞ്ഞിട്ടായിരിക്കും, ഒരു സ്ഥലത്തും പഠിപ്പിച്ചിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരിക്കും, വേറെ സ്ഥലത്തും പഠിക്കാൻ പറ്റാത്തൊരു എന്ത് ടഫാണ്, ഇത് എന്ത് പ്രശ്നമാണ്, ഇത് നടക്കും തോന്നില്ല കേട്ടോ, ഇതൊക്കെ എപ്പോൾ ആരാണ് ഈ എക്സാമൊക്കെ കണ്ടുപിടിച്ചത്. ഈ രണ്ട് വോയിസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ആലോചിച്ചൊക്കെ, നിങ്ങളിവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നെ കേൾക്കാം അല്ലേ? നിങ്ങളെ ചോയ്സാണത്, നിങ്ങൾ ചൂസ് ചെയ്യാണ്. എന്നെ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ ആ പേപ്പർ ഇങ്ങനെ സൗണ്ട് ഉണ്ടാവില്ല, പത്തിരി കൊടുക്കുമ്പോൾ അതിലേക്ക് നിങ്ങളെ ഫോക്കസ് കൊണ്ടുപോകാം. നിങ്ങളെ ചോയ്സാണ് അത് എടുക്കണമെന്നുള്ള കാര്യം, റൈറ്റ്? ഇനി അതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇതാ ഈ AC സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, വേണമെങ്കിൽ അതിലേക്ക് നോക്കാം. അപ്പോൾ ചിലർക്കാണെങ്കിൽ പറയാം, ഈ സൗണ്ട്, ആ AC സൗണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കണമെന്ന് പറയാം. ഇവിടെ ഒരുപാട് ശബ്ദങ്ങൾ ചൂസ് ചെയ്യാനുണ്ടായിട്ട് നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ ഏതാ ചൂസ് ചെയ്യണേ. ക്ലിയർ ആയോ? നമ്മുടെ ചുറ്റിലും പല സൗണ്ടുകളുണ്ടായിരിക്കും. ആ സമയത്താണ് ചില ആൾക്കാരുണ്ട് ഫാമിലിയിലൊക്കെ ആരും കേൾക്കാത്തൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും. ഞാൻ കേട്ടൊരു പറയണേ, നിങ്ങളിപ്പോൾ കേട്ടത് ആങ്ങുമുണ്ടണ്ട, എന്നാൽ നല്ലത് പറഞ്ഞതൊന്നും കേൾക്കൂല. അപ്പോൾ ഈ റഡാറ് ആക്ച്വലി എന്താണ്, ഏത് ന്യൂറൽ നെറ്റ്വർക്കാണോ ഓൺ ആവുന്നത് അതാണ് എന്ത് ചെയ്യുക, നമ്മൾ പുറത്തുനിന്നും പിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരുപാട് സാധ്യത പിക്ക് ചെയ്യാണ്ടായിട്ട് കറക്റ്റായിട്ട് വേണ്ടാത്തത് മാത്രം എങ്ങനെയാണ് പിക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇവരെ സ്ട്രോങ് ന്യൂറൽ നെറ്റ്വർക്ക് അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പിക്ക് ചെയ്ത് കൊണ്ടുവരാണ്. ഞാൻ പറയും, ഇവരൊക്കെ പിടിച്ചിട്ട് ഇന്ത്യൻ്റെ സ്പൈസ് ആക്കിയാണ്ടല്ലോ, ദുരന്തരമൊന്നുമല്ല, അതിൻ്റെ മുകളിലുള്ള ഐറ്റംസ് ആൾക്കാരെ നമുക്ക് കിട്ടും. റോ ഏജൻറ്റുകളാക്കി ഇറക്കിയാൽ എവിടെ നിന്നും സാധനം ഇങ്ങനെ ഒപ്പിയെടുക്കാൻ പറ്റുന്ന സിസ്റ്റം നമുക്കുണ്ട്. വേറെ ആരും അത് കേൾക്കുന്നില്ല, അവർക്ക് മാത്രം ഇത് പിക്ക് ചെയ്യുന്നത്. അവർ ആ ന്യൂറൽ നെറ്റ്വർക്ക് അവിടെ ഓപ്പൺ അപ്പ് ആയതുകൊണ്ടാണ്. അപ്പം ഞാൻ എൻ്റെ ന്യൂറൽ നെറ്റ്വർക്ക് എപ്പോൾ എന്തിൽ ഓപ്പൺ അപ്പ് ആക്കാൻ നോക്കാം, ആൾക്കാരുടെ കുറവുകൾ അറിയാനാ. തീർന്ന് ഞാനങ്ങനെ അതിലേക്ക് തുറന്നിരിക്കുകയാണെങ്കിൽ ഞാൻ കേൾക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ അത് പറയാനുള്ള ടെൻഡൻസി കൂടും. ഫുള്ള് എനിക്ക് ദാരിദ്ര്യം പ്രശ്നമാണോ കൂടുതൽ കേൾക്കേണ്ടത്, അല്ല കേൾക്കണതിന് കുഴപ്പമുണ്ടായിട്ടല്ലേ, ഇത് സോൾവ് ചെയ്യണമെങ്കിൽ അത് കേട്ടിട്ട് കാര്യമില്ല. നമ്മളത് പറയുന്നവർ വീണ്ടും ആ ന്യൂറൽ നെറ്റ്വർക്കിന് കൂടുതൽ ആവേശം കൊടുക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളെ കേൾക്കാൻ ഒരാൾ നിങ്ങളുടെ അടുത്ത് ഇരിക്കുമ്പോൾ, നിങ്ങളുടെ എന്തെങ്കിലും ഇമോഷണൽ ആയിരിക്കും ഒരാൾ കേൾക്കാൻ നിങ്ങളുടെ അടുത്ത് ഇരിക്കുമ്പം നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ അറിയാം. എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്തൊക്കെയോ അങ്ങ് പറയാൻ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല, അതിനോട് കണക്ട് ചെയ്തിട്ട് എൻ്റെ മോളെ കാര്യം, ഓള് 8ാം ക്ലാസ് വരെ നല്ലോണം പഠിക്കുന്ന, മാർക്ക് കുറവാണ് ഇപ്രാവശ്യം, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞ് തുടങ്ങിയായിരിക്കും. പിന്നെ പോണത് എവിടെ വെച്ച് കഴിഞ്ഞാൽ, ഓൾക്ക് ഞാൻ മറ്റേ ഈ അമ്മേൻ്റെ വീട്ടിൽ നിന്നുള്ള പാലായിരുന്നു കൊടുക്കില്ല, ആ പാല് നല്ല പാലായിരുന്നു. ഒരു മേസി പശു ആണല്ലോ അവിടെ, ജേഴ്സി ആണല്ലോ, ആ ജേഴ്സിനെ വയനാട്ടിൽ നിന്നാണല്ലോ ഇതാക്കി കൊണ്ടുവരും, വയനാട്ടിൽ പറയേണ്ട ഞാനന്ന് പോയപ്പോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോയിട്ടുണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ഒരു ഇമോഷൻ ഓൺ ആക്കിയപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്ത് കേൾക്കണം, ആ ഇമോഷനെ സപ്പോർട്ട് ചെയ്യണം ഏതൊക്കെ മെമ്മറി ഉണ്ടോ അതൊക്കെ വരിയായിട്ട് വന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ വയ്ക്കും, ഇപ്പം എന്ത് പറയാനേ വന്നേ, അത് ഞാൻ നാളെ പറയാം, ഇനിയിപ്പോൾ സമയമായി, ഞാൻ വിളിക്കട്ടോ എന്ന് പറയും. അപ്പോൾ 1.5 മണിക്കൂർ കേട്ടിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു വിഷയം ട്രിഗേർഡ് ആയിട്ടുള്ള ഒരു വിഷയം പറയാൻ നിങ്ങൾ ഇരുന്നപ്പം അതിനോടൊപ്പം അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത എന്നാൽ ബന്ധമില്ല എന്ന് തോന്നിപ്പിക്കുന്ന എത്ര കാര്യങ്ങൾ വന്നു. അപ്പോൾ ആ ഒരു വിഷയം മാത്രമല്ല അതിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഈ എല്ലാ വിഷയങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ നിൻ്റെടാ പ്രശ്നമേ നിൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ തോറ്റൂല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങളൊക്കെ ആൾക്കാരത് കേൾക്കണം എന്നുള്ള റഡാർ വെച്ചിരുന്നാൽ, എൻ്റെ നെറ്റ്വർക്ക് ഇരുന്നാൽ എൻ്റെ അടുത്ത് വരുന്നവർക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും, അവരിന്ന് എന്ത് ചെയ്യാൻ പിക്കാൻ തുടങ്ങും, പ്രശ്നങ്ങൾ. ഞാനെപ്പോൾ എന്താ ചെയ്യുക, ഇവരുള്ളിൽ ഇവരെ രക്ഷപ്പെടുത്താൻ എന്തുണ്ട്, അതല്ല വേണ്ടത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഞാൻ Q&A നടത്തുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ചോദിച്ചു വരുമ്പോഴത്തേക്ക് അവരെ റൂട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവരെ കേപ്പബിലിറ്റിയിലേക്ക് കണക്ട് ചെയ്യണം, ഇതിലേക്ക് എല്ലാം ഡൈവേർട്ട് ചെയ്ത് പോകുന്നില്ല. അവർ ഇന്നേ വരെ അങ്ങനെ ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. കാരണം എന്താ, ഒരിക്കലും ആലോചിക്കാൻ കഴിയൂല, അവരെ ന്യൂറൽ നെറ്റ്വർക്ക് മൊത്തം എന്താണ്, ഇങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കണക്ഷൻ മാറ്റണം, അല്ലെങ്കിൽ നമ്മൾ പുതിയത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കണം എന്നല്ല. ഗൈഡഡ് ടോക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെ ഈ നെറ്റ്വർക്ക് ഉണ്ടാക്കണില്ലേ, നല്ല നെറ്റ്വർക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഇവിടെ വന്നിരിക്കൂലല്ലോ.
ഈ പാകിസ്ഥാനിലൊക്കെ ഞാൻ കേട്ടിക്കണ് ഒരു പുതിയ സിസ്റ്റം ഉണ്ട്. അവിടെ പരിചയമില്ലാത്ത കുറേ ആൾക്കാർക്ക് ഇങ്ങനെ വന്നിരിക്കും 1-1.5 മണിക്കൂർ. എന്നിട്ട് അവർക്ക് കുറേ കാലമായിട്ട് പരിചയമുള്ളവരെ പോലെ സംസാരിക്കാതെ. അതിനൊരു ഹ്യൂമൻ ലൈബ്രറി കോൺസെപ്റ്റാണ്. പക്ഷെ എന്താ പറയുക, 4 ഭാഗത്തും ആൾക്കാർ സർവിലൻസിൽ ഉണ്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ പറഞ്ഞാൽ ചില ആൾക്കാർ വന്നിട്ട് വരെ ന്യൂറൽ നെറ്റ്വർക്ക് ഫുള്ള് സാധനമാണ്, നെഗറ്റീവ് ആയിട്ടാണെങ്കിൽ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ആയിരിക്കും കഥ പറയാം, പെട്ടെന്ന് കണക്റ്റിംഗ് ആവും. അപ്പോൾ ഗൈഡഡ് ആയിട്ട് അതിന് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും, നാവിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇൻ സച്ച് എ വേ ഗൈഡഡ് ടോക്കിൽ നമ്മൾ വന്നിരിക്കുമ്പം നാച്ചുറലി തന്നെ ആളുകൾക്ക് എന്താ സംഭവിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ കുറേ ആൾക്കാർ എക്സ്പീരിയൻസ് പറഞ്ഞു അല്ലേ. ഇതിലൊക്കെ എന്താ സംഭവിക്കുന്നത്, അവർ പോലും മറന്നുപോയ, അവർക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന ചില അവരുടെ നല്ല അനുഭവങ്ങൾ അത് പുറത്തേക്ക് നാച്ചുറലി വരാണ്. അത് പറഞ്ഞു തുടങ്ങുമ്പോഴോ അവരറിയാതെ തന്നെ വേറെയും കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നു, അവർ പ്ലാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലെ ഒരു ഇൻഡക്ഷൻ നമുക്ക് ഉണ്ടാവണം ലൈഫിൽ. അത് വീക്കിലി ഒരു ദിവസമെങ്കിലും ഉണ്ടാകുമ്പോൾ അതുകൂടി ബിൽഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ അവെയർനെസ്സിൻ്റെ കണക്ടിവിറ്റി മറ്റേ കണക്ടിവിറ്റിയെ ബ്രേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. വി കോൾ ഇറ്റ് ആസ് കൊളാപ്സിങ്. അതിനെ കൊളാപ്സ് ചെയ്യണം. അപ്പോൾ പലപ്പോഴും നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന അപകടം എന്താ അറിയോ, ഞാൻ പറയല്ലോ, ഒരു അനുഭവം കഴിഞ്ഞു, അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു 1. ഇനി അടുത്തൊരു അനുഭവം വന്നു, അത് വല്ലാത്തൊരു അനുഭവം 2. വല്ലാത്ത അനുഭവം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വല്ലാത്ത അനുഭവം, വല്ലാത്ത അനുഭവം, വല്ലാത്ത അനുഭവം, വല്ലാത്ത അനുഭവം, വല്ലാത്ത അനുഭവം. ഇത് കുറേ അങ്ങനെ കൺക്ലൂഡ് ചെയ്ത് വെച്ച ഒരാളുടെ ബ്രെയിനിൽ നിന്നും വരുന്ന ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ തന്നെ അയാൾക്ക് എന്ത് കാണുമ്പോൾ അയാളുടെ സംസാരത്തിൽ വല്ലാത്ത ജാതി ഇട്ടോ, വല്ലാത്തൊരു ഇതിട്ടോ, ഇതിങ്ങനെ വല്ലാത്ത അങ്ങനെ ഒരു കാരണം വെല്ലായ്മ അത്രമാത്രം ഉള്ളിലുണ്ട്. അതുകൊണ്ട് വാക്കിൽ ഇങ്ങനെ എന്ത് വന്നുകൊണ്ടിരിക്കും, വല്ലാത്തൊരു ചെയ്ത്തായി പോയിട്ടത്, വല്ലാത്തൊരു പരിപാടിയായി പോയിട്ടത്, വല്ലാത്തൊരു പണിയായി പോയിട്ടത്. കാരണം ഇത് വരാനുള്ള കാരണം പുറത്ത് അവരറിയാണ്ട് അവരെ നെറ്റ്വർക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ റിമൈൻഡർ ആൻഡ് അലേർട്ട്. നിങ്ങളിപ്പോൾ ഈ സിസ്റ്റത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, ആ പ്രവർത്തിക്കുന്ന യന്ത്രം പ്ലീസ് ഓഫ് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് തരുന്ന റിമൈൻഡർ. നമ്മളതിൽ അവെയറല്ല. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ നിരീക്ഷിക്കുന്നില്ല. അപ്പോൾ പഠിച്ചോൻ ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ട് പറഞ്ഞത് നമ്മൾ അന്ധതയിലാവാൻ വേണ്ടിയിട്ടല്ല. കുറേ ആൾക്കാർ ചിന്തിച്ച് അന്ധതയിലാണ് ആവണത്. കാരണം ആലോചിച്ച് കൺക്ലൂഡ് ചെയ്യണം എന്താ, കംപ്ലീറ്റ് അവസ്ഥകളാണ്. വല്ലാത്ത രീതിയിലേക്കാണ് അവർ ആലോചിച്ച് കൂട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത ഒരു നെറ്റ്വർക്ക്. എന്നാൽ ഇതേ സംഭവം തന്നെ വേറൊരാൾക്ക് നെറ്റ്വർക്ക് ചെയ്ത് എങ്ങനെയാണ്, ഒരനുഭവം വന്നു, അതിൽ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ടെന്ന് പറയുമ്പോഴും അവർ ക്യൂരിയസാ, എങ്ങനെയായിരുന്നു ഞാനതിൽ രക്ഷപ്പെട്ടത്. അപ്പോൾ ആയിരിക്കും അവർ ആലോചിക്കുക, ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, ഞാൻ എന്തൊക്കെയാണ് ചിന്തിച്ചത്, അതെങ്ങനെയായിരുന്നു ഇപ്പോൾ തിരിഞ്ഞത്, ഇതിൻ്റെ ചിന്തകളിൽ എന്ത് മാറ്റാണത് വരുത്തിയത്. അപ്പോൾ ഒരു ലെസൺ കിട്ടി. അപ്പോൾ അവർ കൊള്ളാം, ഈ അനുഭവം ഇത്ര പ്രയാസകരമായിരുന്നെങ്കിൽ അതൊന്നും എനിക്ക് ഇങ്ങനൊരു വിസ്ഡമാണ് കിട്ടിയത്. അവർ ആ ഫോൾഡറിന് എങ്ങനെ ക്ലോസ് ചെയ്യണേ, ഐ ഗോട്ട് ദ വിസ്ഡം. മറ്റൊരു എങ്ങനെയാണ് ക്ലോസ് ചെയ്തത്, ഐ ഗോട്ട് എൻ എക്സ്പീരിയൻസ്, വെരി ഹൊറിബിൾ ആൻഡ് ടെറിബിൾ എക്സ്പീരിയൻസ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 2 ആൾക്കാരെ 2 ചെയറിൽ ഇരുത്താം, എന്നിട്ട് എങ്ങനെ ഉണ്ടേനു, വല്ലാത്തൊരു, എൻ്റെ മോളെ പറയണ്ട, ഇങ്ങനെ പറയാം. അപ്പോൾ തന്നെ അറിയാം ഇത് കേൾട്ടാ അത്രയും ടെറിബിളാന്നുള്ള സാധനം. അടുത്ത ആൾ സംഭവം പൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല, പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. സംഭവം നല്ല പെയിൻഫുൾ ആയിരുന്നു, പക്ഷെ ഉണ്ടല്ലോ ആ കണ്ണിൽ നമുക്കൊരു അത് പറയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. മറ്റൊരുത്ത് ക്യൂരിയോസിറ്റി ഉണ്ട്. എന്ത് ക്യൂരിയോസിറ്റിയാണ്, ഇത് എവിടെയെങ്കിലൊക്കെ തള്ളണം, എന്നിട്ട് വേറെയുള്ള ആൾക്കാർ കൂടി ആ ഹൊറിബിൾ ഫീലിങ്ങിലൊക്കെ എന്ത് ചെയ്യണം, എത്തിക്കണം എന്നുള്ള. അപ്പോൾ ചിലർ അങ്ങനെയാണ് ഫോൾഡറിനെ കൺക്ലൂഡ് ചെയ്തത്. ഒരിക്കലും അങ്ങനെ കൺക്ലൂഡ് ചെയ്യരുത്, അതിൽ നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ട് ദിസ് ഈസ് ദ ടേക്ക് അവേ, ഐ ഗോട്ട് ദ വിസ്ഡം എന്ന് കൺക്ലൂഡ് ചെയ്ത ഒരാൾക്ക് അടുത്തൊരു എക്സ്പീരിയൻസ് അതേപോലത്തെ വരുമ്പം അവരെ മൈൻഡിൽ ആദ്യം പ്രശ്നമാണോ ഉണരാ, വിസ്ഡാണോ ഉണരാ, വിസ്ഡം. ബിക്കോസ് ദേ ഹാവ് എൻ എക്സ്പീരിയൻസ് സംതിങ് ക്ലോസ്ഡ് ഇൻ സച്ച് എ വേ. സോ അങ്ങനെയാണെങ്കിൽ ഇതിലെന്തായിരിക്കും സംഭവിക്കുക, ഇതിനെന്തോ വിസ്ഡം ഉണ്ട്. അപ്പം പ്രശ്നം തന്നെയാണ്, ബട്ട് അതിനോടൊപ്പം എന്തോ ഒരു സംഭവം കൂടി ഉണ്ട് എന്നൊരു ഓപ്പണിംഗ് വരും. ആ ഓപ്പണിംഗ് വരുമ്പോൾ നമ്മളിലെ ക്യൂരിയോസിറ്റി ഉണരും, അത് എക്സ്പ്ലോർ ചെയ്യാനാണ് നമുക്ക് തോന്നാം. ആ പോയിന്റിലേക്ക് വീണ്ടും അതിലൂടെ പോയി അവരുടെ പഴയ ഫോൾഡർ അപ്പം എങ്ങനെ വരാം, ഇയാളുടെ ലൈഫിലേക്ക് കണക്ഷനായിട്ട് അതിലെ വിസ്ഡം ആഡ് ചെയ്യാനേ വരാം, അല്ലാണ്ട് അതിലെ പെയിൻ ആഡ് ചെയ്യാനല്ല. ഞാൻ പറഞ്ഞ ക്ലിയർ ആവുണ്ടോ? നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടായി, അത് നിങ്ങൾ പെയിനോടുകൂടി കൺക്ലൂഡ് ചെയ്താൽ അതേപോലത്തെ അടുത്തൊരു അനുഭവം വരുമ്പോൾ അതിലേക്ക് ഇതിൽ എന്താണ് ആഡ് ചെയ്യുക, പെയിനാണ് എന്തേ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു അനുഭവം ഉണ്ടായി, അതിലൊരു വിസ്ഡം കിട്ടി, എന്നിട്ട് അതേപോലത്തെ അടുത്തൊരു അനുഭവം വരുമ്പം അതിലേക്ക് എന്താ ആഡ് ചെയ്യണത്, അതിലെ വിസ്ഡമാണ് എന്ത് ചെയ്യണത്, അതിലേക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കണത്. അപ്പോൾ ചില ആൾക്കാരുണ്ട്, എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങളെല്ലാം തന്നെ എനിക്കിതിന് സഹായകമായി വിജയിക്കാൻ. വേറെ കുറച്ച് ആൾക്കാരുണ്ട്, എൻ്റെ കഴിഞ്ഞ കാലത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്നെ കൊണ്ട് നടക്കുന്ന പണിയല്ല എന്നതുകൊണ്ട് ഞാനത് ക്വിറ്റ് ചെയ്തു. 2 ആൾ 2 വഴിക്കാൻ പോകണേ, പക്ഷെ 2 പേർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു വിജയിക്കാൻ.
അപ്പോൾ ചിന്തിച്ചിട്ട് നിങ്ങൾ എന്താ കൺക്ലൂഡ് ചെയ്യേണ്ടത്? ഞാൻ എപ്പോഴും പറയും, നിങ്ങളുടെ ജീവിതത്തിൽ പെയിനോട് കൂടി കൺക്ലൂഡ് ചെയ്ത ഏതെങ്കിലും ചാപ്റ്റർ ഉണ്ടെങ്കിൽ ആ കേസ് ഫയൽ റീഓപ്പൺ ചെയ്യണം. ഒരു പുനരന്വേഷണം അതിൽ ആവശ്യമാണ്. അത് അന്വേഷിച്ച എന്താ പറയുക ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ക്രിമിനൽസാണ്. അല്ല, നിങ്ങൾക്കതൊരു ക്രൈമായിട്ട് ടെസ്റ്റായിട്ട് ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു അധ്യായം, അതൊരു അടഞ്ഞ അധ്യായമായിരിക്കട്ടെ, അത് എന്നോടൊപ്പം മൺമറഞ്ഞു പോട്ടെ എന്നൊക്കെ നിങ്ങളെ പദ്ധതിയെങ്കിൽ ഞാൻ പറയുന്നു അത് നിങ്ങൾ വിസ്ഡം എടുത്തിട്ടില്ല. ദ വിസ്ഡം ഈസ് വെയിറ്റിംഗ്. ഞാൻ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ റൂമീനായിട്ടുള്ള ഇതിനെപ്പറ്റി നന്നായിട്ട് സംസാരിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അങ്ങനെ കൺക്ലൂഡ് ചെയ്യുമ്പം യുവർ മൈൻഡ് സ്റ്റാർട്ട് ഹെൽപ്പിംഗ് യു ടു റീച്ച് അറ്റ് മൈൻഡ്ഫുൾനെസ് സോ ഈസിലി. ഈ ന്യൂറൽ നെറ്റ്വർക്ക് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന പാകത്തിനാണ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് വരുന്ന സമയത്ത് നിങ്ങളുടെ പ്രോബ്ലത്തിൽ ഞാൻ പറയാം മുങ്ങിപ്പോവാതെ അതിൻ്റെ മുകളിൽ നിന്നിട്ട് നാവിഗേറ്റ് ചെയ്യാനുള്ള ഒരു ഹെൽപ്പിംഗ് സിസ്റ്റം നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് തരാമെന്നുള്ളതാണ്. ഇതാണ് ചേഞ്ചിൻ്റെ ട്രാൻസ്ഫോർമേഷൻ്റെ ഫസ്റ്റ് പോയിന്റ്. ദാറ്റ് മീൻസ് നിങ്ങൾ മാറാൻ പോകുന്നു, നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു, നിങ്ങളിൽ രക്ഷയുടെ ബോധം ഉണരാൻ ഉള്ള സ്റ്റേറ്റിലാണ് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുക. പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ആ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കാമായിട്ട് ആ പ്രശ്നങ്ങൾ നോക്കിക്കാണാൻ പറ്റുന്നു. ക്ലിയർ ആണോ? ഇനി അഥവാ അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നമുക്കിങ്ങനെ ബിൽഡ് ചെയ്യാമെന്ന് പഠിക്കേണ്ടത്. അത് ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ പറ്റുന്ന സാധനമല്ല, അതൊരു പ്രോസസ്സിലൂടെ ഉണ്ടാകുന്ന ഇൻ്റലിജൻസാണ്, ട്രെയിനിങ്ങിലൂടെ ഉണ്ടാകുന്ന ഇൻ്റലിജൻസാണ്. അപ്പം പട്ടാളത്തിൽ പോയിട്ട് 2 ക്ലാസ് കേൾക്കുമ്പോഴത്തേക്ക് ആരാടാന്ന് വെച്ചാൽ ഞാനടാ വിരിമാറ് കാണിക്കാൻ ആരെയും നിൽക്കോ? ഇല്ല, അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിലൂടെ ഒരു പട്ടാളക്കാരൻ്റെ ബ്രെയിനിനെ എന്തിനും ബ്രേവറി എന്ന പോയിന്റിലേക്ക് കണക്ട് ചെയ്ത് പല എക്സ്പീരിയൻസുകൾ കൊടുത്തു കൊണ്ടുവരാം. അതുണ്ടാക്കി കൊണ്ടുവരുന്നത് എല്ലാവരും ഫസ്റ്റ് തന്നെ ട്രയലിൻ്റെ ഭാഗമായിട്ട് യുദ്ധത്തിന് അയച്ചിട്ടാണോ? അല്ല, അവരെ ആദ്യം തന്നെ യുദ്ധത്തിന് അയക്കല്ല, അവരെ യുദ്ധത്തിന് സമാനമായിട്ടുള്ള പ്രാക്ടിക്കൽ എക്സ്പോഷർ അവർക്ക് കൊടുക്കുന്നു, ട്രെയിനിങ്സ് അവർക്ക് കൊടുക്കുന്നു. അതിലൂടെ കടന്നു പോകുമ്പോൾ ഇതൊക്കെ എന്തിനെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും ഇതൊക്കെ അവർ കൺക്ലൂഡ് ചെയ്തു ഇത് ഭയങ്കര പെയിനുള്ള ടെസ്റ്റാണ് കേട്ടോന്നുള്ളല്ല, ഈ ടെസ്റ്റിൽ എനിക്ക് ഇങ്ങനെ നാവിഗേറ്റ് ചെയ്താൽ ഇതിൽ ഇങ്ങനെ വിജയിക്കാൻ പറ്റും. ഇങ്ങനെ ഓരോരോ എക്സ്പീരിയൻസുകളെ കണക്ട് ചെയ്ത് നെറ്റ്വർക്കായി വെക്കുമ്പോൾ റിയൽ ആയിട്ടുള്ള യുദ്ധം വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സെറ്റ് ചെയ്ത് വെച്ച ന്യൂറൽ നെറ്റ്വർക്ക് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ പലർക്കും അങ്ങനത്തെ നെറ്റ്വർക്ക് ഓഫ് ഇൻ്റലിജൻസ് ഇല്ല എന്നതാണ് പ്രശ്നം. അത് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും? നമ്മുടെ മൈൻഡിൽ തന്നെ നമ്മുടെ ജീവിതാനുഭവങ്ങളെ കൊണ്ട് തന്നെ നമ്മുടെ കോൺഫിഡൻസിൻ്റെയും കറേജിൻ്റെയും സക്സസിൻ്റെയും ട്രാൻസ്ഫോർമേഷൻ്റെയും അച്ചീവ്മെൻറ്റിൻ്റെയും ഒക്കെ അനുഭവങ്ങൾ പലയിടങ്ങളിലായിട്ട് കണക്ഷൻ ഇല്ലാണ്ട് ചിന്നിച്ചിതറിക്കിടക്കാം. നമുക്കുള്ളിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കണം എന്ത് മാത്രമാണ്? കുറേ പ്രശ്നങ്ങൾ മാത്രം യോജിപ്പിലാണ്. ഒരു കൂട്ടമായിട്ടേക്കാം സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ വിജയത്തിൻ്റെ സാധനങ്ങളൊക്കെ ചിന്നിച്ചിതറിക്കിടക്കുക. അപ്പം ജീവിതത്തിലുണ്ടായ നല്ല ഒരു 10 അനുഭവങ്ങൾ പറയൂ. അത് ഒന്നിപ്പോൾ പറയുകയാണെങ്കിൽ അന്നിങ്ങനെ ടൂറൊക്കെ പോയപ്പോൾ പാട്ടൊക്കെ ഞാൻ പാടിനു, ആദ്യമായിട്ട് ഞാൻ മൈക്കൊക്കെ പിടിച്ചിനു ഒന്ന്, പിന്നെ എന്ന് പറഞ്ഞപ്പോൾ ആലോചിച്ചാൽ കിട്ടൂല, 2 3 കഴിഞ്ഞാൽ വരൂല. കാരണം ചിന്നിച്ചിതറി കിടക്കുക, സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾക്ക് ഒരു കണക്ടിവിറ്റി ഇല്ല. എന്നാൽ ശരിക്കും ഇങ്ങനെ വേണ്ടേ? ഒന്ന് ചോദിച്ചാൽ വരിവരിയായിട്ട് പറയണം, പിന്നൊന്നിങ്ങനെ അത് പറയുമ്പോഴൊക്കെ എനിക്ക് ഇങ്ങനൊരു സംഭവം അത് വല്ലാത്ത അനുഭവം, അതിങ്ങനെ കയറി പോകണം. അല്ലാണ്ട് എന്താ വരുന്നത്? ഒന്നിങ്ങനെ ഉണ്ട്. പിന്നെ അങ്ങനത്തതൊന്നും ഞാനതിന് എല്ലാത്തിലൊന്നും അങ്ങനെ കൂടുതലൊന്നും ഒരു ഇതില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. എന്നാൽ പ്രശ്നം ചോദിച്ചാലോ ഇങ്ങനെ വരും, ടൺ ഇങ്ങനെ കണക്ഷനായിട്ട് ഇങ്ങനെ വരും. നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു, കാര്യമായിട്ടൊരു ചാൻസ് കിട്ടിയാൽ നിങ്ങൾക്ക് നിങ്ങളെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയും, എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വരിവരിയായിട്ട് വേണ്ടാത്തതൊക്കെ പറയും. നിങ്ങൾക്ക് ലൈഫിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ വേണ്ടാത്ത സാധനങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ ഇങ്ങനെ നിരത്തി ഇങ്ങനെ പറയും. വേണ്ടാത്തതൊക്കെ പറഞ്ഞിട്ട് അവസാനം ചോദിക്കുക എന്നിട്ട് ഇനി എന്താ വേണ്ടേ? ഇതൊന്നും ഇല്ലാത്ത അവസ്ഥ. അതെന്താ? അതറിയില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കണേ അല്ലേ? ഞാൻ ചോദിക്കാം, മൈമൂനത്ത് പറയൂ നിങ്ങളുടെ ലൈഫിൽ എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ വേണ്ടതല്ലേ പറയേണ്ടത്. ആ വേണ്ടതിനെ പറ്റി ചിന്തിക്കാനുള്ള ധൈര്യം പോലും പല ആൾക്കാർക്കും ഇല്ല. എൻ്റെ കുടുംബം സന്തോഷത്തിലായി, എൻ്റെ വീട്ടിലെ ഏറ്റവും നല്ല രീതിയിൽ വീട് മാനേജ് ചെയ്യുന്ന, ഫാമിലിയും വർക്കൊക്കെ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, എൻ്റെ മക്കളെ ഇങ്ങനെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ വീട് ഈ ഒരു അവസ്ഥയിലേക്ക് ആകുന്ന എന്ന് പറഞ്ഞ് തുടങ്ങാൻ ഉദ്ദേശിച്ചെങ്കിൽ കൂടി അത് തുടങ്ങി 2 വരി കഴിയുമ്പോഴത്തേക്ക് പിന്നെ എന്താ അത് അങ്ങനെ ആവുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്താ പറയുക, മോൻ്റെ ഒരു കാര്യം മോളുടേത് പിന്നെ ഒക്കെ ഉണ്ട്, പക്ഷെ എന്താ പറയുക വീണ്ടും അങ്ങോട്ട് അടിക്കും.
സോ വി കനോട്ട് ഈവൻ സ്പീക്ക് ഫോർ 5 minutes. ഒരു 5 മിനിറ്റ് പോലും എന്താ വേണ്ടത് അത് മാത്രം നമുക്ക് ചിന്തിക്കാനും സംസാരിക്കാനും പറ്റില്ല. നല്ലത് വേണ്ടത് എന്ന് പറയുമ്പോഴേക്ക് വേണ്ടാത്ത ന്യൂറൽ നെറ്റ്വർക്ക് ഇങ്ങനെ വന്നിട്ട് ആരുടെ അവിടെ നല്ലത് പറയാൻ സീനിയേഴ്സ് ആയിട്ട് ഒരു ഇങ്ങനെ നിൽക്കാം നമ്മളുള്ളിൽ. അപ്പോൾ ഒരു റാഗ് ചെയ്തുകൊണ്ടിരിക്കുക, ആ പരിപാടി ഒന്നും ഇവിടെ വേണ്ട. നമ്മൾ കാലങ്ങളായിട്ട് ഇവിടെ പൊട്ടി സപ്ലൈ അടിച്ചിരിക്കുന്ന ഈ കോളേജിലെ സീനിയേഴ്സാണ്, സൂപ്പർ സീനിയേഴ്സാണ്. അപ്പോൾ ഒരു കുറച്ച് ഹൈപ്പർ ആയിരിക്കും, എന്നുകൊണ്ട് നല്ലതൊക്കെ കയറി ഒരു റിജക്ഷൻ അടിച്ചുകൊണ്ടിരിക്കും. സോ ഇറ്റ്സ് എ ടാസ്ക്. ആ ടാസ്കിൽ ഏറ്റവും ഈസിയറായിട്ട് അങ്ങനെ തന്നെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റുകളാണ് സ്റ്റേറ്റ് ഓഫ് ഫോർഗിവ്നെസ്, സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, സ്റ്റേറ്റ് ഓഫ് ലവ്, സ്റ്റേറ്റ് ഓഫ് ജോയ്. ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ആ സ്റ്റേറ്റിന് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ ഈ ടീമിന് കൂട്ടമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഒന്ന് ഭിന്നിപ്പിക്കാന്ന് പറയും, യുദ്ധതന്ത്രമാണ്. അവർ കൂട്ടമായിട്ട് വരുമ്പോൾ അവരെ ചിന്നിച്ചിതറിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, യുദ്ധത്തിൽ വിജയിക്കാം. അപ്പോൾ കൂട്ടമായിട്ട് പ്രശ്നങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അവരെ ഭിന്നിപ്പിക്കുന്ന ഭിന്നമാക്കുന്ന ഏതെങ്കിലും ഒരു തന്ത്രം പയറ്റാൻ പറ്റുമെങ്കിൽ ആ തന്ത്രമാണ് ഗ്രാറ്റിറ്റ്യൂഡ് അവെയർനെസ്. പ്രശ്നങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്, എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളായിട്ട് എന്തൊക്കെയുണ്ട് അതിനെപ്പറ്റി ഓർക്കാണ്. ആ നിമിഷങ്ങളെ പറ്റി ഓർത്തുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ എന്തൊക്കെ അവരിങ്ങനെ കൂട്ടമായിട്ട് യുദ്ധത്തിന് ഇങ്ങനെ വന്നുകൊണ്ട് നമ്മളിത് ഇങ്ങനെ ആലോചിച്ച് വരുമ്പോഴത്തേക്ക് മെല്ലെ അത് ബ്രേക്ക് ആവാൻ തുടങ്ങും. അത് നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ്, ലവ് കോൺഷ്യസ്നെസ്, ജോയ് കോൺഷ്യസ്നെസ് ഒക്കെ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യാനും കാലിബ്രേറ്റ് ചെയ്യാനും പറയാറുള്ളത് എന്നുള്ളത്. എനിവേ എൻ്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ജീവിതം മാറാൻ പോകുന്നു എന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം കാംനെസ്, അല്ലേ? സ്റ്റേറ്റ് ഓഫ് കാംനെസ്. നമ്മൾ സൈലൻസിൽ നിന്നും കാംനെസ്സിലേക്ക് പ്രവേശിക്കും. എന്താ സൈലൻസ്? നിശബ്ദത. കാംനെസ്സോ? അപ്പം കാംനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ, പീസ്ഫുൾ ആയിട്ടുള്ള സൈലൻസ് ആണ്. വെറും സൈലൻസ് എന്ന് പറഞ്ഞാൽ ഒരു വികാരം ഇല്ലാണ്ട് നമുക്ക് സൈലൻ്റ് ആവാം. എന്താ മോള്, എന്താ വേണ്ടി എനിക്ക്, എന്താ ഉദ്ദേശിക്കണേ, ഒന്ന് ഫുഡ് എടുക്കട്ടെ, ഫുഡ് വേണ്ട. പക്ഷേ ഇത് ഇമോഷൻ എന്തെങ്കിലും ഉണ്ടായിട്ടാണോ, മീൻസ് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിട്ടാണോ? ഒന്നുമില്ല, പക്ഷെ കാണുമ്പോൾ രണ്ടും കൊടുക്കാൻ തോന്നുന്നു അല്ലേ? അവർക്കുള്ളിലൊരു ഇമോഷൻ ഇല്ലെങ്കിലും നമ്മളുള്ളിൽ എന്തോ ഒരു ഇമോഷൻ ഓൺ ആക്കുന്നുണ്ടെങ്കിൽ ആ ഇമോഷൻ എന്തോ ഒരു പ്രശ്നം ഉണ്ട്. ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങളിങ്ങനെ ദേഷ്യം പിടിക്കാൻ മാത്രമേ ഞാൻ പറയോ, എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇത്ര ദേഷ്യം പിടിക്കൂല. സോ ദേ ഈവൻ ഡോണ്ട് നോ ഹൗ ദെയർ റെസ്പോൺസ് ഈസ് ആക്ച്വലി ട്രിഗറിങ് അതേഴ്സ്. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു മോട്ടിവേഷൻ സാധനം, എന്നെ പറ്റിയിട്ട് നിങ്ങളെന്ത് വിചാരിക്കും എന്നുള്ളത് എൻ്റെ വിഷയമേ അല്ല, ഞാൻ നിങ്ങളെ പറ്റിയിട്ട് ഒന്നും ചിന്തിക്കുന്നില്ല, നിങ്ങൾ എന്നെ പറ്റി എന്ത് ചിന്തിക്കുന്നത് ആക്ച്വലി നിങ്ങൾക്ക് എന്നെ പറ്റിയുള്ള ധാരണയാണ്, അത് നിങ്ങളെ പറ്റിയിട്ട് തന്നെ ബോധമാണ്, നിങ്ങൾ മനസ്സിലാക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതിന് സീനാണ്. അപ്പോൾ ഗൈഡൻസ് ഇല്ലാണ്ട് ഈ സാധനം പഠിക്കാനും നിൽക്കരുത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്. അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടത്തിന് നമ്മളെ ഇമോഷണൽ സ്റ്റേറ്റ് അനുസരിച്ചുള്ള വിസ്ഡത്തിന് നമ്മളിങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, സെറ്റായിക്കൊണ്ടിരിക്കും. അത് അപകടമാണ്. അതിന് നമ്മൾ ഗൈഡൻസ് വേണമെന്ന് എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ഇതുപോലത്തെ സൈലൻസ് ഉണ്ട്. കാംനെസ് എന്ന് പറഞ്ഞാൽ പീസ്ഫുൾ ആണ് അല്ലേ? അപ്പം സൈലൻസിൽ നിന്നും പീസ്ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ കാംനെസ്സിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ, കാംനെസ്സിൽ നമുക്ക് എപ്പോഴും ഒരു പുഞ്ചിരി കൂടി അതിനോടൊപ്പം ഉണ്ടാവും ഉള്ളിൽ, പുറത്തില്ലെങ്കിലും ഉള്ളിൽ എന്തോ ഒരു മന്ദഹാസം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ ഒരു മന്ദഹാസത്തോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പുഞ്ചിരിയോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് സൈലൻസ് ആണ് കാംനെസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളുള്ളിൽ ആക്ച്വലി ആ പുഞ്ചിരി കൊണ്ട്, ആ ഒരു സ്റ്റേറ്റ് കൊണ്ട് നമ്മൾ ആ പ്രോബ്ലത്തെ എങ്ങനെ ഹീൽ ചെയ്യുന്നുണ്ടായിരിക്കും. കുറേ കാര്യങ്ങളുണ്ട് ഈ സിമ്പിളായിട്ടുള്ള ഈ പുഞ്ചിരി കൊണ്ടും സൈലൻസ് കൊണ്ടും ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ലൈഫിൽ, ഇഷ്ടം പോലെ കാര്യമുണ്ട്. വെറുതെ നിങ്ങളൊന്ന് നിങ്ങളുടെ ചില പ്രശ്നങ്ങൾ ആലോചിച്ചിട്ട് ഓർത്തിട്ട് നിങ്ങൾക്കൊരു ചെറിയ പുഞ്ചിരി ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ആ പ്രശ്നങ്ങൾ എങ്ങനെ നോക്കാൻ പറ്റുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ ചില ആൾക്കാർ ഭയങ്കര ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു പുഞ്ചിരി വെച്ചോ ഇപ്പം നോക്കി ചിരിപ്പിക്കണേ, അപ്പം സാധനം മാറും. അങ്ങനെ പുറത്തുള്ളൊരു വ്യക്തിക്ക് പറ്റുമെങ്കിൽ ഇതൊരു വ്യക്തിയല്ല, ജസ്റ്റ് ഒരു ഇമോഷൻ മാത്രമാണ്. ആ ഇമോഷനെ നാവിഗേറ്റ് ചെയ്യാനോ മാനിപ്പുലേറ്റ് ചെയ്യാനോ പുറത്തൊരു വ്യക്തിയില്ല, നമുക്കകത്തുള്ള വികാരമാണ്. ഞാൻ ഷംനക്ക് എന്നോടൊരു ഇഷ്യൂ ഉണ്ട്, ഞാനും ഷംനയും തമ്മിലുള്ള സംസാരത്തിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം ഇങ്ങനെ പറയുമ്പോൾ ഷംനക്ക് ദേഷ്യം പിടിച്ചിട്ട് ഇമോഷണലായിട്ട് നിൽക്കുകയാണെങ്കിൽ ഞാൻ മന്ദഹാസം അല്ലെങ്കിൽ മന്ദസ്മിതത്തിലേക്ക് പ്രവേശിച്ചാലും നിങ്ങളെ ആക്കിയ ചിരിയിട്ട് അത് എനിക്ക് രണ്ടും തരാൻ തോന്നുന്നതൊക്കെ വേണമെങ്കിൽ ഷംനക്ക് പറയാം, റൈറ്റ്? ഷംന പുറത്തൊരു വ്യക്തിയേ ഇല്ല, വ്യക്തി ഇല്ലാതെ തന്നെ ജസ്റ്റ് ഒരു ഇമോഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കിടന്നിട്ട് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ പലപ്പോഴും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പുഞ്ചിരി കൊണ്ടുവന്നിട്ട് അതിലേക്ക് നോക്കാൻ പറ്റുകയാണെങ്കിൽ, അതിനെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്പോൾ തന്നെ അത് ഒരുപാട് കാര്യങ്ങൾ ഹീൽ ചെയ്യാൻ പറ്റും. അത് ആ കാംനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതല്ല. സോ സച്ച് എ കൈൻഡ് ഓഫ് കാംനെസ്, എന്ത് വരുമ്പോഴും നിങ്ങൾക്ക് ആ കാംനെസ് കിട്ടും. ഞാൻ പറയുന്നു, ദൈവത്തോട് അടുത്തിരിക്കുന്ന ആളുകൾക്ക് മാത്രം അറ്റൈൻ ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റേറ്റ് ആണത്.
അതാണ് സമാധാനം എന്ന് പറഞ്ഞാൽ. ദൈവിക സ്മരണ എന്നാണ് എന്ത് കിട്ടുക? സമാധാനം കിട്ടാൻ. എല്ലാ സെഷനിലും പറയാം അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് നമ്മൾ പറയാറില്ലേ. അപ്പോൾ അതെങ്ങനെ വരുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹസ്ബുൻ അല്ലാ, മൈ ഓൾമൈറ്റി ഈസ് ഇനഫ് ഫോർ മീ, മൈ ലോഡ് ഈസ് ഇനഫ് ഫോർ മീ. മനസ്സിലായല്ലേ? ടു ഓഫ് ലോഡ് ഓൾ മൈ ലോഡ്സ്, എൻ്റെ എല്ലാ ലോഡുകളും പ്രയാസങ്ങളുടെ ഭാണ്ഡങ്ങളും പാക്കേജുകളും ഓഫ് ലോഡ് ചെയ്യാൻ മൈ ലോഡ് ഈസ് ഇനഫ് ഫോർ മീ എന്നൊരു സ്റ്റേറ്റിലേക്ക് ഒരാൾ ശരിക്കും നാവ് കൊണ്ട് പറയാണ്ട് ഹൃദയം കൊണ്ട് അടുത്തിരിക്കുകയാണെങ്കിൽ അയാൾക്കുള്ളിൽ എന്തെന്നില്ലാത്തൊരു സമാധാനം വരും. ആ സ്റ്റേറ്റ് ഓഫ് കാംനെസ്സിലാണ് പ്രയറിൻ്റെ പവർ കഴിയുന്നത്. അപ്പോൾ നമ്മൾ കാണാറുണ്ട് ചിലരൊക്കെ ഭയങ്കര ഡോക്ടേഴ്സ് അറിയാം ഇങ്ങനെ പറ്റുള്ളൂ, വേറൊരു ഓപ്ഷൻ ഇല്ലട്ടോ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴും ഇവർ വളരെ സ്റ്റഡി ആൻഡ് കാമായിട്ട് അതിൽ ഇങ്ങനെ ഇരുന്ന് നോ വെറീസ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പെട്ടെന്ന് അതിൽ മാജിക്ക് സംഭവിക്കാനേ കാണാറുണ്ട്. ഈവൻ ദ ഡെസ്റ്റിനി ചേഞ്ചസ്, ഈവൻ ദ ഫെയ്റ്റ് ചേഞ്ചസ്. അപ്പോൾ ആലോചിച്ചൊക്കെ പ്രാർത്ഥനയ്ക്ക് വിധിയെ മാറ്റാൻ പറ്റും. ദൈവം ഇനി ഒരു പക്ഷെ നിങ്ങൾക്ക് പ്രയാസമാ വിധിച്ചതെങ്കിൽ കൂടി വിധിയെ മാറ്റാൻ പറ്റുമെന്ന് പറയുമ്പം വിധിയെ മാറ്റുന്ന അവസ്ഥയിൽ പ്രാർത്ഥന ഒരു നിധിയായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ നമ്മളെ മാനസികാവസ്ഥ ഏതിലെത്തിയിരിക്കും? ഉറപ്പായിട്ടും ഒരു കാംനെസ്സിൽ, ഒരു പീസ്ഫുൾ കാംനെസ്സിൽ എത്തിയിരിക്കും. എന്നിട്ട് ഈ അനുഭവം കഴിഞ്ഞതിന് ശേഷം പറയും എനിക്കെന്നെ അറിയില്ല, എൻ്റെ മനസ്സ് പഠിച്ചവൻ ആ സമയത്ത് അങ്ങനെ ആക്കി, എനിക്കെന്നെ അറിയില്ല എനിക്ക് എങ്ങനെയാണ് അവിടെ അത്ര കാമായിട്ട് നിൽക്കാൻ പറ്റിയത്, ഐ ഡോണ്ട് നോ. സോ നമ്മളെ മൈൻഡിൽ സംഭവിക്കുന്ന ചില ഗെയിമുകളുണ്ട്. നമ്മളെ മനസ്സ് ഒരേ സമയം ദൈവികതയ്ക്കും അതുപോലെ തന്നെ പൈശാചികതയ്ക്കും ഒരേപോലെ പ്രവർത്തിക്കാൻ പറ്റുന്ന വിളനിലമാണ്. അപ്പോൾ അവിടെ ദൈവികതയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? കാംനെസ് ഉണ്ടായിരിക്കും. ആ സ്റ്റേറ്റിലായിരിക്കും അത് കടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതേസമയത്ത് പൈശാചികതയായിട്ട് സംഭവിക്കണമെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അത് ഡിസ്റ്റർബ്ഡ് ആവും, ഒരു കാര്യമില്ലാണ്ട് ഇറിറ്റേറ്റഡ് ആവും. എന്നിട്ട് തൊട്ടതിനും പിടിച്ചതിനൊക്കെ കുട്ടികളെ തല്ല, അല്ലെങ്കിൽ എന്തിനെങ്കിലും കിട്ടിയാൽ അതിനെടുത്ത് എറിയുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടിട്ട് ഒഴുക്കുക. ഇനിയിപ്പോൾ ഫാമിലിയുടെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ വെറുതെ കൊളുത്ത് സംസാരം ഇട്ടിട്ട് ഇങ്ങോട്ട് പോരുക. ഇങ്ങനെയൊക്കെ തോന്നി പിന്നെ ഇടയ്ക്ക് തോന്നുമ്പോൾ ഒരു ലെഫ്റ്റ് അടിച്ച് ഇറങ്ങി വരൽ. മനസ്സിലായല്ലേ? അപ്പോൾ ചില ആൾക്കാരൊക്കെ ഫാമിലി ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കുമ്പോൾ തന്നെ ഇത് പറയാനിരുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കും ഗ്രൂപ്പിലുള്ള. ഒരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും റോസിക്ക് ഈ ഗ്രൂപ്പിൽ നിൽക്കാൻ താല്പര്യമില്ല, റോസിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാൽ റോസിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല, റോസിയുടെ വീട്ടിൽ നിന്നും പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ പോലെ ചിലരിങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുമായിരിക്കും. അപ്പോഴായിരിക്കും അവരെന്നെ ഇറങ്ങിപ്പോയത്, അവർക്ക് വലിയ സന്തോഷമായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ റിയാക്ഷൻസ് ഒക്കെ വരുന്നത് ചില സമയത്ത് നമുക്കുള്ളിൽ പൈശാചികത കടന്നുകൂടുന്ന സമയത്ത്, ദാറ്റ് മീൻസ് നമ്മൾ വൈകാരികമാവുന്ന ചില ഘട്ടങ്ങളിലാണ്. ഇതിനെ ബാലൻസ് ചെയ്യാൻ പഠിച്ച ഒരാൾക്ക് എന്തും ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ അടുത്ത് ഞാൻ ക്യാപ്റ്റൻ കൂൾ MS ധോണിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവർ ഇങ്ങനെ ഈ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് എങ്ങനെ ഡീൽ ചെയ്യാൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിലൊറ്റ കാര്യമുള്ളൂ, ഞാൻ എൻ്റെ ലൈഫിൽ ഒരു തീരുമാനം പോലും ഇമോഷണലായിട്ട് ഇരിക്കുമ്പോൾ എടുക്കാറില്ല. ഈ ക്രിക്കറ്റേഴ്സിനൊക്കെ പ്രഷർ ഭയങ്കര കൂടുതലായിരിക്കും, എപ്പോൾ വേണമെങ്കിലും കളി മറിയാം. അപ്പോൾ ഈ സമയത്ത് സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇമോഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് പലതും ചെയ്യാൻ തോന്നും. പക്ഷെ ആ സമയത്ത് ഇമോഷൻസിൽ ഇരുന്നിട്ട് ഒരു തീരുമാനം എടുക്കില്ല, വെയിറ്റ് ചെയ്യും, ഒന്ന് സെറ്റിലാകും. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് നമ്മൾ ഇമോഷണൽ ആകുമ്പോൾ തന്നെ അവിടെ മെച്യൂർഡ് ഡെസിഷൻസ് എടുക്കാനുള്ള ഒരു കീ നമ്മൾ ഓണാക്കി വെക്കണം. അതിനെ ഞാൻ പറയാം നമുക്ക് വിസ്ഡം ആണ്. രണ്ട് രീതിയിലാണ് ആളുകൾ ലോകത്തിൽ പ്രവർത്തിക്കുന്നത്. ഒരു വിധം ആൾക്കാരെന്ന് പറഞ്ഞാൽ വിവേകത്തിന് മുന്നേ വികാരം പ്രവർത്തിക്കുന്നവർ. അപ്പം വിവേകത്തിന് മുന്നേ വികാരം പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ നാവ് എന്ന് പറഞ്ഞാൽ നാറിന് തുല്യമായിരിക്കും. അതുകൊണ്ടാണ് നാവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. എങ്ങനത്തെ നാവിനെ സൂക്ഷിക്കണം? നല്ലത് പറയാത്ത, അല്ലേ, മിണ്ടാതിരിക്കൽ എന്താണെന്ന് അറിയാത്ത നാവുകളുണ്ട്, അങ്ങനത്തെ ആൾക്കാർ. അപ്പം ഇങ്ങനത്തെ അവസ്ഥയിൽ വിവേകത്തിന് മുന്നേ വികാരം പ്രവർത്തിക്കുമ്പോൾ അത് ഭയങ്കര പ്രശ്നമായിരിക്കും. എന്നാൽ രണ്ടാമത്തെ കൂട്ടരെന്ന് പറഞ്ഞാൽ വികാരത്തിന് മുന്നേ എന്ത് പ്രവർത്തിക്കും? വിവേകം പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. വികാരത്തിന് മുന്നേ വിവേകം പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകത അവർക്ക് പീസ്ഫുൾ സൈലൻസ് ആകുന്ന കാംനെസ്സിലായിരിക്കും കാര്യങ്ങൾ അവരെന്ത് ചെയ്യണത്? റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ആവുന്നവർക്ക് ലൈഫിലൊന്നും മാറ്റി പറയേണ്ടി വരില്ല, തിരുത്തി പറയേണ്ടി വരില്ല. ഞാൻ അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അപ്പം എനിക്കിങ്ങനെ തോന്നിയപ്പോൾ, ഇങ്ങനെ ഫീൽ ചെയ്തപ്പം അങ്ങ് പറഞ്ഞു പോയതാണ് കേട്ടോ എന്ന് ഒരിക്കലും അവർക്ക് മാറ്റി പറയേണ്ടി വരില്ല എന്നുള്ളതാണ്. മാത്രമല്ല അങ്ങനത്തെ ഒരു പീസ്ഫുൾ കാംനെസ് അറ്റൈൻ ചെയ്ത ആളുകൾ അവരൊന്നിനും മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ കൂടി അവരുടെ കാംനെസ് തന്നെയാണ് അതിനുള്ള മറുപടി. ആ കാംനെസ് അവർ കീപ്പ് ചെയ്തതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് കാലം ഉത്തരം പറഞ്ഞോളും, മറുപടി പറഞ്ഞോളും. കാലം എങ്ങനെ പറയും? കാലം പറയാന്ന് പറഞ്ഞാൽ കാലത്തിനെ സൃഷ്ടിച്ച ഒരു കലാകാരനുണ്ട്, അല്ലേ, കാലത്തെ സംവിധാനിച്ചവൻ, അവനാണ് അവർക്ക് വേണ്ടിയിട്ട് ഉത്തരം പറയാം. അപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ കാംനെസ് എന്ന സ്റ്റേറ്റിൽ ഇരുന്നു കൊണ്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും അവിടെ നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലോ എന്നുള്ള ഒരു നിരാശയുടെ ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരുത്തരം പറയും? കാലം സാക്ഷിയായിട്ട് പറയും. കാലം എങ്ങനെയാണ് അത് തിരുത്തി പറയുക? കാരണം കാലത്തെ സംവിധാനിച്ചവനിലേക്കാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണത്? ചേർന്നിരിക്കണം. അപ്പം നിങ്ങൾ പ്രപഞ്ച സത്യത്തിലാണ്. ഞാൻ സീക്കേഴ്സ് മെൻറ്ററിങ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഉള്ള എൻ്റെ ഒരു ടോപ്പ് ആൻഡ് മെൻറ്ററിങ്ങിലുള്ള സീക്കേഴ്സ് മെൻറ്ററിങ്. അപ്പോൾ സീക്കേഴ്സ് മെൻറ്ററിങ്ങിലുള്ള സീക്കേഴ്സിനോട് ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം, ട്രൂത്താണ് നമ്മളെ ടോപ്പിക്. എന്നും ചർച്ച എന്തിലാണ്? ട്രൂത്ത്. എന്താണ് സത്യം എന്നതിലാണ്. അപ്പം സത്യം മുറുകെ പിടിക്കുക, സത്യം മുറുകെ പിടിക്കുക, സത്യം മുറുകെ പിടിക്കുക എന്ന് പറയുമ്പം അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞൊരു ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്. അൾട്ടിമേറ്റ് ട്രൂത്ത്. ആ അൾട്ടിമേറ്റ് ട്രൂത്ത് എന്താണെന്നുള്ള ബോധ്യത്തിലും നമ്മൾ ഇരിക്കലാണത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേറ്റിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫിയറിൻ്റെ ആവശ്യമില്ല. നമുക്കവിടെ ഫിയർ വരില്ല. അതാ രസം. ഭയങ്കര കറേജസ് ആയിരിക്കും, ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. ട്രൂത്തിൽ അലൈൻഡ് ആയിട്ട് കോൺഫിഡൻ്റ് ആകണതും ട്രൂത്തിൽ അലൈൻഡ് അല്ലാണ്ട് നമ്മളുടെ അലൈൻമെൻറ്റ് തെറ്റിക്കെടുക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലൊക്കെ കോൺഫിഡൻ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ മോട്ടിവേഷൻ എടുത്തിട്ടും കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യണം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ട്രൂത്തിൽ അലൈൻഡ് ആയിട്ടുള്ള കോൺഫിഡൻസ് പറഞ്ഞാൽ അവിടെ പ്രകടനങ്ങൾ ഉണ്ടാവില്ല, കാട്ടിക്കൂട്ടലുകൾ ഉണ്ടാവില്ല, അതുപോലെ മറ്റേ ട്രാൻസിഫെക്റ്റ് ഉണ്ടല്ലോ എന്നുള്ള സാധനം അതൊന്നും ഉണ്ടാവില്ല. ട്രൂത്തിൽ അലൈൻഡ് എന്ന് പറഞ്ഞാൽ വളരെ കാമാണ്. ഞാൻ കോച്ചസിനെ ട്രെയിൻ ചെയ്യുമ്പോൾ കോച്ചസിനോട് പറയാറുണ്ട്, നിങ്ങളൊരു കോച്ച് ആവാനോ ട്രെയിനർ ആവാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങളുടെ കോച്ചിങ്ങിൻ്റെ മോഡൽ ആരാണ്? കോച്ചിങ്ങിൻ്റെ മോഡൽ എന്താണ് നിങ്ങളെ കോച്ച് ആവാൻ ഇൻസ്പയർ ചെയ്ത്? ഇത് ഞാൻ ചോദിക്കാനുള്ള കാരണം എൻ്റെ തന്നെ ലൈഫ് എക്സാമ്പിളാണ്. എന്നെ ഒരു ട്രെയിനർ എന്ന രീതിയിലേക്ക് ആവാൻ ആദ്യത്തെ എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ സ്കൂളിലൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന മോട്ടിവേഷണൽ സ്പീക്കേഴ്സും ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ട്രാൻസിലെ ഫാദർ ഫാസിൽ ചെയ്യുമ്പോൾ ചെയ്യുന്ന പരിപാടിയാണ് ട്രെയിനിങ്. അതാണ് അതിൻ്റെ ഒരു ആവേശം ഉണ്ടാക്കുന്ന പരിപാടിയായിരുന്നു. എനിക്ക് ആദ്യം ഇൻസ്പയർഡ് ആയ മോഡൽ. പക്ഷെ ഞാനതിൽ പഠിച്ച് അതിൻ്റെ പല രീതിയിലൂടെ പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, പലപ്പോഴും ട്രെയിനിങ്ങും കോച്ചിങ്ങും ഒക്കെ എവിടെയോ അറിഞ്ഞോ അറിയാതെയോ പഠിപ്പിക്കുന്നവർക്ക് പോലും അറിയില്ല. നമ്മുടെ നാട്ടിൽ ചില ഡോക്ടേഴ്സ് ഉണ്ട്, ഇവർ ചില കോൺഫറൻസിന് പോയി കഴിഞ്ഞാൽ ഈ പോയിന്റ് ഞാൻ മറന്നു വേണമെന്ന് പിടിക്കണേ ഡോക്ടറെ. ഏത് പോയിന്റ് അറിയോ? എൻ്റെ ഇൻസ്പിറേഷൻ മോഡൽ ഫ്രം ട്രെയിനിങ് ടു ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ആളാണ്. നമ്മുടെ നാട്ടിൽ ചില ഡോക്ടേഴ്സ് ഉണ്ട്, ഇവർ ഭയങ്കര ടോപ്പിൻ്റെ ഡോക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇവർക്ക് ടോപ്പ് കോൺഫറൻസിനൊക്കെ പോകും. ഈ കോൺഫറൻസിന് പോയി കഴിഞ്ഞാൽ അവിടെ പുതിയ മെത്തഡോളജീസ്, പുതിയ മെഡിസിൻസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഭയങ്കര സയൻറ്റിഫിക് ഇങ്ങനെയാണെന്നൊക്കെ പറയും, ഇതിന് ഇത്ര ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ടെസ്റ്റൊക്കെ നടത്തി എന്നൊക്കെ പറയും. ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പം സയൻസ് ഇങ്ങനത്തെ കുറേ സംഭവം കേൾക്കുമ്പോഴേക്ക് ദേ ഗോഡ് യെസ് ദാറ്റ്സ് ഓക്കെ ടോട്ടലി ഫൈൻ എന്നിട്ട് അവർ ആ മരുന്ന് ആക്സെപ്റ്റ് ചെയ്ത് എന്നിട്ട് അവർ നാട്ടിലതൊക്കെ എന്ത് ചെയ്യാൻ തോന്നും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സജസ്റ്റ് ചെയ്യാൻ തോന്നും. കാരണം എന്താ, ഇറ്റ് ഈസ് വാലിഡ്. ഇതൊക്കെ കേട്ടിട്ട് പക്ഷെ കുറേ കഴിക്കുമായിരിക്കും പിന്നെ അറിയാം ആ മരുന്ന് പിൻവലിച്ചു, അതിൽ ഇങ്ങനെയൊക്കെ വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കറിയില്ല ഇവരെന്തിൻ്റെ ഭാഗമായത്, ഇവരൊരു മാട്രിക്സിൻ്റെ ഭാഗമായതാണ്. ദാറ്റ് മീൻസ് വളരെ പ്ലാൻഡായിട്ട് ആ പരിപാടി സ്പോൺസർ ചെയ്ത ആൾക്കാർക്ക് ഇങ്ങനൊരു സാധനം നമ്മൾ നാട്ടിലെത്തിക്കണം. അത് എത്തിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കണോ, ആ മെഡിസിൻ ഇത്രയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ഇങ്ങനത്തെ ഒരു സാധനം വരണം. അപ്പോൾ വേറൊരു സാധനം പുറത്തെടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട്. പക്ഷേ ഡോക്ടേഴ്സിന് പോലും അറിയില്ല അവരെന്തിൻ്റെ ഭാഗമായിരുന്നു, ഇതിൻ്റെ ഭാഗമായിരുന്നു. എന്നിട്ട് കുറേ മെഡിസിൻസും പിൻവലിക്കുന്നു. ഡോക്ടേഴ്സ് ആ സമയത്ത് പുതിയ നിയമം വന്നു. നമ്മൾ നിയമം മാറ്റും പോലെ മരുന്ന് മാറ്റാൻ പറ്റുമോ? നിയമം നമുക്ക് പരിഷ്കരിക്കാം, ബഹിഷ്കരിക്കാം, ഒക്കെ ചെയ്യാം, കാരണം കാലം ആവശ്യപ്പെടുന്നു. എന്നതുപോലെ മരുന്നിൻ്റെ കാര്യത്തിൽ അതങ്ങനെ ആയിരുന്നില്ല, മാറ്റണം കേട്ടോ എന്ന് പറഞ്ഞ് മാറ്റിക്കൊണ്ടിരുന്ന ആൾക്കാരുടെ ലൈഫ് വെച്ചിട്ടുള്ള കളിയാണ്. ബട്ട് ദേ ഡോണ്ട് നോ ആക്ച്വലി ദേ വെർ ബീങ് എ പാർട്ട് ഓഫ് ദാറ്റ് എന്നത് അറിയുന്നില്ല. ഇതുപോലെ പല ആൾക്കാരും പല മാട്രിക്സിലൂടെ കടന്നു പോകുന്നവരുണ്ട് എന്നുള്ളതാണ്. ദേ ഡോണ്ട് നോ ആക്ച്വലി അവരെന്തിനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം. ദർ ഹൈ എൻഡ് മോഡൽസ് മാട്രിക്സിൽ ഞാൻ പറയും. അപ്പോൾ ഇതുപോലെ എനിക്ക് തോന്നി ഇതൊക്കെ ആ ട്രെയിനിങ് തോന്നിയിട്ട് ഞാൻ അതിലൂടെ ഇങ്ങനെ പോയിട്ട് പല ആൾക്കാർ ട്രെയിനിങ് ചെയ്യുന്നു, കോച്ചിങ് ചെയ്യുന്നു, ദേ നോ ഇങ്ങനെയാണ് അങ്ങനെയാണ്, കുറേ ബുക്സും റെഫറൻസ് എടുക്കുക, അങ്ങനെ എടുക്കുക ഇങ്ങനെ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും വിചാരിച്ചു ഇങ്ങനെയൊക്കെ ആ ട്രെയിനിങ് അല്ല. പക്ഷേ ഞാനതിൽ ആഴത്തിൽ ഇറങ്ങിയിട്ട് സിൻസിയറായിട്ട് പോയി നോക്കിയപ്പോഴാണ് എനിക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലായത്. എവിടേക്കോ ഈ മോഡേൺ കാലഘട്ടത്തിലുള്ള ട്രെയിനിങ്സ് കുറച്ചുകൂടി വെസ്റ്റേൺ ഇൻഫ്ലുവൻസ്ഡ് ആയതുകൊണ്ട് അത് ആൾക്കാരുടെ ഈഗോനാണ് ട്രിഗർ ചെയ്യുന്നത്. അവർക്ക് കാറുണ്ട്, നമുക്ക് കാറില്ല, നമുക്കൊരു കാർ എടുക്കണ്ടേ എന്ന രീതിയിലേക്ക്. അപ്പോൾ അതിനെന്ത് ചെയ്യണം, യെസ് യു ഹാവ് ടു എന്ന സാധനം. അപ്പോൾ അവിടെ നമുക്ക് ഇല്ല എന്നുള്ള നമ്മളിലെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒരു ഈഗോ ആണ്. ആ ഈഗോനെ നർച്ചർ ചെയ്യാനും ഫുൾഫിൽ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് ഉണ്ടാക്കുന്നത്. കോമ്പറ്റീറ്റീവ് മൈൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഈഗോ ആണ്. അപ്പം പിന്നെന്താ ചിന്തയിൽ, നമുക്കും വരും ഒരു കാലം, നമുക്ക് വരട ഒരു സമയം, നമുക്കും എന്ന് കരുതിയിട്ട് നമുക്കില്ലാലോ അപ്പം പഠിച്ചോ നിങ്ങൾക്കത് തന്നില്ല എന്നതിന് നിങ്ങൾ ഉൾക്കൊണ്ടോ? ഇല്ല എന്നുള്ള പരാതിയാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പം
ഒന്ന് ഓർത്തോക്കി നമ്മൾ യെസ് അവർക്കൊക്കെ യെസ് എന്നൊരു സാധനം. ചിലർ കുട്ടികളോട് പറയും അവർ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിൽ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറയും, നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് പോലും നിങ്ങളോട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികൾ ഉറക്കമുളച്ച് പഠിക്കുന്നതിനെ പറ്റിയൊന്ന് ആലോചിക്കുക, എടാ നിങ്ങളൊക്കെ പഠിക്കാല്ലേ എന്ന് പറയുമ്പോൾ എൻ്റെ ശത്രുക്കളാണ് അവരൊക്കെ. ഈഗോനാണ് എന്ത് ചെയ്യണത്, ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കണേ. എന്നാൽ അതിനപ്പുറത്തേക്ക് നീ ഒരു ഡോക്ടറാകുമ്പോൾ, നീ ഒരു എൻജിനീയർ ആകുമ്പോൾ നിന്നെക്കൊണ്ട് ഗുണം കിട്ടാനുള്ള കുറേ ആളുകൾ, അപ്പോഴാണ് എൻ്റേത് എന്നത് മാറിയിട്ട് ലോകത്തിന് ഞാൻ ഒരു നഷ്ടമല്ലേ വരുത്തുന്നത്, ലോകത്തിന് ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ, ലോകത്തിന് കൊടുക്കാനുള്ള എൻ്റെ പദ്ധതിയെ, എൻ്റെ പർപ്പസിനെ ഞാൻ നശിപ്പിക്കല്ലേ എന്നുള്ള ചിന്ത വരുന്ന സമയത്ത് അവിടെ സെർവിങ് ആണ് വരുന്നത്. ദിസ് ഇസ് ദ ഡിഫറൻസ്. അപ്പോൾ ആദ്യം എൻ്റെ ട്രെയിനിങ് ഇങ്ങനെയൊക്കെ ആണെന്ന് മനസ്സിലാക്കി ഞാൻ തെറ്റിദ്ധരിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈഗോ സെൻട്രിക് ആകാനേ പാടില്ല. അപ്പോൾ ഞാൻ പല ട്രെയിനിങ്ങുകളും എന്തിലേക്കാണ് പോണത്, ഈഗോ സെൻട്രിക് മോഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈഗോനപ്പുറത്തേക്ക് ഞാനിവിടെ എടുത്ത 270 ഗൈഡ് ടോക്ക് നിങ്ങളെടുത്ത് നോക്കിയേ, ഈഗോനെ മോണിറ്റർ ചെയ്യാനുള്ള, നാവിഗേറ്റ് ചെയ്യാനുള്ള, ബാലൻസ് ചെയ്യാനുള്ള കാര്യങ്ങളേ പറയുന്നുണ്ടാവുള്ളൂ. എവിടെയും എക്സ്ട്രീമായിട്ടൊരു കാര്യം ഞാൻ സംസാരിക്കുന്നുണ്ടായിരിക്കില്ല. ബിക്കോസ് ആ ബാലൻസിലാണ് നമ്മളിലെ നാറും നൂറും ബാലൻസ്ഡ് ആവണം, യിങ്ങും യാങ്ങും മാസ്കുലിനും ഫെമിനൈനും ബാലൻസ്ഡ് ആവണം. ആ ബാലൻസിലാണ്, ആ മിതത്വത്തിലാണ് നമ്മുടെ സക്സസ് എടുക്കുന്നത്. അല്ലാത്തത് ഇംബാലൻസ്ഡ് ആവും. ഒരു കാര്യം അത്രയും തീവ്രമായിട്ട് നിങ്ങൾ അതിൻ്റെ പിറകെ പ്രവർത്തിച്ചു, ഈവൻ നിങ്ങളത് നേടി, വേറെ കുറേ ലേയേഴ്സ് പോയാലോ, ഇറ്റ്സ് എ പ്രോബ്ലം. അപ്പോൾ ഗൈഡ് ടോക്ക് ആർക്കുള്ളതാ ചോദിക്കുമ്പോൾ നമുക്ക് ഇത് സ്റ്റുഡൻസിനുള്ള അല്ലെങ്കിൽ പാരൻസിനുള്ളതാന്ന് പറയാൻ പറ്റാതിരിക്കുന്നത്, നിങ്ങളുടെ സ്റ്റുഡൻഷിപ്പ് മാത്രം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങളുടെ ഫാമിലിഷിപ്പ് പോകും, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് മാത്രം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഷിപ്പ് പോകും, ഏതെങ്കിലും ഒന്ന് പോവും. അപ്പോൾ ഇത് ബാലൻസിനും അലൈൻമെൻറ്റിനും ഉള്ളതായതുകൊണ്ട് എവരി വൺ ക്യാൻ കം ഹിയർ. എല്ലാവർക്കും റിലേറ്റബിൾ അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലേ, എല്ലാവർക്കും റിലേറ്റബിളാണ്, ഏത് ഏജിലുള്ളവർക്കും റിലേറ്റബിളാണ്. ബിക്കോസ് ഇറ്റ്സ് ഓൾ അബൌട്ട് ബാലൻസ്. അത് ഞാൻ പറഞ്ഞത് ഇതിനൊരു മോട്ടിവേഷണൽ സെഗ്മെൻറ്റിൽ കൊണ്ടിട്ട് എന്ത് ചെയ്യരുത്, ഫിക്സ് ചെയ്തിരുന്നില്ല. പിന്നെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്താണ്, ഗൈഡ് ടോക്കിൻ്റെ വിഷയത്തിൽ വരുമ്പോൾ ഒരു ക്ലാസ് ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ക്ലാസ്സുകൾ കണ്ടതിൻ്റെ മോഡൽ വരും, അതുപോലൊരു ക്ലാസ്. അപ്പോഴേക്ക് നമ്മൾ ഫിൽറ്റർ ചെയ്തു, നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക് ഓണായി, അപ്പോൾ അതിൻ്റെ സെഗ്മെൻറ്റ് കൊണ്ട് അതേപോലത്തെ ഏതൊരു ക്ലാസ്. അപ്പോൾ തന്നെ നമ്മൾ എക്സ്പീരിയൻസ് സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ എംപ്റ്റി ആയിട്ട് അല്ലെങ്കിൽ ഓപ്പൺനെസ്സോട് കൂടിയിട്ട് ഇരിക്കും, സറണ്ടറൻസോട് കൂടി ഇരിക്കും എന്ന് പറയാനുള്ള കാരണം നിങ്ങൾ ആ ഫ്രെയിമിലൂടെ ഇടുന്നെങ്കിൽ ഇതിനെയും കൊണ്ടുപോയിട്ട് അതിൽ കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കിട്ടിയ റിസൾട്ട് ഇതുകൊണ്ട് എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. ഇറ്റ്സ് എ ചാലഞ്ചിങ്. അപ്പോൾ ഞാൻ GCയിൽ പറയാണ്ട് നിങ്ങൾ കോണ്ടൻറ്റിനെക്കാളും കോണ്ടെക്സ്റ്റ് മാറ്റേഴ്സ്, അതിൽ തന്നെ ഇതിൻ്റെ എനർജി ആയിട്ട് നിങ്ങൾ കണക്റ്റ് ആവണം. അപ്പോൾ മാത്രമേ നിങ്ങളുടെ മൈൻഡിൽ കയറിയിട്ടുള്ള കുറേ മോഡലുകളെ വിച്ഛേദിച്ചുകൊണ്ട് ഗൈഡ് ടോക്കിന് പ്രോ മോഡൽ നിങ്ങളിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഏത് മോഡലിൽ വർക്ക് ചെയ്യണം നിങ്ങളാണ് ഡിസൈഡ് ചെയ്യണത്. നിങ്ങളുടെ അവെയർനെസ്സും നിങ്ങളുടെ സറണ്ടറൻസും ആണ് എന്ത് ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മോഡേൺ ട്രെയിനിങ്സിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അവെയർനെസ്സുകൾ വരുമ്പോൾ നമ്മൾ ഈഗോനെ നർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈഗോനെ നർച്ചർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈവിൾ ഈസ് സോ ഹാപ്പി. മനസ്സിലായല്ലേ? ഇപ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, അല്ല ഇങ്ങനത്തെ കുറേ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഓർക്കൊന്നും ഈവിളായി ഒന്നും ബാധിക്കൂല. അത് അവരെ ബേസിക് ഇമോഷൻ തന്നെ ഈഗോ ആണ്. ഇനി ഓർക്ക് എന്ത് ഈവിളായി, ഓരോ ഓൾറെഡി സെറ്റാണ്. അവർ ലൈഫ് ലോക്കിലേക്ക് ബിൽഡിങ് സംതിങ് ഓൺ ദ ബേസിസ് ഓഫ് ഈഗോ എന്ന സാധനത്തിലായി കഴിഞ്ഞാൽ അത് ഓൾറെഡി അവർ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് ആ പദ്ധതി കൊണ്ട് അവരറിയാതെ തന്നെ ലോകത്തിന് ഒരുപാട് നാശം സംഭവിക്കുന്നുണ്ടായിരിക്കും. അവർ മാത്രം ഗ്രോ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ ഒരിക്കൽ പ്രത്യേകിച്ച് വേറെ ആരെയും കണ്ണ് വെച്ചിട്ട് ഓളാവണം. അവരെ കണ്ണ് തന്നെ പിശാചിൻ്റെ കണ്ണായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ പിശാചിൻ്റെ നോട്ടത്തിൽ പൈശാചികത കയറാൻ അതിൻ്റെ ആവശ്യമില്ല. മറ്റേ നോക്കിയാൽ സുഭാഷ് നോക്കിയപ്പോൾ മറ്റേ സുഭാഷ് നോക്കിയപ്പോൾ വർക്കായില്ലല്ലോ, അതേപോലെയാണ്. ചില ആൾക്കാർ കണ്ണിങ്ങനെ വെച്ച് നോക്കും, വർക്കാവില്ല, കാരണം ഇതിനേക്കാളും മുന്തിയനാത്. ഗോട്ട് ഇറ്റ്. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഏത് പ്രോ മോഡലിലേക്കാണ്, നമ്മുടെ പ്രോ മോഡൽ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പർപ്പസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വിഷൻ ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ ഒരിക്കലും ഒരു സാധനം ഇഫക്റ്റ് ആവില്ല. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ ഇവിടെ പറയും വി ഹാവ് എ ഫ്ലെയിം എന്ന് പറയുന്നത് ആവർത്തിച്ച് നമ്മുടെ ടീമിൽ വി ഹോൾഡ് എ ഫ്ലെയിം, വി വർക്ക് ഫോർ, ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ ഫ്ലെയിം എന്ന് പറയാനുള്ള കാരണം ആ ഇൻറ്റൻഷന് തെറ്റുമ്പോഴാണ് പ്രശ്നങ്ങൾ അകത്തേക്ക് കയറാം. ആ ഇൻറ്റൻഷനിലേക്ക് അയക്കുന്നത് ദിസ് ഈസ് നോട്ട് ഫോർ മൈ വീട്ടിലെ പർപ്പസ്, ദിസ് ഈസ് നോട്ട് ഫ്രം ഇവിടുത്തെ പർപ്പസ്, ദിസ് ഈസ് ഫോർ ദ വേൾഡ് പർപ്പസ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദിസ് ഈസ് സോ ഈസി. നമുക്ക് എത്ര ആളെ അതിലേക്ക് നമുക്ക് അക്കമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ നമ്മൾ ലിമിറ്റഡ് ആയി പോകുന്നുള്ളതാണ്. നമ്മളെ ലിമിറ്റ്സ്, അതായത് നമുക്ക് ഒരു ലിമിറ്റ് വരെ, സെർട്ടൺ ലിമിറ്റ് വരെ, എക്സ്റ്റെൻഡ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ദ ഡിഫറൻസ്. അപ്പോൾ ഇങ്ങനത്തെ ഈഗോ സെൻട്രിക് ആയിട്ടിരിക്കുന്നിടത്ത് വി നീഡ് എ ബാലൻസ് ഓഫ് ഈഗോ. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് എങ്ങനെയായാലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ ഈഗോനെ ഓണാക്കുന്ന കുറേ അനുഭവങ്ങൾ.
നിങ്ങളെ ചുറ്റിലും എല്ലാവരും സാത്വികരൊന്നല്ലല്ലോ അല്ലേ? സത്വഗുണങ്ങളുള്ള സാത്വിക ഗുണങ്ങളുള്ള എല്ലാ ഗുണഗണങ്ങൾക്കിടയിലല്ലല്ലോ നമ്മൾ ആരും ജീവിക്കുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴേക്ക് സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള ആളുകൾ പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ പോകുമ്പം എവിടേക്കോ നമുക്ക് ആ ഈഗോ കോമ്പറ്റീഷനിൽ കയറാതിരിക്കാൻ പറ്റില്ല. നമ്മൾ അവെയർ അല്ല എന്നുള്ളൂ. ചില ഈഗോ സെൻട്രിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത് മസ്റ്റ് ആണെന്ന നമ്മളെ ബോധത്തിൽ കയറിയിരിക്കുന്ന പ്രോഗ്രാം പല കാര്യങ്ങളും. ഇപ്പോൾ ചില സമയത്ത് വീട് വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കുന്ന സമയത്ത് ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് പോലും നമ്മുടെ ഒരു സ്പെസിഫിക് ഈഗോ ഉണ്ട്. അതിനെ കൂടി ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഫോൺ വാങ്ങിക്കും, വീട് വെക്കും, വാഹനം എടുക്കും. കാരണം അവിടെ നമ്മൾ നോക്കുന്ന ആ ഈഗോ ഓണാണ്. നമുക്കെന്താ ഫീൽ ചെയ്യണത്? അതെല്ലാവരും അങ്ങനെ തന്നെ അല്ലേ, സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ അല്ലേ. അപ്പോൾ ഞാൻ ആ റേഞ്ചിൽ എത്തിയിട്ടില്ലെങ്കിൽ ഞാൻ ശരിക്കും ഒരു എന്തൊരു കുഴപ്പമില്ലേ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ ദ വേൾഡ് ഈസ് ഡിമാൻഡിങ് യു ടു ഓപ്പറേറ്റ് ഔട്ട് ഓഫ് യുവർ ഈഗോ. അങ്ങനെ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് നമുക്ക് ചെറുതായിട്ടെങ്കിലും അതിനൊന്നും ബാലൻസ് ചെയ്യണം എന്നുള്ള. അത് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ടീച്ചേഴ്സും പാരൻസും എല്ലാവരും നാളെ തുറക്കല്ലേ അല്ലേ, നാളെ മുതൽ തുടങ്ങല്ലേ. 10th എത്തിയവർ +1 എത്തിയവർ ഇതുവരെ ഉള്ളതൊന്നല്ല ലൈഫ്. 10th നിങ്ങളുടെ വഴിത്തിരിവ് എന്ന് തുടങ്ങിയിട്ട് തുടങ്ങും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ട്രെയിനിങ്സ് ഇങ്ങനെ തരും. ആ ട്രെയിനിങ്സിൽ എന്താ? ഉമ്മൻ്റെ കണ്ണീര് ഉപ്പൻ്റെ കണ്ണീര്, കഷ്ടപ്പാട് ആലോചിക്കുക. അതിങ്ങനെ ആലോചിക്കണം, അതിങ്ങനെ ആലോചിക്കാൻ നമുക്കൊരു എനർജി കിട്ടും, നമുക്ക് വർക്ക് ചെയ്യണം. ഇങ്ങനെ ആലോചിക്കണം. ഞാൻ ചോദിക്കണത്, എന്തിനാണ് നിങ്ങൾ എപ്പോഴും ഇമോഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യണം എന്നൊരു തീരുമാനം? നിങ്ങൾ ആരെ വികാര ജീവിയാക്കി? ഞാൻ എപ്പോഴും അതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. പഠിക്കാനുള്ള ഇൻസ്പിറേഷൻ ഉമ്മനെ പറ്റി ആലോചിക്കും, ഉപ്പനെ പറ്റി ആലോചിക്കും, ഒക്കെ ആലോചിക്കാം. പക്ഷെ ഉപ്പനെ പറ്റി ആലോചിച്ചിട്ട് അവരെ കണ്ണീര് അതിനെപ്പറ്റി ഒക്കെ ആലോചിക്കാം, നല്ലതാണ്. പക്ഷേ ഈ ഇമോഷൻ മാത്രം നമ്മുടെ ഇൻസ്പിറേഷൻ ആയി കഴിഞ്ഞാൽ നീ ഒരു വികാര ജീവിയാവും. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ എന്താണോ ന്യൂറൽ നെറ്റ്വർക്ക് വൈകാരികമായിട്ടുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ നീ ചെയ്യുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നിന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഈസിയാണ്. വൈകാരികമായ ഒരു കാര്യം കൊണ്ടുവന്നാൽ നീ പൈസ എടുത്ത് മൊത്തത്തിലാണ് കൊടുക്കും. നീ എന്തും സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവും. അവിടെയാണ് പ്രശ്നം വന്നുകൊണ്ടിരിക്കണേ. അപ്പം ഒരു പെരുന്നാളായി നമ്മൾ ഇരിക്കുകയാണ് അല്ലേ, അതോ ബലി കൊടുക്കുന്ന പെരുന്നാളാണ് പറഞ്ഞത് അല്ലേ? ബലി നൽകലിൻ്റെ പെരുന്നാൾ നമ്മൾ പറഞ്ഞിരിക്കണമെന്നല്ല. അപ്പോൾ അവിടെ ഒരു സാക്രിഫൈസ് പറയുന്നുണ്ട്. ആ സാക്രിഫൈസ് എന്തിനെ പറ്റിയില്ല? ഡിവൈൻ സാക്രിഫൈസിനെ പറ്റിയിട്ടാണ് പറയുന്നത്, റൈറ്റ്? അപ്പോൾ ആ സാക്രിഫൈസ് നമുക്ക് തരുന്ന മെസ്സേജ് എന്താണ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുപോലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് ചോദിച്ച് ഇഷ്ടത്തോടു കൂടി വാങ്ങിച്ചെടുത്തത് പോലും തന്നവൻ തിരിച്ചു ചോദിക്കുമ്പോൾ കൊടുക്കേണ്ടതാണ് എന്ന ബോധത്തിലാണോ നിങ്ങൾ വാങ്ങിക്കുന്നത്? ഏത് സമയവും തിരിച്ചെടുക്കാം എന്ന ഓപ്പൺനെസ്സിലാണോ നിങ്ങൾ വാങ്ങിക്കുന്നത്? അതിലൂടെ എന്താ കാണിക്കുന്നത്? നിങ്ങൾക്ക് കിട്ടുന്ന സാധനത്തിനേക്കാളും തരുന്നവനോടുള്ള അഫെക്ഷൻ തന്നെയാണോ കൂടുതൽ? ഞാനൊരു കാര്യം ഷംനക്ക് തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തു ചോദിച്ചാലും ഞാൻ തരാം, പക്ഷെ എനിക്കൊരു കണ്ടീഷനുണ്ട്. ഞാനിതൊക്കെ തരുന്നത് ഷംനോട് എനിക്ക് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ സമയത്ത് എന്നോടുള്ള ഇഷ്ടം അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടോ? എങ്കിൽ ഞാൻ എന്തും വാരിക്കോരി തരാം. അപ്പോൾ എനിക്കൊരു ഒരു ടെസ്റ്റ് നടത്തി വെക്കാം, ശരിക്കും എന്നോടുള്ള ഇഷ്ടം അത്ര തന്നെ ഉണ്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടൊരു സാധനം കൊടുത്ത് എന്നിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുക, ഇഷ്ടപ്പെട്ടത് കൊടുത്തുകണ് ഷംന ഇനി അതിനെ പിടിച്ചിരിക്കുമോ അല്ലെങ്കിൽ എന്നെ നോക്കുമോ? ഇത് നോക്കുന്ന സമയത്ത് ഒരു ടെസ്റ്റ് വെക്കാം, ആ തന്നതില്ലേ അതങ്ങ് കടലിൽ കൊണ്ടേ എറിഞ്ഞ് ഗൈഡ് എനിക്ക് അത്ര ആഗ്രഹിച്ച് കിട്ടിയതാണ്, ഇത് ഞാൻ കടലിൽ എറിയാനോ ഐ കാണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ വാട്ട് ഐ ഫീൽ. ഇതുപോലെ ഇനിയും ഒരുപാട് തരാൻ പോകുന്നവരാണ് ഞാൻ. പക്ഷെ ഈ ഒരു വിഷയത്തിൽ പോലും എന്നെ മറന്നുപോയല്ലോ എന്ന ചിന്തയിൽ അത് വരുന്നുണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്തപ്പം ഒരു ലെവലേശം പോലും വരാണ്ട് അറക്കാനാ ഓക്കെ ആം റെഡി, എവിടെ കൊണ്ടുപോണ്ട്. അപ്പോൾ പോണ വഴിക്ക് മറ്റേ ടീംസ് ഇങ്ങനെ വരുന്നുണ്ട്, മോനെ എന്നെ അറക്കാൻ കൊണ്ടുപോകാട്ടോ ബാപ്പ, അതെനിക്കറിയാം, നോ പ്രോബ്ലം. വീട്ടിൽ പോയിട്ട് ഉമ്മനെ പറയുന്നുണ്ട്, നിങ്ങളെ കുട്ടീനെ കൊണ്ടുപോയത് എന്തിനാ അറിയാം, അറക്കാനെ കൊണ്ടുപോയത് അതിന്. സോ വാട്ട് എന്നാ ചോദിച്ചുകൊണ്ടിരിക്കണേ? നോ ഇമോഷൻസ്, ബിക്കോസ് സറണ്ടറൻസ് ആണത്. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അതിൻ്റെ ഒക്കെ മീതെ ഡിവിനിറ്റിയിലേക്കുള്ള സമർപ്പണമാണ് ഏറ്റവും വലുത്. ഭൂമിയിലുള്ള കണക്ഷൻസിനേക്കാളും അറ്റാച്ച്മെൻറ്റിനേക്കാളും. ആ ടെസ്റ്റിൽ ഇമോഷണലി ഉള്ള ആ ടെസ്റ്റിൽ കാംനെസ്സോടുകൂടി പാസ്സായപ്പോൾ എന്താ സംഭവിച്ചത്? ആ കുട്ടിയെ തിരിച്ചു കിട്ടി. കാരണം എന്താ? അവിടെ വാളും ഏറ്റവും മൂർച്ചയേറിയ വാളുകൊണ്ട് കഴുത്തറുത്തിട്ട് പോലും അറക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ് അതിനുള്ള മെസ്സേജ്? നമ്മൾക്കൊക്കെ ഇസ്മായിലി കോൺഷ്യസ്നെസ്സിൽ നമ്മളിലേക്ക് വരുന്ന ചിലതുണ്ട്. ആറ്റുനോറ്റ് അതിയായി ആഗ്രഹിച്ച് ഉണ്ടാക്കിയ ബിസിനസ്, വീട്, സാധനങ്ങളൊക്കെ തന്നെ ഇതൊക്കെ നമുക്ക് ഇമോഷണൽ കണക്ഷനുള്ള സാധനങ്ങളാണ്. ഈ ഇമോഷണൽ കണക്ഷൻസ് ഉള്ള വല്ലതും നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ നിങ്ങൾ എന്താവും? നിങ്ങൾ ഇമോഷണൽ ആകോ? ഇമോഷണൽ കണക്ഷൻ ഉള്ളതാണെങ്കിൽ ഇമോഷണൽ ആകും. പക്ഷേ നിങ്ങൾക്ക് ഇമോഷണലി കണക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ആ വിഷയത്തിൽ അൾട്ടിമേറ്റ് ഇമോഷൻ ടു ദ ഓൾമൈറ്റി ആണെങ്കിൽ
നിങ്ങൾക്ക് അത് എടുത്ത് മാറ്റിയാലും റീപ്ലേസ് ചെയ്താലും ഡിസ്പ്ലേസ് ചെയ്താലും ഒന്നും കുഴപ്പമില്ലാത്തൊരു സ്റ്റേറ്റിലാകുമ്പോൾ ഇസ്മായിലി കോൺഷ്യസ്നെസ്സിലുള്ള കാര്യങ്ങളെ എബ്രഹാമിക് കോൺഷ്യസ്നെസ്സിൽ നിന്നുകൊണ്ട് ഇസ്മായിലി കോൺഷ്യസ്നെസ് ലെയറുകൾ നിങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെയാകുമ്പം എന്നേക്കുമായിട്ട് ആ ഇസ്മായിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ആ ഇസ്മായിലിനെ ആർക്കും അറക്കാനോ എടുക്കാനോ കൊണ്ടുപോകാനോ വൈബ് ചെയ്യിപ്പിക്കാനോ പറ്റാത്ത രീതിയിലേക്ക്. അപ്പോൾ അനുഗ്രഹങ്ങൾ വാങ്ങിച്ചാൽ മാത്രം പോരാലോ, അത് നിലനിൽക്കണ്ടേ, അത് അനുഭവിക്കണ്ടേ, അത് ആസ്വദിക്കണ്ടേ. അത് എന്നേക്കും അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന ഒരു ആഘോഷം തന്നെയായി മാറി ആ സമർപ്പണം. അതല്ലേ ബലി പെരുന്നാൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വലിയ പെരുന്നാൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സ്മരണയല്ലേ അതിലേക്ക് എടുക്കുന്നത്. എന്നാണ് അവിടെ പഠിപ്പിച്ചത്? വികാരങ്ങൾക്കപ്പുറത്ത് എങ്ങനെയാണ് സമർപ്പണം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മളുടെ ഡേ ടു ഡേ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഈഗോ സെൻട്രിക് ആയിട്ട് പോകാനാണ്. അവിടെ ഇമോഷണലി ന്യൂട്രലായിട്ട് കാംനെസ്സോട് കൂടിയിട്ട് കാര്യങ്ങളെ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ എത്തുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, നിങ്ങൾ തകരൂല തളർന്നാലും. ഞാൻ GC ചെയ്തവർ എപ്പോഴും പറയും, ചിലപ്പോൾ നിങ്ങളൊന്നും തളർന്നു പോയേക്കാം, പക്ഷെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, തകരൂല. ബിക്കോസ് യു ഹാവ് മെയ്ഡ് ദാറ്റ് ഇൻ്റലിജൻസ്. നിങ്ങൾക്ക് ആ വയറിങ് നടത്തിയിട്ടുണ്ട്, ഒരു സംശയമില്ല. എല്ലാവരും പറയില്ല ആഫ്റ്റർ GC ബിഫോർ GC വാട്ട് ഹാപ്പൻഡ്, എന്താ സംഭവിച്ചത്? ആ ഇൻ്റലിജൻസ് ഇൻസ്റ്റലേഷൻ നടന്നു, ആ വയറിങ് നടന്നു, കാര്യങ്ങളെ ഇങ്ങനെ കൂടി നോക്കി കാണാം എന്നുള്ള കൺക്ലൂഷൻ മെത്തഡോളജി നമ്മുടെ ബ്രെയിനിൽ ഒരു ന്യൂറൽ നെറ്റ്വർക്കായിട്ട് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക് തന്നെ 10 ദിവസം ആഘോഷിച്ചുകൊണ്ടിരുന്ന പ്രശ്നം ഒരു ദിവസം കൊണ്ട് ആഘോഷം കഴിഞ്ഞ് തിരിച്ചുപോയി. 4 ആഴ്ച ഇരുന്നിട്ട് ആഘോഷിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ 2 ദിവസം കൊണ്ട് തന്നെ ആ പ്രശ്നത്തിൻ്റെ ഡോസ് തീർന്നുപോയി. ചിലർക്ക് മതിയാവില്ല പ്രശ്നങ്ങൾ ആസ്വദിച്ചിട്ട്, പക്ഷെ പെട്ടെന്ന് പോയി പോകും. ചിലർക്ക് അങ്ങനെയാണ്. ദുഃഖാചരണം എന്ന് പറഞ്ഞാൽ ഒരു ആഘോഷമാണ് ചിലർക്ക് എന്ന് പറഞ്ഞാൽ. അതിങ്ങനെ ഇങ്ങനെ ഇരുന്ന് പോകണം. പക്ഷെ ഇപ്പോൾ പണ്ടത്തെ ആ കിക്ക് കിട്ടാത്ത കുറേ ആൾക്കാരുണ്ട്. കാരണം എന്താ, ആ കിക്കിന് ബദലായിട്ട് വേറൊരു കിക്ക് ഉള്ളോട്ട് വന്നപ്പോൾ ആ പുതിയ കിക്ക് പഴയ സാധനത്തിന് കിക്ക് ഓഫ് ചെയ്ത് എടുത്ത് പുറത്തിട്ടു. ഇതാണ് നമുക്ക് വേണ്ടത്. സോ ദിസ് സിസ്റ്റം ഹാസ് ടു ബി ജനറേറ്റഡ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഇൻഡിക്കേഷൻ യുവർ ലൈഫ് ഈസ് ഗോണ ചേഞ്ച്. യുവർ ലൈഫ് ഈസ് ഓൾറെഡി ഇൻ ദ പാത്ത് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. ഇതിലെത്തിയതോടുകൂടി മാറല്ലേ ചെയ്യണത്. ഇതിലെത്തിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഡെസിഷൻസ് എടുക്കാനുള്ള ക്ലാരിറ്റിയോടുകൂടി ഗോൾ സെറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ എങ്ങോട്ട് നാവിഗേറ്റ് ചെയ്യണമെന്ന് നിങ്ങളാ തീരുമാനിക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, ഈ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. മുങ്ങാത്ത അവസ്ഥയല്ലേ, അത് മെയിൻറ്റെയിൻ ചെയ്യും വേണം. അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, ദാറ്റ് ഈസ് അലൈൻമെൻറ്റ്. അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കപ്പൽ അല്ലെങ്കിൽ നിങ്ങളുടെ തോണി തുഴഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ പോലെ മൂവ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഫ്ലോ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. യു ഗോട്ട് ദാറ്റ് ബാലൻസ് ടു. ഇതാ വേണ്ടത്. ഇമോഷണലി ഈ ബാലൻസ് കിട്ടാത്ത ഒരാൾ സൊല്യൂഷന് വേണ്ടി ഓടാണെങ്കിൽ ആ സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ ഒരുപാട് ആളുകൾക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. ഒരുപാട് ആളുകൾക്ക് തലവേദന ഉണ്ടായിട്ടുണ്ടായിരിക്കും. അവരെക്കാളും വലിയ തലവേദന അവരെ പ്രശ്നം കൊണ്ട് ബാക്കിയുള്ളവർക്കായിരിക്കും. എൻ്റെ കുട്ടീൻ്റെ പ്രശ്നം എക്സാമിനെ കുറിച്ച് ആലോചിച്ചുള്ള ടെൻഷനാണ്. അത് ചിലപ്പോൾ 10 ഡിഗ്രി ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ കുട്ടീനായിട്ട് ഞാൻ ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കുന്നതുകൊണ്ട് എൻ്റെ കുട്ടീൻ്റെ പ്രശ്നം എൻ്റെ പ്രശ്നത്തിനേക്കാളും വലിയ പ്രശ്നം ഓൾറെഡി തൻകുഞ്ഞ് പൊൻകുഞ്ഞാക്കി വെച്ചിക്കണമല്ലോ എന്നതുകൊണ്ട് അത് ആലോചിച്ചിട്ട് കുട്ടി ടെൻഷൻ അടിച്ച് കിടന്നുറങ്ങാനായാലും ഉമ്മക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. കുട്ടി ടെൻഷൻ അടിച്ച് ഉറങ്ങാൻ, ടെൻഷൻ അടിച്ചിട്ടാണല്ലോ എൻ്റെ കുട്ടി ഉറങ്ങണേന്ന് ആലോചിച്ചിട്ട് ഉമ്മക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെ പ്രശ്നം മറ്റുള്ളവരുടെ ഉറക്കം കെടുത്തുന്ന രീതിയിൽ പ്രശ്നമാകുന്നുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത പ്രശ്നം തന്നെയാണ്. ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾ അങ്ങനെ ആവുന്നില്ല നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദിസ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. ആ ലെയർ അതാണ് ദ സ്റ്റേറ്റ് ഓഫ് കാംനെസ്. കാംനെസ് സ്റ്റേറ്റ് എന്താ മനസ്സിലായല്ലോ, എപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങാമെന്ന് മനസ്സിലായല്ലോ, റൈറ്റ്. അപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, ഈ പറഞ്ഞ മുങ്ങാത്ത അവസ്ഥ എങ്ങനെ? ഇതിലിപ്പോൾ ഇരിക്കുന്ന മെജോറിറ്റി ആൾക്കാരെ അവസ്ഥയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓൺലൈനിലുള്ള മെജോറിറ്റി ആൾക്കാർ എങ്ങനെ ആയിരിക്കും GT കണ്ടിന്യൂസ് ആയിട്ട് എല്ലാത്തിനും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മുങ്ങുന്നു തോന്നുന്നുണ്ടെങ്കിൽ ഒരു 4 ആഴ്ച പ്ലീസ് കം ഹിയർ ആൻഡ് സിറ്റ്, കം ഇൻ ദ ഓൺലൈൻ ആൻഡ് സിറ്റ്, യു ക്യാൻ സീ ദാറ്റ്. ആ മാജിക് കാണാൻ പറ്റുന്നില്ല. ബിക്കോസ് നമ്മളെ എനർജി, നമ്മുടെ ഇമോഷൻസ് ആണ് ഡിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ലൈഫ് എങ്ങനെ ഡിസൈൻ ആവണം എന്നുള്ളത്. സോ വി ഹാവ് 2 ഓപ്ഷൻസ്. ഓൾവേസ് വി ഹാവ് 2 ഓപ്ഷൻസ്. ഫസ്റ്റ് ഓപ്ഷൻസ് ഇമോഷണലി ഡെസിഷൻ എടുത്തിട്ട് ഇമോഷണൽ എക്സ്പീരിയൻസുകൾ കൂടുതൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കാം. അതെല്ലാം വിസ്ഡമാറ്റിക് ആയിട്ട് ഡിസൈഡ് ചെയ്തിട്ട് വിസ്ഡമാറ്റിക് ആയിട്ടുള്ള ലൈറ്റ് ഓറിയൻറ്റഡ് എക്സ്പീരിയൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാം. അത് നമ്മളാണ് ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വി ഹാവ് ദാറ്റ് ഫ്രീഡം. അപ്പം അതെപ്പോഴും നമ്മളെ ബോധ്യത്തിലുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി നൈസ്. ഓക്കെ, ക്ലിയർ. അപ്പം ഫൈനലി ഒരു കാര്യം കൂടി പറഞ്ഞ് വി ആർ കൺക്ലൂഡിങ്. അപ്പം ഈ ന്യൂറൽ നെറ്റ്വർക്ക്, നമുക്കുള്ളിലുള്ള ന്യൂറൽ നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് പാസ്റ്റ് എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കുമ്പോൾ ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് കോഡ് ചെയ്ത് കിടക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞു അതാണ് ആക്ച്വലി അത് പിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ആൻഡ് ഓൾസോ നമ്മുടെ ബ്രെയിന് നമ്മളതിനെ മാറ്റാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് നമുക്ക് ഗ്രേറ്റ്ഫുൾ ആവാനുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ട് അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ പല എക്സ്പീരിയൻസുകളുടെയും ലേണിങ്സ് എടുക്കാം. ഞാൻ കഴിഞ്ഞ GTയിൽ ഒരാൾ ക്വസ്റ്റ്യൻ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരേപോലത്തെ പ്രശ്നം ആവർത്തിക്കുന്നു. ഞാൻ പറയും ഇറ്റ്സ് എ പാറ്റേൺ, ഇറ്റ്സ് നോട്ട് എൻ എക്സ്പീരിയൻസ്. ഒരേപോലത്തെ എക്സ്പീരിയൻസ് ആവർത്തിച്ച് വരുന്നത് അതൊരു പാറ്റേൺ ആണ്. അപ്പോൾ ആ പാറ്റേൺ എന്തുകൊണ്ട് ആവർത്തിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ പാറ്റേണും എക്സ്പീരിയൻസേ എടുക്കുന്നുള്ളൂ, അതും നിങ്ങൾ ലേണിങ്സ് എടുത്തിട്ടില്ല. ഇനി നമുക്ക് തോന്നുക ഞാൻ കുറേ പഠിച്ചു, എനിക്കതൊന്നും പാഠം പഠിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഒരു പാട് പിടിച്ച പഠിത്തമാണെങ്കിൽ അതല്ല അതിലെ പാഠം. ഒരു എക്സ്പീരിയൻസ് ഞാൻ അതുകൊണ്ട് കുറേ പഠിച്ചിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ഫീലിംഗ് ആണ്? ഭയങ്കര നെഗറ്റീവ് ഫീലിംഗ് ആണ്. അപ്പോൾ നമ്മൾ പറയുന്നത് നന്മയും തിന്മയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആരാ സംവിധാനിക്കുന്നത്? അവനാണ് സംവിധാനിക്കുന്നത്. അപ്പം നന്മയും തിന്മയുമായിട്ടുള്ള കാര്യങ്ങൾ സംവിധാനിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അവൻ കാരുണ്യമാണ്, സ്നേഹമാണ്, നീതിമാനാണ്. അപ്പോൾ നീതിമാനും കാരുണ്യവാനും സ്നേഹവാനും കരുണാമയനുമായിട്ടുള്ളവൻ ഒരു പ്രശ്നം നിങ്ങളുടെ ലൈഫിലേക്ക് തന്നിട്ടുണ്ടെങ്കിൽ കാരുണ്യത്തോടു കൂടിയുള്ള സ്നേഹത്തോടു കൂടിയുള്ള ഒരാൾ മറ്റൊരാളെ നുള്ളാന്ന് പറയുമ്പോൾ നമുക്ക് എന്താ തോന്നുക? നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമുള്ള, നിങ്ങൾക്ക് വായ കൈയിട്ടാൽ പോലും കടിക്കില്ല തോന്നുന്ന ഒരാളെ പറ്റി ആലോചിക്കാം. അഫെയർ ഒന്നും ആലോചിക്കരുത്. ഓക്കെ, വായ കൈയിട്ട ആദ്യം കടിക്കില്ല, പിന്നെ തലയെടുക്കും പറിച്ചിട്ടായിരിക്കും കൊണ്ടുപോകും. അതാ പ്രശ്നം. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു രൂപമെന്ന് തോന്നുന്ന ആരെങ്കിലും പറ്റി ആലോചിക്കാം. അവർ ഭയങ്കര സോഫ്റ്റാണ്, കാമാണ്, ഇന്നസെൻ്റ് ആണ്. അവരെ കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു ചിലപ്പോൾ ഗ്രാൻഡ് പാരൻസ് അങ്ങനെ ആരെങ്കിലൊക്കെ ആയിരിക്കും. ഒരു ഡിവൈൻ ഗ്രേസ് ഇങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു സ്പേസ്. അവർ ചീത്ത പറയുക, അവർ നുള്ള, അവരടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താ തോന്നുക? അവരത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അവരോട് ദേഷ്യമുണ്ടോ? നമുക്കെന്ത് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞത് അവരെ പറ്റിയിട്ട് നമുക്ക് എന്താ ഫീൽ ചെയ്യണം? ഡൂയിങ് സോ. അവർ തല്ലുന്നു, അവർ തിരുത്തുന്നു, അവർ ചീത്ത പറയുന്നു, നമുക്ക് എന്താ ഫീൽ ചെയ്യുക? ഒരു ചീത്ത പറഞ്ഞതിന് ഭയങ്കര ഒരു ക്യൂട്ട്നെസ് ആയിരിക്കും. ആലോചിച്ച് നോക്കിയേ, ശ്രദ്ധിച്ചോ? അപ്പോൾ അങ്ങനത്തെ ഒരു എൻറ്റിറ്റിയാണ് പഠിച്ചോൻ. അപ്പോൾ അവൻ നിങ്ങൾക്ക് തിന്മ തന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഫീൽ ചെയ്യുക? അതെന്തുകൊണ്ടാണ് നമുക്ക് ആ സമയത്ത് അത് ഫീൽ ചെയ്യാത്തത്? നമ്മൾ ആ ക്യൂട്ട്നെസ്, ആ അവെയർനെസ്സിലല്ല കാണുന്നത്. നമ്മൾ ആ പ്രശ്നത്തിൻ്റെ രൂപത്തിലാണ് കാണുന്നത്. നമ്മൾ ആ പ്രശ്നത്തെയാണ് കാണുന്നത്. കാരണം പഠിച്ചവനെ കാണാൻ പറ്റൂലല്ലോ. കാണാൻ പറ്റുമായിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞു കാണാൻ പറ്റുമായിരുന്നു, നിങ്ങളൊന്ന് ആലോചിക്കുക. വാട്ട് യു ഫീൽ? വല്യമ്മ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആൾ അവർ കണ്ടുകൊണ്ട് അവർ ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ദേഷ്യം കാണും. നമ്മൾ അവരെ കാണുള്ളൂ. ആ പല്ലൊക്കെ പോയിട്ട് ഇങ്ങനെ ഞാൻ വെച്ചിട്ട് ഇതല്ലേ വരാ. വാട്ട് യു ഫീൽ? അതേ സമയത്ത് നമ്മൾ അവരെ സൗണ്ട് മാത്രം കേൾക്കുന്നുള്ളൂ, എന്തോ ദേഷ്യമുണ്ട്. അപ്പോൾ ടോണ് മാത്രമൊക്കെ നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഫിയർ ആവും. പക്ഷെ ആ ഫേസ് കാണുമ്പോൾ, ആ ഫേഷ്യൽ ടോൺ കാണുമ്പോൾ ഇത്ര ക്യൂട്ടായിട്ട് ദേഷ്യം പിടിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം നിങ്ങളെങ്ങാനും നേരാവണ്ണം ചെയ്തിട്ടില്ലെങ്കിൽ എന്ന് തമ്പുരാൻ പറയുമ്പോൾ വാട്ട് യു ഫീൽ? അപ്പോൾ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ഇൻ കേസ് എന്തെങ്കിലും തെറ്റിലേക്ക് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് ആ ഒരു ഫേസ് വരുമ്പം നമുക്കുള്ളൊരു ഗിൽട്ട് ഉണ്ടായിരിക്കും, റിഗ്രറ്റ് ഉണ്ടായിരിക്കും. അവർ ദേഷ്യം പിടിക്കുമെന്നുള്ള പേടിയേക്കാളും അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞതാണല്ലോ ഞാൻ കേൾക്കാത്തതെന്ന് ആലോചിക്കുമ്പോൾ വരുന്നൊരു പെയിനില്ലേ? രണ്ടാം അത് നമുക്കൊരു പെയിൻ വരില്ലേ? ആ പെയിനിൽ നിന്ന് വരുന്നൊരു ഇസ്തിഗ്ഫാറില്ലേ, സങ്കടം. അല്ലാണ്ട് പ്രിൻസിപ്പാൾ നോക്കിക്കുന്ന നാളെ സീനാണ് എന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പാളിൻ്റെ ആ ഫീലിങ്ങോട് കൂടി എന്തോ ഒപ്പിച്ച് അടുത്ത ദിവസം നല്ലോണം കേട്ട് പേടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇത് അപ്പോളജി ചെയ്ത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെയ്തു നമ്മൾ. അതിനപ്പുറത്തേക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ പറഞ്ഞതാണ്. ആ ടീച്ചർ പറഞ്ഞിട്ട് ആ സമയത്ത് എന്തോ അങ്ങനെ ഇത് പോയി ചെയ്യുമ്പോഴൊക്കെ ഉള്ളൊരു സാധനം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ഗിൽറ്റ് ഉണ്ടല്ലോ. മറ്റേതെന്താ, പ്രിൻസിപ്പാൾ പൊക്കാണ്ട് നോക്കട്ടെ എങ്ങനെയെങ്കിലും. അത് മറ്റേ ആ ഗിൽറ്റ് അല്ല, അത് ഇറ്റ് ഈസ് നോട്ട് ഔട്ട് ഓഫ് ലവ്. അതൊരു ദേഷ്യമാണ്, എങ്ങനെയും കാണാണ്ട് ചെയ്ത് തീർത്തേക്കുന്നുള്ളൊരു സാധനമാണ്. ഇതിനങ്ങനെയല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റിൽ ഒരാളിൽ നിന്ന് നമ്മളിങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ, ഇഫ് യു ക്യാൻ പ്രോഗ്രാം നിങ്ങളുടെ ന്യൂറൽ അവെയർനെസ്സിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ ഡിവിനിറ്റി ഓൾമൈറ്റി പ്രോഗ്രാം ചെയ്തത് ഇങ്ങനെയാണെങ്കിൽ അതൊന്നും വരുന്നൊരു ഗിൽറ്റ് ഉണ്ട്. അതൊരു വല്ലാത്ത ഗിൽറ്റാണ്. അതിനൊരു പേടിയും വരും. ആ പേടി എന്ന് പറഞ്ഞാൽ എന്നോട് ഇനി പിണങ്ങോ, ആകെയുള്ള ഒരേ ഒരു സപ്പോർട്ടർ ഞാൻ പറഞ്ഞ കേട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പം ചില സമയത്ത്, എപ്പോഴല്ല കേട്ടോ, അതിനെ ലൂപ്പോളായി, ചില സമയത്ത്
നമ്മളെ കൊണ്ട് അങ്ങനത്തെ അനുഭവങ്ങൾ ചെയ്യിപ്പിക്കുന്നതും അവനൊരു പങ്കുണ്ട്. എന്തിനാണ്? ആ തെറ്റ് സംഭവിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവനെ കാണുന്നത്, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അവനെ ഫീൽ ചെയ്യണത്, അത് ഫീൽ ചെയ്യിപ്പിക്കാന്നുള്ളതാണ്. അതിലൂടെ കടന്നു പോകുമ്പം ഡീപ്പസ്റ്റ് പെയിനിൽ നിന്നും ഡീപ്പസ്റ്റ് ഗിൽറ്റിൽ നിന്നും വരുന്നൊരു ഫോർഗീവ്നെസ് ഉണ്ട്. അതിന് വല്ലാത്ത ഫ്രാഗ്രൻസ് ആണെന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് എ കോട്ട് ബൈ ഇമാം അലി. അത് എത്രയോ ആൾക്കാരെ വലിയ സ്റ്റേഷൻ ടു ദ ഡിവിനിറ്റിയിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ സെയിൻ്റ് ആയിട്ടുള്ള ആൾക്കാരും നല്ലവരായിരുന്നില്ല. ചെറുപ്പം മുതലേ അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. ചില ആൾക്കാർ അവർക്ക് പറ്റിയ തെറ്റിൽ നിന്നും ഖേദിച്ച് മടങ്ങിയ അവസ്ഥയിൽ ആ ഖേദത്തിൻ്റെ ആഴുണ്ടല്ലോ, അതൊരു പക്ഷേ അവർ നേരാവഴി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇതിനേക്കാളും പവർഫുൾ ആയിരുന്നു. അപ്പോൾ അവരെ കൊണ്ട് അത്രയും അനുഭവത്തിലൂടെ കടത്തി വിട്ടിട്ട് ആ ഖേദത്തിൻ്റെ ആയത്തിലൂടെ കടത്തിയിട്ടിട്ട് സ്നേഹത്തിൻ്റെ അറകൾ അങ്ങ് കുത്തി തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെളിച്ചങ്ങ് വാരി വിതറുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശത്തിൽ നിന്നും ആ ഫ്രാഗ്രൻസിൽ നിന്നും സംഭവിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അത് ചില്ലറയല്ല. ഇപ്പോൾ പറയാം, ചില ആൾക്കാരുടെ അനുഭവങ്ങളിൽ അവർ പഠിച്ചോനെ കണ്ടു എന്ന് പറയും, അതുകൊണ്ട് അവരുടെ ലൈഫ് അങ്ങ് മാറി എന്ന് പറയും. അപ്പോൾ അവർക്കത് സംഭവിക്കണമായിരുന്നു. ഇങ്ങനത്തെ ലേണിങ്സ് എടുത്തോന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനത്തെ ലേണിങ്സ് എടുക്കുമ്പം ജീവിതത്തിലുണ്ടായ എല്ലാ ദുരനുഭവങ്ങൾക്കുള്ളിലും പഠിച്ചോനെ ഈ എന്തിനാ അത് തന്നെന്ന് ആലോചിക്കുമ്പോഴും ആ എന്തിനാ എന്നതിൻ്റെ അകത്തേക്ക് ഒന്നുകൂടി പോയി നോക്കാൻ പറയുന്നുണ്ട്. അതിലേക്ക് ഒന്നുകൂടി പോയി നോക്കുമ്പം അവിടെ സ്നേഹത്തിൻ്റെ ആ ഗന്ധം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ആ വെളിച്ചം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പറയും അത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും പാഠം എടുത്തു. യു ഗോട്ട് ഇറ്റ്. ഇനി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. കാരണം അതെടുത്തിട്ടാണ് അടുത്ത ചാപ്റ്ററിൽ കൊണ്ടുപോയിട്ട് വിതറേണ്ടത്. അതിൻ്റെ വെളിച്ചത്തിലേക്ക് നോക്കുമ്പം ഓരോ ചാപ്റ്ററും പേര് വേറെ വേറെ. ഒരു ചാപ്റ്റർ വദൂദ്, അടുത്ത ചാപ്റ്റർ സലാം, അടുത്ത ചാപ്റ്റർ റഹ്മാൻ, അടുത്ത ചാപ്റ്റർ റഹീം. ഓരോ കോൺഷ്യസ്നെസ് ഓഫ് ഓൾമൈറ്റിയെയും ഓരോ ചാപ്റ്ററായിട്ട് അത് അറിയാൻ ഓരോ അനുഭവങ്ങളുണ്ട്. സമാധാനമായവനെ അറിയാ എന്നത് പഠിക്കാനുള്ള ചാപ്റ്റർ കിതാബ് തുറന്നപ്പോൾ എന്താ സംഭവിച്ചത്? ജീവിതത്തിൽ മുഴുവൻ വിഷമങ്ങൾ. അതിലൂടെയാണ് അത് പ്രാക്ടിക്കലി പഠിച്ചത്. വധൂതായവനെ അറിയാൻ അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ ഡയമെൻഷനിലുള്ളതിനെ അറിയാൻ വേണ്ടിയിട്ട് ഓരോ ചാപ്റ്ററുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഓരോ ചാപ്റ്റർ ആയിരിക്കും നമ്മളെ ലൈഫ് എടുത്ത് നോക്കിയത്. നിങ്ങളുടെ ഓരോ ലൈഫിൽ അവിടെ ഏത് കോൺഷ്യസ്നെസ് ഓഫ് ദ ഡിവിനിറ്റി ലവാണ് എന്നിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചത്? എല്ലാത്തിൻ്റെ ഉള്ളിൽ സ്നേഹം തന്നെ ഉള്ളൂ, വേറെ ഒന്നുമല്ല. ഇത് കിട്ടുമ്പോഴേ ഞാൻ പറയും യു ഗോട്ട് ദ ലെസൺ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടില്ല? ലെസൺ കിട്ടിയിട്ടില്ല. തുറക്കാത്ത വാതിലുകൾ തുറന്നു തരുന്നവൻ എന്ന് അറിയിച്ചു തരാൻ വേണ്ടിയിട്ട് അവൻ എല്ലാ വാതിലും കൊട്ടി അടിച്ചിട്ടുണ്ടാവും. നമ്മളൊക്കെ പൂട്ടിക്കെട്ടി പോവല്ലേ, ഇനി ഒരു പരിപാടി ഇല്ല എന്ന് പറയുമ്പോൾ പഠിച്ചോനിങ്ങനെ പോവല്ല സാർ പോവല്ല, ഇന്നലെ ഇങ്ങനെ വിളിക്കൂ. സെക്കൻഡ് മൈൻഡ് ഒന്നുകൂടി നോക്കണോ? വേണ്ട 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 വേണ്ട. അപ്പോഴൊക്കെ മനുഷ്യ പിശാചുക്കൾ വരും. വേണ്ട 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 വെറുതെ റിസ്ക്കാണ്, എത്ര കാലം എത്ര ലൈഫ് പോയി എന്നിട്ട് പോകും. അപ്പോഴായിരിക്കും ഇപ്പം ഒറ്റ ഇവിടെ സാധനം ഉണ്ടെന്ന് പറയുമ്പോൾ റൂമി പറയുന്നുണ്ട്, ഒരു പക്ഷേ നിങ്ങൾ ചെയ്ത് മടുത്തിട്ട് ക്വിറ്റ് ചെയ്യാൻ പോലെ ഐ എം എബൌട്ട് ടു സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു ടൈമില്ലേ, ആ സമയത്ത് നിങ്ങൾ ഒന്നുകൂടി ചെയ്ത് നോക്കിയേ, അപ്പോഴായിരിക്കും നിൽക്കുള്ള വാതിൽ തുറക്കുക. നിങ്ങൾക്ക് നിർത്തണം എന്ന് തോന്നും. അപ്പോൾ അതായത് വെളിച്ചത്തോടെ അടുക്കുമ്പോൾ ഇരുട്ടിൻ്റെ കാഠിന്യം കൂടും, പ്രഭാതത്തോടെ അടുക്കുന്ന സമയത്ത് ഇരുട്ടിൻ്റെ കാഠിന്യം കൂടുന്നൊക്കെ ആൽക്കെമിസ്റ്റിൽ പറയുന്നുണ്ടല്ലോ. ഇൻ സച്ചവേ അപ്പോൾ തുറക്കാത്ത വാതിലുകൾ തുറന്നു തരുന്ന ഫത്താഹായിരിക്കുന്നവൻ എന്താണ് എന്ന് നിങ്ങൾ അറിയിക്കലായിരിക്കും ഏതൊക്കെ ചാപ്റ്റർ. ഈ ബേസിൽ നിങ്ങളൊന്ന് കണ്ടംപ്ലേറ്റ് ചെയ്തൊക്കെ സൂപ്പറായിരിക്കും. നമ്മളെക്കുള്ളിലെ ഖുർആൻ വായിച്ചു തുടങ്ങും. എന്താ ഖുർആൻ? വേദം എന്താണ്? ദൈവത്തിൻ്റെ വചനം, കലാം, സംസാരം. നമ്മളോട് ആ ഓരോ അനുഭവത്തിലും എൻ്റെ ഉള്ളിലെ ജീവിതമാകുന്ന ഖുർആനിലെ പേജിലൂടെ അവൻ എങ്ങനെയാണ് എന്നോട് സംസാരിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ എന്നോട് എന്ത് സംസാരിക്കുകയായിരുന്നു? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സംസാരിക്കുക മാത്രമല്ല, ചില സമയത്ത് സല്ലപിക്കുകയായിരുന്നു, സ്നേഹിക്കുകയായിരുന്നു. നമുക്കിതൊന്നും അറിയില്ലല്ലോ. ചില ആൾക്കാരുണ്ട്, മനുഷ്യന്മാർക്ക് ദൈവികതയിൽ നിന്നും തെന്നിപ്പോണോ ഒന്നാമത്തെ കാര്യം അവർക്ക് ഒരിക്കലും ദൈവം എന്ന സ്പേസിനെ സ്നേഹമായിട്ട് ചിന്തിക്കാനേ പറ്റില്ല. ഓരോ കണ്ടാൽ ഒരു കാര്യം ഉറപ്പ്, ഓരോരോ ലക്ഷണം എന്താ പറയുക, സ്നേഹം എവിടെ കണ്ടോ അതിനോടൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. ഇപ്പം ചിലപ്പോൾ നമ്മളെ പ്രോഗ്രാമിന് വന്നാൽ ജെൻസ് വേറെ ലേഡീസ് വേറെ ആണെങ്കിൽ കൂടി വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പബ്ലിക് പ്രോഗ്രാമൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, എല്ലാവരും കാണുമ്പോഴേക്ക് ഭയങ്കര കെട്ടിപ്പിടുത്താൽ. ഇവർ കഴിഞ്ഞൊരു കൊല്ലം ഒന്നിച്ചൊരു ക്ലാസ് പഠിച്ച പോലെയൊക്കെയാണ്, ഭയങ്കര സ്നേഹ ആലിംഗനൊക്കെ. അപ്പോൾ ചിലർക്ക് ഇതെന്ത് ഇവിടെ ഓവറാക്കണ്, എന്താ അപ്പം അതിന് മാത്രം ഇവിടെ നിങ്ങൾ തോന്നുന്നു. ഞാൻ പറയും ഒരിക്കൽ കാറ്റടിച്ചിട്ടില്ല, അവർക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ഫീലിംഗ് ആയിരിക്കും. പക്ഷെ കുറച്ച് കാറ്റടിച്ചാൽ നമുക്കുള്ളിൽ ഗോഡ് ഈസ് ലവ് എന്ന സാധനം ഓണായി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ കൂടി വി ഫീൽ ദ സിമിലാരിറ്റി ഓഫ് ദ സോൾ കണക്ഷൻ. കാരണം സോൾ പൂളിൽ കണക്റ്റഡ് അല്ലാത്ത ഒരാളെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് കാണൂല. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാരും നമ്മൾ കാണൂലല്ലോ.
ഈ ഭൂമിയിൽ നിങ്ങൾ ഒരാൾ ദർശിക്കണമെങ്കിൽ വരുന്നതിന് മുന്നേ വെളിച്ചത്തിൻ്റെ ലോകത്ത് നിങ്ങൾ വെളിച്ചമായിട്ടിരിക്കുമ്പോൾ ആത്മാവായിട്ടിരിക്കുമ്പോൾ ആലമുൽ അർവാഹിൽ വെച്ച് കണ്ടവരായിരിക്കണം. അപ്പോൾ ആ ലവിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ലൈറ്റ് അടിച്ചിട്ട് ആ ഫീലിംഗ് അടിക്കുള്ളൂ. നേരെ തിരിച്ചിട്ട് ഇത് ഓപ്പോസിറ്റ് ആയിട്ട് അടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. പെട്ടെന്ന് ഫസ്റ്റ് ഓഫ് കാണുമ്പോൾ ലവ് അറ്റ് ഫസ്റ്റ്, അത് ലൈറ്റ് അടിച്ചതല്ല, അത് മറ്റേ ഇരുട്ടടിച്ചതാ. ഇരുട്ടടി എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു അടി അടിച്ച ആ അടിയോട് കൂടിയിട്ട് കഴിഞ്ഞ് മൊത്തത്തിൽ ഇരുട്ടിലായി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിട്ട് വേണം ചാപ്റ്ററുകൾ ക്ലോസ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കിനെ ഒന്ന് എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്യണം. എന്തിലേക്ക് വേണ്ടിയിട്ട്? നമ്മളെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, ഗ്രോത്ത് സെൻറ്റേഡ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റണം. ഫോർ ദാറ്റ് റീവിസിറ്റ് ദ ചാപ്റ്റേഴ്സ്. അത് ചാപ്റ്റർ റീവിസിറ്റ് ചെയ്യുമ്പോൾ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്. നിങ്ങളുടെ ചില ലേണിങ്സ് കിട്ടിയ ചാപ്റ്ററുകളിലേക്ക് ഇനി പോകണ്ട, അതിങ്ങനെ പോയിക്കോളും. എല്ലാത്തതിൽ എന്തുകൊണ്ടായിരിക്കും അത് എന്ന് നമ്മൾ അതിൽ ലേണിങ്സ് എടുക്കാണ്ട് പൂട്ടിവെറ്റ ചാപ്റ്ററുകളിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്ത പാഠങ്ങളില്ലേ, ആ പാഠങ്ങൾ വെച്ചിട്ടാണ്, ആ പാഠസമ്പത്തുകൾ വെച്ചിട്ടാണ് നമ്മൾ ജീവിതത്തെ നോക്കിക്കാണുന്നത്. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കാര്യം ചെയ്യാതിരിക്കുന്നുണ്ട്. അത് അതിൽ നിന്നുള്ള പാഠം നിങ്ങൾ എടുക്കാത്തത് കൊണ്ടാണ്. നിങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടല്ല പഠിച്ചിട്ടുള്ള ഒരു അനുഭവം തന്നെ. നിങ്ങൾക്ക് അത് എങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം എന്നുള്ള വഴികൾ തുറന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അനുഭവങ്ങൾ തന്നെ. ഓരോ അനുഭവം കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ ഒന്നിലേക്കില്ലേ, ഓരോ അനുഭവം കഴിയുമ്പോൾ നിങ്ങളിങ്ങനെ ഒതുങ്ങി പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ അതിൽ നിന്ന് ലേണിങ്സ് എടുക്കുന്നില്ല. ഒതുങ്ങുക എന്നതല്ല പ്രപഞ്ച നിയമം, വികസിക്കുക എന്നുള്ളതാണ്. അത് പ്രപഞ്ച നിയമമാണ്. പ്രപഞ്ചത്തിൻ്റെ അകത്താണ് നിങ്ങളെങ്കിൽ അത് നിങ്ങൾക്ക് ബാധകമാണ്. അപ്പോൾ പ്രപഞ്ചം വികസിക്കുന്നു, പ്രപഞ്ചം ചലിക്കുന്നു, മനുഷ്യന് ചുരുങ്ങുന്നു, ഒതുങ്ങുന്നു എന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രപഞ്ച നിയമത്തിന് എതിരായിട്ടാണ് എന്ത് ചെയ്യണത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒതുക്കത്തിൻ്റെ ഇതിലേക്ക് പോകുമ്പോഴാണ് ചില ആൾക്കാർ വല്ലാണ്ട് അങ്ങ് ഒതുങ്ങിയിട്ട് ഞാൻ സൈലൻ്റ് ആവാം, വല്ലാണ്ട് അങ്ങ് ഒതുങ്ങിയിട്ട് അവർ ഒന്നിലേക്കില്ലാണ്ട് നമുക്കൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഒതുങ്ങി പോകുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് റിയലി ഹൊറിബിൾ ആൻഡ് ടെറിബിൾ. സോ ചേഞ്ച് ദാറ്റ്. അപ്പോൾ റീവിസിറ്റ് ദ നെറ്റ്വർക്ക്. എന്നിട്ട് അതിന് എന്ത് പാഠമായിരുന്നു. ആൻഡ് ഡിസ്ക്ലെയിമർ ഇതാണ്, റീവിസിറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ് കറക്റ്റ് ആയിരിക്കണം. മുങ്ങണ സമയത്ത് പോയിട്ട് ഓൾറെഡി മുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ പോയിട്ട് ഇത് വിസിറ്റ് ചെയ്താൽ വീണ്ടും ആ സാധനമൊക്കെ നിങ്ങൾ മുക്കാനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു റൈറ്റ് അവെയർനെസ് ആണല്ലോ, റൈറ്റ് സ്റ്റേറ്റ് ഓഫ് അവെയർനെസ് ആണല്ലോ. ഈ സ്റ്റേറ്റ് ഓഫ് അവെയർനെസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് റീവിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ലോട്ട്സ് ഓഫ് ഇൻസൈറ്റ്സ്. അത് നിങ്ങൾ ആ ആ സ്പാർക്ക് ഇത് ഇങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തെളിഞ്ഞ് കിട്ടിയാൽ മതി. ഞാൻ പറഞ്ഞിട്ട് കിട്ടല്ല, ഞാൻ പറഞ്ഞപ്പോൾ ഏതൊക്കെ കണക്ട് ചെയ്തില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ബൾബ് ഇങ്ങനെ കത്തിയില്ലേ, അതാ നിങ്ങളുടേത്. അല്ലാണ്ട് ഞാനിങ്ങനെ പറഞ്ഞ് അടിച്ച് കയറ്റല്ല, ഞാൻ ജനറലി പറഞ്ഞോളൂ. നിങ്ങൾക്കുള്ളിൽ എവിടെയൊക്കെ ഇങ്ങനെ ബൾബ് എത്തുന്നുണ്ട്, ഇപ്പോഴാണ് ലൈറ്റ് അടിച്ചത്, അതാണ് ഉള്ളിലെ വെളിച്ചം, നൂർ. ലൈറ്റ് കത്തിക്കൊണ്ടിരുന്നു. ആദ്യം അതിലേക്ക് നോക്കുമ്പോൾ ഡാർക്ക് ചാപ്റ്ററാണ്, ആ വൈക്ക് പോണ്ട എന്ന രീതിയിൽ നിന്നോടുത്ത് അത് നമുക്ക് ഇങ്ങനെ കണക്ഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു 5-6 എണ്ണം നമ്മൾ ചെയ്ത് തരുമ്പോഴേക്ക് നിങ്ങൾക്കത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ബ്രെയിനിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ജനറേറ്റീവ് ഇൻ്റലിജൻസ് വെച്ച് ബ്രെയിൻ എന്ത് ചെയ്യാൻ തുടങ്ങും, കണക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കണക്ട് ചെയ്തിട്ട് കാണുന്നതൊക്കെ പിന്നെ അങ്ങനെ കണക്ട് ചെയ്യാൻ തുടങ്ങിയാലോ വല്ല പ്രശ്നമുണ്ടോ? നമുക്ക് നാച്ചുറലി എല്ലാത്തിൻ്റെ ഉള്ളിൽ എന്താണോ ലൈറ്റ്, എല്ലാത്തിൻ്റെ ഉള്ളിൽ ഗ്രേറ്റസ്റ്റ് ലേണിങ്സ് എന്താണ്, ഡിവൈൻ ലേണിംഗ് എന്താണ്, മാസ്റ്റർ ലേണിംഗ് എന്താ, അത് തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ലൈഫ് എത്ര കൂളായിരിക്കും, ലൈഫ് എത്ര കാമായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ അനുഭവം വരുമ്പോഴും നമ്മളുള്ളിൽ നിന്നും നമ്മൾ അനുഭവിച്ച പഠിച്ചവൻ, നമ്മളെ അനുഭവമായ പഠിച്ചവൻ നമുക്കുള്ളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ എന്തൊക്കെ വന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് ഓക്കെ. എല്ലാ അനുഭവങ്ങളിലും നിങ്ങൾക്കുള്ളിൽ ഹസ്ബുനല്ലാ എന്ന് പറയുമ്പോൾ ഓൾമൈറ്റി ഈസ് ദർ വിത്ത് മീ, ഹീസ് വിത്ത് മീ എന്നുള്ളൊരു സാധനം നാച്ചുറലി വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യു വിൽ ബി ഓക്കെ ടു ഫേസ് എനിത്തിങ്. മസിലുള്ളവരും ഒന്നുമല്ല ലോകത്തെ കീഴടക്കിയത്, താൽക്കാലികമായിട്ട് കീഴടക്കുന്നതാണെങ്കിൽ ഹൃദയത്തെ കീഴടക്കലാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ കീഴടക്കിയവരൊക്കെ തന്നെ വെളിച്ചുള്ളവരാണ്. അത് ഞാൻ കോച്ചസിനോട് പലപ്പോഴും പറയാറുണ്ട്. കോച്ചിങ്ങിൻ്റെ അത് വരുമ്പോൾ ഇങ്ങനെ പലതും പറയും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ട്രാൻസ്ഫോം ചെയ്തവരെ നമ്മൾ നോക്കിയാൽ ദേ ആർ മാസ്റ്റേഴ്സ്. അവർക്ക് യുദ്ധമല്ലായിരുന്നു വഴി, അല്ലെങ്കിൽ അവർ ഘോരമായിട്ട് പ്രസംഗിക്കലായിരുന്നില്ല അവരെ വഴി, വൈകാരികമായിട്ട് അതിവൈകാരികമായിട്ട് സംസാരിക്കലായിരുന്നില്ല അവരെ വഴി. അവരെ വഴി എന്ന് പറഞ്ഞാൽ സൗമ്യമായിരുന്നു, ശാന്തമായിരുന്നു, ചിന്തിപ്പിക്കലായിരുന്നു. അങ്ങനെ ചിന്തിപ്പിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു വരാൻ ലോകത്തിൽ ലക്ഷോപലക്ഷം ആളുകളെ ട്രാൻസ്ഫോം ചെയ്തവർ. ഞാൻ എപ്പോഴും പറയാം ആ മാതൃക സ്വീകരിക്കണം എന്നാണ്. ഇറ്റ്സ് സോ ഈസി എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ടഫസ്റ്റ് പാർട്ടും, എന്നാൽ അതാണ് ഏറ്റവും ഈസിയർ ആയിട്ടുള്ള പാത്തും. സോ ഇറ്റ് വർക്ക്സ്. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾസിലാണ് നമ്മൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ട്രെയിൻ ഈസ് ഇൻ ദ പാത്ത് ഓഫ് സച്ച് എ മോഡൽ. അത്ര ഒരു മോഡലിൽ നമ്മളിത് പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ ഭയങ്കര മാജിക്സ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇന്നിപ്പോൾ ഞാൻ ഈ ടോപ്പിക്ക് കവർ ചെയ്ത് പോയപ്പം നമ്മളിവിടെ ജസ്റ്റ് ഡിസ്കഷൻ നടത്തി, നമുക്ക് കുറച്ച് കണ്ടംപ്ലേറ്റീവ് ആയിട്ട് പോയി, നമ്മൾ കുറച്ച് മെഡിറ്റേറ്റീവ് ആയിട്ട് പോയി. നിങ്ങളുടെ ഉള്ളിലൊരു ഡിവിനിറ്റിയുടെ ചെറിയൊരു ഫേസ് ഓഫ് റീപ്രോഗ്രാമിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ
ആ റീപ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സില്ലി തിങ്. നമ്മൾ ഒരു സ്പെസിഫിക് എക്സ്പീരിയൻസ് മൈൻഡ് പവറിൻ്റെ ഒരു ടൂൾ വെച്ചിട്ട് ജസ്റ്റ് റീപ്രോഗ്രാം ചെയ്യുന്നതും അത് ഡിവൈൻ അവയർനെസ്സിൽ റീഫ്രെയിം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അതും ഇതും തമ്മിലും ഒരു 1000 or 10,000x ഡിഫറൻസ് ഉണ്ട്. സിമ്പിളി ആ റീഫ്രെയിമിങ് നടക്കാമെന്ന് പറഞ്ഞാൽ വിത്ത് ക്ലാരിറ്റി. ഞാൻ നിങ്ങൾ ആരെയും കരയിപ്പിച്ചിട്ടാണോ ഇത് പറഞ്ഞത്? മീൻസ് ഇമോഷണൽ ആക്കുക ഇൻ ദ സെൻസ് നിങ്ങളിങ്ങനെ ഓരോ സാധനം പറഞ്ഞ് കുത്തി ഇങ്ങനെ എടുത്തല്ലോ, ബട്ട് സ്റ്റിൽ നമ്മളെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫ്രം ക്ലാരിറ്റി, ദാറ്റ് ഈസ് ഫ്രം അവെയർനെസ്. അതെന്നാണ് വരേണ്ടത്. ദാറ്റ് ഈസ് ഫ്രം ലവ്, സ്നേഹം ഓർത്തിട്ട്. അല്ലെങ്കിൽ ആ ഇത് വീണ്ടും സംഭവിക്കുന്നുണ്ടെങ്കിൽ ക്ലാരിറ്റി വന്നപ്പോൾ, വെളിച്ചം വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള കണക്ഷനാണ്. അതാണ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെ ആവുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, ഇമോഷൻസിൻ്റെ വിഷയം പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മളെ കരയിപ്പിക്കാൻ ഞാനെപ്പോൾ കരയണം, ഞാനെപ്പോൾ ചിരിക്കണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റണം. ഞാൻ ഒരിക്കലും കരയില്ല എന്നുള്ളതല്ല, എനിക്ക് കരയണമെന്ന് തോന്നിയാൽ എനിക്കറിയാം എങ്ങനെ കരയണം. അതിന് എന്തല്ല എൻ്റെ കുറേ കൂമ്പാരങ്ങളുണ്ട്, പ്രശ്നങ്ങൾ, അതങ്ങ് ആലോചിച്ചാൽ പോരെ, ഓർക്കുമ്പോഴേക്ക് കരച്ചില്ലല്ലേ. നോ, അത് ആവരുത്. അത് ട്രോമയാണ്. വീക്ക്നെസ് കയറി പിടിക്കാറില്ല. അതെന്താണ്? അത് ട്രോമയാണ്. അങ്ങനെയല്ല, എനിക്ക് കരയണമെങ്കിൽ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈൻ കോൺഷ്യസ്നെസ്സിലെ ഏത് ലെയേഴ്സിൽ ഞാൻ തൊടുമ്പോഴേക്ക് എൻ്റെ കണ്ണ് നിറയും. അത് ഒരു കീ നമുക്ക് ഉണ്ടാവണം. പല ആൾക്കാർക്ക് പ്രശ്നങ്ങളാണ്, നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് കീ. അതിനപ്പുറത്തേക്ക് ഇഫ് യു ഹാവ് സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനത്തെ ഒരു കീ നിൽക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ റൂമിനേറ്റിൽ ആ കീ ഓപ്പൺ ആക്കിയിരുന്നു, മൈ കീ ഓപ്പൺ ആക്കിയിരുന്നു. ഹൗ എന്നൊരു സാധനം. സോ അത് നമ്മൾ കണ്ടെത്തണം. അതാണ് ആൽക്കമി. എല്ലാത്തോടത്തോളം കാലം നമ്മുടെ ട്രോമകൾ, നമ്മുടെ ചലഞ്ചുകൾ, നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസുകൾ, അതിനെ ട്രിഗർ ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മളെ കരയിപ്പിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായോ? ഇപ്പോൾ ചിലർ പറയല്ലോ എനിക്കത് കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല, എനിക്ക് കരച്ചിൽ വരുന്നത്. അപ്പോൾ ഓക്കെ, കരയുന്നുണ്ട്, ടോട്ടലി ഫൈൻ, നല്ലതാണ്. നമുക്കത് ഇമോഷണൽ ആവുന്നു, നമുക്ക് എംപത്തറ്റിക് ആയിട്ടില്ലെങ്കിൽ നമുക്കത് ഫീലിങ്സ് ഒക്കെ വരുന്നു. കുറച്ചുകൂടി പോയാൽ കാണാൻ പറ്റും അതേപോലത്തെ ഒരു അനുഭവം അവൻ്റെ ഉള്ളിൽ സംഭവിച്ചിട്ട് മുന്നേ അത് ഹീൽ ചെയ്യാണ്ട് കിടക്കുക. അത് കണ്ടപ്പോൾ ഓണായതാ. ഇപ്പുറത്തൊന്നും കാണുന്ന വേറെ ആളെന്താ പറഞ്ഞത്, ഒരു ഭയങ്കര പാവല്ലേ, ചെറിയ കാര്യം കാണുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഇന്നസെൻ്റ് അല്ലേ, ഒക്കെയാണ്. ബട്ട് ദ തിങ് ഈസ് ഇവർക്ക് ഹെൽപ്പ് കൂടി വേണം. ആ, സിനിമയിലെ ഏത് സീന് കാണുമ്പോഴാണ് കരുതുന്നത് കൂടി പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻസ്. നിങ്ങൾ കാണുന്ന ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങളിലെ ഏത് അവയർനെസ്സിനാണത് കണക്ട് ചെയ്യണം, അതിനനുസരിച്ചിരിക്കും. നോ, ഞാൻ ഇതുകൂടി കൺസിഡർ ചെയ്യാൻ പറയാം. പക്ഷെ മെജോറിറ്റി വൂണ്ടെന്നാണ് വരാറുള്ളത്. വൂണ്ടെന്നും അല്ല എന്ന് മനസ്സിലാക്കാറ്റ, വൂണ്ടെന്നല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെ വൂണ്ട് ഹീലായിട്ടുണ്ടാവണം. വൂണ്ട് ഹീലായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന് എന്ത് കിട്ടും? ലൈറ്റ് കിട്ടും. ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇമോഷണൽ ആകാതെ തന്നെ കണ്ണ് നിറയുന്ന ഒരു മാന്ത്രിക തരും. അപ്പോൾ എന്താ സംഭവിക്കുക? എൻ്റെ കണ്ണിപ്പോൾ എന്തിനാന്ന് പറഞ്ഞാൽ എനിക്ക് അറിയൂല, ഐ ഡോണ്ട് നോ വൈ. മറ്റേത് എനിക്കറിയാം, എന്തൊക്കെയോ പറഞ്ഞ ആളുള്ളിൽ കയറ്റി കരയിപ്പിച്ച് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ ദാറ്റ്സ് റിയലി, ഞാൻ ചില ആൾക്കാരെ കണ്ടിക്ക് ഭയങ്കര സാധാരണ തോന്നും. ചിലർ ഇങ്ങനെ പറയുന്നുണ്ട്, അവർ ഡിസൈഡ് ചെയ്യലാണ് എന്താ, ഇന്ന് ഞാൻ കുറച്ച് ആൾക്കാരെ കരയിപ്പിക്കുന്നു. ഞാൻ ഇപ്പം കരയിപ്പിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് ഇതൊരു കൈൻഡ് ഓഫ് ഹിപ്നോട്ടിസം പോലെയാണ്. ഇപ്പോൾ ഉറക്കി തരാമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇപ്പം കരയിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അതൊരു പ്ലാൻ ചെയ്ത് പോവാം. അപ്പോൾ ഞാൻ ഇവിടെ ഇൻറ്റൻഷൻ, ഇന്ന് എൻ്റെ ക്ലാസ് ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ കരയണം, അങ്ങനെയാണ് എൻ്റെ ഇൻറ്റൻഷൻ എങ്കിൽ എൻ്റെ ഫോക്കസ് എവിടെയാണ്? നിങ്ങളെ കരയിപ്പിക്കാൻ എന്തുണ്ടെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ചിന്ത എന്താ? ഇന്ന് കുറേ ആൾക്കാരെ ചിന്തിപ്പിക്കണം. ഓക്കെ, ഇന്ന് കുറേ ആൾക്കാരെ അവെയർനെസ് കൂട്ടണം, അവർക്ക് ക്ലാരിറ്റി കിട്ടണം. ഇതാണ് ഇൻറ്റൻഷൻ എങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ. ഈ സ്റ്റേറ്റിലൂടെ ഹീലിംഗ് നടക്കും, ഈ സ്റ്റേറ്റിലൂടെ അലൈനിങ് നടക്കും. ബട്ട് ദ തോട്ട് ഷുഡ് ബി മെറ്റാ കോഗ്നിറ്റീവ്. നമ്മളെ ചിന്തകളെ പറ്റിയിട്ട് കണ്ടംപ്ലേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റിലായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് ഡീപ്പായിരിക്കാം ഡിസ്കഷൻ, ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് കറക്റ്റ് ആ ഒരു ക്യാൻവാസ് അല്ലെങ്കിൽ സ്ക്രീനിൽ നമ്മളെ റിഫ്ലക്റ്റ് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അമേസിങ്. ഇറ്റ്സ് എ ഡീറ്റെയിൽഡ് എന്താ പറയുക, ഒരു റീകണ്ടീഷനിങ് പ്രോസസ്സാണ് ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുക എന്നല്ല. ഇങ്ങനെ നമുക്ക് പലപ്പോഴും ഒറ്റയ്ക്ക് ഇരുന്നിട്ട് സാധിച്ചോളണം എന്നില്ല, നമ്മളെ ചിന്തകൾ കാട് കയറി പോകും. അപ്പോൾ നമ്മൾ ഗൈഡഡ് ആയിട്ട് അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അത് ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ചിരുന്ന് ചെയ്യുമ്പോഴോ ഒരാളുടെ കണ്ടംപ്ലേറ്റീവ് സ്റ്റേറ്റ് ഇയാളുടെ സ്റ്റേറ്റ് ഇയാളെ ഹെൽപ്പ് ചെയ്യും, ഇയാളുടെ സ്റ്റേറ്റ് ഇയാളെ ഹെൽപ്പ് ചെയ്യും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇനി അതേ സമയത്ത് 3 ആൾക്കാർ ഇവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക, 3 ആൾ വെറുതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ അത് ബാധിക്കുക. എല്ലാവർക്കും വെറുതെ കരയാൻ തോന്നും. ടൂറിന് പോയാൽ ഒരാൾ കറങ്ങി തലയിറങ്ങി വീണാൽ ബാക്കിയുള്ളവർക്ക് കവികാൻ തോന്നുന്ന പോലെയാണ്. ദ പ്ലാസിബോ ഇഫക്റ്റ് വർക്ക്സ്.
എന്നാൽ പ്ലാസിബോ വർക്ക് ചെയ്യട്ടെ എവിടെ? ഞാൻ സജസ്റ്റ് ചെയ്യണത് നിങ്ങളെ കണ്ടംപ്ലേഷനിൽ, നിങ്ങളെ മെറ്റാ കോഗ്നിറ്റീവ് തിങ്കിങ്ങിൽ എല്ലാവരും ഡാറ്റ തുറന്നെടുക്കുകയാണ്. അപ്പോൾ ആ തുറന്നെടുക്കുന്ന സമയത്ത് ആ നല്ല ക്ലാരിറ്റിയിൽ ഡിവിനിറ്റി പ്രോസസ്സ് ചെയ്യുമ്പോൾ ആ പ്രോസസ്സിൽ നമ്മൾ പോയിരുന്നാൽ ബാക്കിയുള്ളവരെ കാറ്റ് നമുക്ക് ഗുണമല്ലേ ചെയ്യണേ? ഇവിടെ അടുത്തിരിക്കുന്ന ഒരാൾ നിങ്ങൾ ഉപദ്രവിക്കാമല്ലോ എനർജറ്റിക്കലി, മനസ്സിലായോ? എനർജറ്റിക്കലി ഉപദ്രവിക്കുന്നില്ലല്ലോ. ബിക്കോസ് വി ക്യാൻ ഫീൽ ദാറ്റ്. ഒരാൾ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആണെങ്കിൽ അപ്പം നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഇരിക്കുമ്പോൾ. ബിക്കോസ് വി ക്യാൻ ഫീൽ ദ എനർജി, വി ക്യാൻ ഫീൽ ദാറ്റ്. ബിക്കോസ് നമ്മൾ അത്രയും ക്ലിയർ ഇൻറ്റൻഷനിൽ, പ്യുവർ ഇൻറ്റൻഷനിൽ, ക്ലാരിറ്റിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം എന്നുള്ളതാണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ദാറ്റ് വിൽ ഹെൽപ്പ് യു. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ചിലർ ഇങ്ങനെ കാട് കയറുമ്പോൾ അപ്പം വി നോ ഹൗ ടു നാവിഗേറ്റ് ഇറ്റ്. വി ക്യാൻ എനർജറ്റിക്കലി സപ്പോർട്ട് ദം. ചിലപ്പോൾ സൈഡിലൂടെ പോകുമ്പോൾ ഒരു നോട്ടം ആവാം, ചിലപ്പോൾ ഏതെങ്കിലും വേർഡ് സ്ട്രൈക്ക് ചെയ്ത് പോകണം, അപ്പോൾ അവർ നേരെ ട്രാക്കിലേക്ക് ആയിരുന്നുള്ളതാണ്. പിന്നെ ഓൺലൈനിൽ വീഡിയോയിൽ ഇല്ലാത്തൊരു കാര്യം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ ഉറങ്ങാനാണ് തീരുമാനിക്കുന്നത്. എനിക്ക് സുഖമായിട്ടൊരു ഉറക്ക് പാട്ട് പാടുമ്പോൾ എൻ്റെ ക്ലാസ് ഫീൽ ചെയ്യും, ഉറങ്ങി പോകാമെന്നുള്ളതാണ്. ഓക്കെ, സോ ടൈമായി വി ആർ വൈൻഡിങ് അപ്പ്. ഇനി നമ്മൾ Q&Aയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫൈനലി പറഞ്ഞ കാര്യം, ഇങ്ങനെ ഡിവിനിറ്റിയെ റീപ്രോഗ്രാം ചെയ്യണം. ഡിവൈൻ അവയർനെസ് നമ്മൾ റീപ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ലോട്ട്സ് ഓഫ് ലേണിങ്സ്. നമ്മൾ ഈ ഭൂമിയിൽ വന്നത് എന്തിനാ? ഭൂമിയിൽ എന്തിനാ വന്നത്? സത്യം അറിയാൻ. ഒരാളുടെ സജഷനാണ് സ്നേഹം അറിയാൻ. ഓ, ജ്ഞാനികളായി. എന്തിനാ ഭൂമിയിൽ വന്നത്? പ്രതിനിധാനം ചെയ്യാൻ, സത്യം അറിയാൻ, സ്നേഹം അറിയാൻ, റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട്. പിന്നെന്തോ പറഞ്ഞു? ആരും എല്ലാം എന്തോ പറഞ്ഞു പോയില്ല എൻ്റെ ഇടയിൽ കൂടെ. ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആരാധനാ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞു. ഇനിയുണ്ടോ? പ്രതിനിധി പറഞ്ഞു. നിങ്ങൾ പഠിപ്പിച്ചുള്ള റേഞ്ചിൽ അല്ലാണ്ട് എനിക്ക് പറയാണ്ടോ? അതായത് ഇവിടെ ചോദിച്ചാൽ ഇതിങ്ങനെയാണല്ലോ പറയേണ്ടത് അല്ലേ? ഇതേ ചോദ്യം നിങ്ങൾ എന്തിനാണ് ജീവിക്കണമെന്ന് സ്കൂളിൽ നിന്ന് ചോദിച്ചാൽ പഠിക്കാനേ പറയാൻ പറ്റുള്ളൂ. സെർവ് ചെയ്യാൻ, സേവനം ചെയ്യാൻ. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? സപ്പോർട്ട് ഈച്ച് അതർ. ആക്ച്വലി ഇതൊക്കെ ഒന്നാ. ഒക്കെ ഒന്നാണ്. ദാറ്റ് മീൻസ് ആരാധന ചെയ്യാൻ എന്ന് പറയുമ്പോൾ ചില ആൾക്കാരെ വിചാരം സദാസമയം ഖുറാനും ദിക്റും ചൊല്ലിയിരിക്കുക. ഓക്കെ, ഈ പറഞ്ഞ ആരാധനയാകട്ടെ, ഇബാദത്ത് എന്ന് പറയുമ്പോൾ അബ്ദ് ചെയ്യുന്നതാണല്ലോ ഇബാദത്ത് അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യത്തിന് അബ്ദ് ആരാണ്? അബ്ദുള്ള എന്ന് പേരിട്ടുകൊണ്ട് അബ്ദാവൂല, ആവോ? ഇല്ല. അപ്പോൾ അബ്ദ് ചെയ്യുന്നതാണ് ഇബാദത്ത്. അപ്പോൾ ഇബാദത്ത് അതിനാണ് നമ്മൾ ആരാധന എന്ന് പറയുന്നത്. അപ്പോൾ അബ്ദ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആണ്, ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സാണ്. അതേത് കോൺഷ്യസ്നെസ്? ദ അൾട്ടിമേറ്റ് ലവ്. അതായത് അത്രമാത്രം സ്നേഹത്തിലാകുന്ന അവസ്ഥയാണ്. വേദനകൾ മറന്ന് സ്നേഹത്തിലാകുന്ന അവസ്ഥ. അപ്പോൾ സ്നേഹം അറിയാന്ന് പറഞ്ഞാൽ സ്നേഹം അറിയുന്നതിലൂടെ സ്നേഹമായവനെ അറിയാം. സേവനം ചെയ്യാം, സേവനം ചെയ്യുന്നതിലൂടെ സേവനം ആയവനെ അറിയാം. അതല്ലാണ്ട് വേറൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ ഹെൽപ്പ് ചെയ്യുന്നവനായ അവന് അറിയാൻ. ഇങ്ങനെ ഏത് കോണ്ടെക്സ്റ്റ് എടുത്ത് നോക്കിയാലും സ്നേഹറിയലാവട്ടെ, പ്രതിനിധാനം ചെയ്യലാവട്ടെ, പ്രതിനിധാനം ചെയ്യുന്നതിലൂടെ ആരാണോ നമ്മളെ പ്രതിനിധിയാക്കിയത് അവന് അറിയാമെന്നുള്ളതാണ്. ക്ലിയർ ആയില്ലേ? അപ്പം ഞാൻ നിങ്ങളെ GT എടുക്കാൻ മൈമൂനനെ അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാണ്, എൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഒരാഴ്ച. അപ്പോൾ മൈമൂന അത് ചെയ്യുന്നതിലൂടെ മൈമൂന GT എടുക്കാൻ മാത്രമല്ല ചെയ്യണേ, എന്തുകൂടി ചെയ്യുന്നുണ്ട്? എന്നെ കൂടി അറിയാണ് ഗൈഡ് എങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു ടാസ്ക് ചെയ്യുമ്പോഴല്ല ഇത് എങ്ങനെയൊക്കെയാണെന്ന് അറിയാം, അവിടെ ഇരിക്കാൻ നല്ല സുഖമല്ലോ. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാത്തിലൂടെയും അറിയുക എന്നതാണ് അവിടുത്തെ ഉദ്ദേശം അല്ലേ? അറിയുക, അനുഭവിക്കുക, ആസ്വദിക്കുക. എന്ത് ആസ്വദിക്കുക എന്നൊരു ചോദ്യമുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആസ്വദിക്കുക, അല്ലാണ്ട് ആസ്വാദനം എന്നുണ്ട് ഇതെൻ്റെ ആസ്വാദന ടൈം ഞാൻ പോയിട്ട് ആസ്വദിക്കട്ടെ എന്ന് പറയാതെ ചെയ്യുന്നതെല്ലാം ആസ്വദിക്കുക. എപ്പോഴാണ് ചെയ്യുന്നതൊക്കെ ആസ്വദിക്കാൻ പറ്റുക? അവനെ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആസ്വാദനമായിരിക്കും. വെറുതെ ഇരിക്കലും എന്തായിരിക്കും? ആസ്വാദനമായിരിക്കും. ഉറപ്പല്ലേ? എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഓരെക്കുറിച്ച് വെറുതെ ആലോചിച്ചിരിക്കുമ്പോഴും ആസ്വാദനമാണ്, ഓരെ മിസ് ചെയ്യുമ്പോഴും ആസ്വാദനമാണ്, അവരെ ഹെൽപ്പ് ചെയ്യുമ്പോഴും ആസ്വാദനമാണ്, അവരെ സ്നേഹിക്കുമ്പോഴും ആസ്വാദനമാണ്, അവരെ പ്രതിനിധീകരിച്ച് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവരെ പ്രതിനിധീകരിച്ച് പോകുമ്പോഴും എന്താണ്? ആസ്വാദനമാണ്. ഇപ്പം ഞാൻ പെട്ടെന്ന് ഒരാളൊരു വേരിയൻ അടിച്ച് ഞാൻ പറയാം, നമ്മളെ പോണ വയ്ക്കതൊന്നും അവിടെ ഏൽപ്പിക്കണം, ഞാൻ തന്നാ പറയാം, ഓ ഞാൻ
ഐ എം റെഡി ഗൈഡ് എന്ന് പറഞ്ഞാൽ പ്രതിനിധീകരിക്കുക, അതും ആസ്വാദനമാണ്, ഒക്കെ ഒന്ന് തന്നെയാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആരാധന. ഇതില്ലാണ്ട് ചെയ്യുന്നത് തന്നെ നമുക്ക് പേര് കൊണ്ട് മാത്രമേ ആ സാധനം പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ സ്റ്റേറ്റാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. അപ്പം ഇതിനാണ് നമ്മൾ ജീവിക്കണതെങ്കിൽ, ഇതിലായിരിക്കണം നമ്മുടെ ജീവിതമെങ്കിൽ, ഇങ്ങനെ ആവുകയാണെങ്കിൽ ലൈഫ് വിൽ ബി സോ നൈസ്, ഇറ്റ് വിൽ ബി സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ അതായിരിക്കണം നമ്മളെ ഗോൾ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എവല്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എനിവേ ദാറ്റ്സ് ഓൾ. അപ്പോൾ നമുക്ക് അടുത്ത വീക്കിൽ വീണ്ടും കാണാൻ പറ്റുന്നവരൊക്കെ കാണാം, എല്ലാത്തവരും ഓൺലൈനിൽ കാണാം. ഇനി മെയിനായിട്ട് പറയാനുള്ള കാര്യം, നമ്മളുടെ ഈ മാസത്തെ GC ഐ തിങ്ക് ആഫ്റ്റർ 20th ശേഷമായിട്ട് വരുന്നത്. ഫ്രഷേഴ്സിന് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യും, ഇഫ് പോസിബിൾ കം ആൻഡ് ഡു GC. അങ്ങനെ ഗൈഡഡ് കോഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് സംസാരിക്കൽ ഈസിയാണ്, കാരണം അതിൻ്റെ ഒരു ലാംഗ്വേജ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ മെൻറ്റേഴ്സിനെ കണക്ട് ചെയ്തിട്ട് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിക്കാം.